മദ്ഹിൽ കോർത്ത വരികൾ പാടി പല നാളിലായി മധുരം തരുമോ അരികിൽ ജീവൻ എന്നിൽ സഫലമായി മോഹവും സഫലമാക്കി കിനാവിൽ വന്നു എന്നാൽ മോഹവും സഫലമാക്കി കിനാവിൽ വന്നു എന്നാൽ മതി മറക്കാം കനവിലെത്തു ഹബീബി ആ സ്നേഹത്താലടുക്കാം ഞാൻ മോഹത്താലെ പാടാം ഞാൻ സ്നേഹത്താലടുക്കാം ഞാൻ മോഹത്താലെ പാടാം ഞാൻ കനവിൽ ഒന്ന് വന്ന് പുണരൂ കാത്തിരിക്കാം ഞാനും ഹബീബി കാത്തിരിക്കാം എന്റെ ഹബീബി കാത്തിരിക്കാം എന്റെ ഹബീബി കണ്ണിൽ കൽബിൽ ഹബീബി കണ്ടതില്ല ഒരു നാൾ. ആ പള്ളി ഉണ്ടാകണമെന്നും അവിടെ നല്ലൊരു മദ്രസ ഉണ്ടാകണമെന്നും വളരെയധികം ആഗ്രഹിച്ചവരായിരുന്നു അവരെല്ലാം. ഈ പാട്ട് ആ ആഗ്രഹത്തിനും അള്ളാഹു തആല കൂലി നൽകും. അള്ളാഹു കൂലി നൽകട്ടെ. അങ്ങനെ ഈ പള്ളിയുടെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പലരും ഇവിടെ മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവരെയും പേര് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നമ്മളെല്ലാവരും ഒരു കാര്യം മാത്രം ചെയ്യാം. എന്താണ്? അവരെല്ലാവരെയും കരുതി ബഹുമാനപ്പെട്ട മുഹൈദ്ദീൻ മുസ്ലിയാർ വേദിക്കയാണ് നമ്മുടെ ഈ വേദിക്ക്. ആ മുഹൈദ്ദീൻ മുസ്ലിയാർ മുതൽ ഇവിടെ പ്രവർത്തിച്ച എല്ലാവരെയും കരുതി ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാം. കോഴിക്കോട് അവിടെ പിന്നെ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعلى آله وصحبه أجمعين. أما بعد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു വേദിയിലുള്ള കമ്മിറ്റി ഭാരവാഹികളെ, നാട്ടിലെ നല്ലവരായ സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗ്ഗലോകത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകനേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടക്കുന്ന ഈ സദസ്സ് അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കൂടുതലായും സംസാരിക്കുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേദിയായതുകൊണ്ട് അവിടുത്തെ ബറക്കത്ത് കരസ്ഥമാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇസ്ലാം എന്നുള്ളത് അല്ലാഹുവിൻ്റെ മതമാണ്. അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മതം മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹി ഇസ്ലാം. അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മതമാണ്. ആ ഇസ്ലാം മതത്തിനെ ധാരാളം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള പ്രവാചകന്മാർ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ അവസാനത്തെ നബിയായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആ ഇസ്ലാമിന്റെ പ്രബോധനം കിട്ടിയപ്പോൾ അവിടുന്ന് വെറും ചുരുങ്ങിയ കാലങ്ങളെ കൊണ്ട്, വെറും 23 വർഷക്കാലങ്ങളെ കൊണ്ട് ഇസ്ലാം എന്ന മതത്തിനെ അവിടുന്ന് പൂർത്തിയാക്കി. അതിന് ശേഷം സ്വഹാബികളും താബിഈങ്ങളും ഇങ്ങനെ ഉലമാക്കൾ മുഖേന ഞങ്ങളിലേക്ക് ഇസ്ലാം എന്ന സുന്ദരമായ മതം എത്തിയിരിക്കുകയാണ്.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വാളുകൊണ്ടോ അല്ലെങ്കിൽ പ്രതികാരം കൊണ്ടോ ഇസ്ലാം എന്ന മതത്തിനെ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തീകരിച്ചതല്ല. മറിച്ച് അവിടുത്തെ സ്വഭാവം കൊണ്ടും കാരുണ്യം കൊണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അവിടുന്ന് സഫാ മർവയുടെ മുകളിൽ കയറിക്കൊണ്ട് അവിടുത്തെ കുടുംബക്കാരായ ഖുറൈശികളെ വിളിക്കുകയാണ്. ഖുറൈശികളൊക്കെ മലയുടെ താഴ്വരയിൽ നിൽക്കുന്നു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഈ പർവ്വതത്തിന്റെ മറ്റു വശത്തിൽ നിന്ന് ഒരു കൂട്ടം സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് കുടുംബക്കാരൊക്കെ പറയുന്നു, തങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കും, കാരണം നിങ്ങൾ അൽ അമീനാണ്, നിങ്ങൾ ഒരിക്കലും കളവ് പറയാത്ത വ്യക്തിയാണ്, അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞപ്പോൾ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഇസ്ലാം എന്ന മതത്തിനെ കുറിച്ച് അവിടുന്ന് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു ഒരുവനാണ്, അല്ലാഹുവിൽ ഒരുവനാണ്. നാളെ നാം മരിച്ചു ചെന്നാൽ അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, നരകത്തിന്റെ ശിക്ഷകളൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അബൂലഹബ് തന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇതിനാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? നിന്റെ ദീൻ പറയാൻ വേണ്ടിയാണ് നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്. നിന്റെ കൈ മണ്ണോട് കുത്തിക്കോട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശപിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല. സഹോദരന്മാരെ, അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറുപടി നൽകിയത്. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ, അബൂ ലഹബിന്റെ കൈ മണ്ണോട് മണ്ണ് കുത്തിപ്പോകട്ടെ എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകുകയാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ചവരെ അങ്ങോട്ട് ഉപദ്രവം നടത്താതെ സ്വഭാവത്തിലൂടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളുടെ ശർറ് കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും ഇസ്ലാമിന്റെ അനുയായികളിലേക്കും കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പല നാടുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ ഹിജ്റ നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെള്ളം അതുപോലെ ഭക്ഷണങ്ങളൊക്കെ അവിടത്തേക്ക് ഇല്ലാതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവരുടെ അടുക്കൽ പോയി അവരോട് സഹായം അഭ്യർത്ഥിക്കാനും അവരെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്. അങ്ങനെ പോയി ആ നാട്ടിൽ പോയി അവിടെയുള്ള നേതാക്കളുമായി സംസാരിക്കുന്നു. അവരോട് സംസാരിച്ചപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ അല്ലാഹുവിന്റെ മതത്തിനെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചതുമില്ല. മാത്രമല്ല, അവർ ചെറിയ കുട്ടികളെയും വയസ്സന്മാരെയും ഭ്രാന്തന്മാരെയും ഇളക്കി വിട്ടുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിച്ചു. കുട്ടികൾ നബി തങ്ങളെ കല്ലെറിഞ്ഞു. ഭ്രാന്തന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കാൻ തുടങ്ങി. ഇങ്ങനെ കല്ലേറും ഭ്രാന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോശമായി അവർ സംസാരിച്ചപ്പോൾ അതാ കുട്ടികളുടെ കല്ലേറുകൊണ്ട്, ആ ഗോത്രക്കാരുടെ കല്ലേറുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ നിന്ന് രക്തം വരികയാണ്. അലൈഹി വസല്ലമ വേദന സഹിക്കാൻ കഴിയാതെ കാലിൽ നിന്ന് രക്തമൊഴിഞ്ഞു പോയപ്പോൾ
പറഞ്ഞപ്പോൾ അതാ അവിടുന്ന് തളർന്നുകൊണ്ട് ഒരു മരച്ചോട്ടിലിരിക്കുന്നു. ആ സമയത്ത് അള്ളാഹുവിലേക്ക് കൈവയ്ക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതാ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് മുത്തുനബിയോട് പറയുന്നു, തങ്ങൾ പറയുകയാണെങ്കിൽ ആ കാണുന്ന മലയും ഇപ്പുറത്ത് കാണുന്ന 2 മലകൾ, ആ മലകൾ അവരുടെ മുകളിൽ ഇട്ട് ഈ ത്വായിഫ് നാടിനെ തന്നെ ഞങ്ങൾക്ക് ഇല്ലാതെയാക്കാമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. കാരുണ്യത്തിന്റെ കടൽ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താണ്? അങ്ങനെ ചെയ്യരുത്. കാരണം അവരിൽ നിന്ന് ഒരാളെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നാൽ അതാണ് ഏറ്റവും വലുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ വാക്കാണ് അവിടുന്ന് പറയുന്നത്. അല്ലാതെ വാളെടുത്തുകൊണ്ട്, അല്ലാതെ അവരെ ആക്രമിച്ചുകൊണ്ടോ കഴിയാനിട്ടൊന്നുമല്ല, അതിനുള്ള ശേഷിയില്ലാനിട്ടൊന്നുമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യം കൊണ്ട് ഇസ്ലാമിനെ അവിടുന്ന് പ്രബോധനം നടത്തി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നാം കാണുന്നത് ഇസ്ലാമിന്റെ നാമധാരികളായ പലരും ഇസ്ലാമിന്റെ ആക്രമിച്ചുകൊണ്ടും മറ്റു ചീത്ത വിളിച്ചുകൊണ്ടും ഇസ്ലാമിനെ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞങ്ങളെ കുട്ടികളെ ഇസ്ലാമിന്റെ തനതായ ശൈലിയിൽ ജീവിക്കാൻ വേണ്ടി നാം ഒക്കെ ശ്രമിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹ്മാനിയ ജുമാ മസീദി പജീರು ಹಿದಾಯತ್ ಇಸ್ಲಾಂ ಮದ್ರಸ ಮಕ್ಕಳ ಪ್ರತಿಭಾ ಕಾರ್ಯಕ್ರಮದ ವೇದಿಕೆಯಲ್ಲಿ ಆಸೀನರಾದಂಥ ಈ ಜಮಾತಿನ ಖತೀಬರು, ನಮ್ಮೆಲ್ಲರ ಉಸ್ತಾದರು ಆದಂಥ ಉಸ್ತಾದ್ ಅವರುಗಳೇ ಮತ್ತು ಈ ರಹ್ಮಾನ್ಯ ಜುಮಾ ಮಸೀದಿಯ ಎಲ್ಲ ಅಧ್ಯಾಪಕ ವೃಂದದವರೇ, ಈ ಜಮಾತಿನ ಗೌರವಾನ್ವಿತ ಅಧ್ಯಕ್ಷರೇ ಮತ್ತು ಆಡಳಿತ ಮಂಡಳಿಯ ನನ್ನೆಲ್ಲ ಸಹೋದರರೇ ಮತ್ತು ಇಲ್ಲಿ ನೆರೆದಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಸಹೋದರರೇ, ವಿದ್ಯಾರ್ಥಿಗಳೇ, ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರವರ ಈ ಜನ್ಮದಿನದ ಪ್ರಯುಕ್ತ ವರ್ಷಂಪ್ರತಿ ಆಚರಿಸಿಕೊಂಡು ನಾವು ಈದ್ ಮಿಲಾದ್ ಕಾರ್ಯಕ್ರಮವನ್ನು ಮಾಡ್ತಾ ಬರ್ತಾ ಇದ್ದೇವೆ. ಇದರಲ್ಲಿ ವಿಶೇಷವಾಗಿ ಈ ಜಮಾತಿನ ಅಭಿವೃದ್ಧಿಯ ರೂವಾರಿಗಳು ಹಲವಾರು ವರ್ಷಗಳ ಕಾಲ ಈ ಜಮಾತಿಗೆ ನೇತೃತ್ವವನ್ನು ನೀಡಿದಂತ ಮರ್ಹೂಮ್ ಅಬ್ದುಲ್ ರಜಾಕ್ ಹಾಜಿ ಅವರನ್ನ ಸ್ಮರಿಸುತ್ತಾ ಮತ್ತು ನನ್ನ ರಾಜ್ಯಕ್ಕೆ ಗುರುಗಳು ಈ ರಹ್ಮಾನ್ಯ ಜುಮಾ ಮಸೀದಿಯ ಆಡಳಿತ ಮಂಡಳಿಯಲ್ಲಿ ಬಹಳ ವರ್ಷ ನೇತೃತ್ವವನ್ನು ನೀಡಿದಂತ ಗೌರವಾನ್ವಿತ ದಿವಂಗತ ಮರ್ಹೂಮ್ ಉಮರ್ ಪಜೀರ್ ಅವರನ್ನ ಸ್ಮರಿಸುತ್ತಾ, ಯಾಕೆ ಈ ಮಾತನ್ನು ಹೇಳ್ತೇನೆ ಅಂತ ಹೇಳಿದ್ರೆ, ಇಂಥ ಕಾರ್ಯಕ್ರಮಗಳು ಈ ಮಸೀದಿ ಒಳಗೆ ಈ ಅಂಗಳದಲ್ಲಿ ನಡೆಯುವಾಗ ಅವರಿಬ್ಬರದ್ದು ನಮಗೆ ಈಗ ಆ ನಷ್ಟ ನಮಗೆ ಗೊತ್ತಾಗ್ತಾ ಇದೆ. ನಮ್ಮ ನಾಡಿನಲ್ಲಿ, ನಮ್ಮ ಗ್ರಾಮದಲ್ಲಿ ಪ್ರೀತಿ ಮತ್ತು ಸಹೋದರತೆ, ಶಾಂತಿ ಮತ್ತು ಸಹಬಾಳ್ವೆಯನ್ನ ನಮಗೆ ಹೇಗೆ ನಬಿ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರವರು ನಮಗೆ ಕಲಿಸಿಕೊಟ್ಟಿದ್ದಾರೆ, ಅದೇ ರೀತಿ ನಮ್ಮ ಈ ಪಜೀರು ಪ್ರದೇಶದಲ್ಲಿ ಎಲ್ಲರೂ ಕೂಡ ಸೌಹಾರ್ದತೆಯಲ್ಲಿ ಮತ್ತು ಸಹೋದರತೆಯಲ್ಲಿ ಬಾಳಲಿಕ್ಕೆ ಅವರ ನೇತೃತ್ವ ನಮಗೆ ಭಾರಿ ಅವಶ್ಯಕತೆ. ಅವರ ನೇತೃತ್ವದಲ್ಲಿ ನಮಗೆ ಮಾರ್ಗದರ್ಶನವನ್ನ ನೀಡಿಕೊಂಡು ಈ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರವರ ಈ ಸಹೋದರತೆಯನ್ನ ನಾವು ನಡೆಸಬೇಕಂತದ್ದು ಈ ಕಾಲದ ಸಂದರ್ಭ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇಚ್ಛೆ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರವರು ಅವರು ತ್ಯಾಗ, ಸಹನೆ, ಪ್ರೀತಿ, ಸಹೋದರತೆಯನ್ನ ನಮಗೆ ಕಲಿಸಿಕೊಟ್ಟಿದ್ದಾರೆ. ಆ ಪ್ರೀತಿಯನ್ನ, ಆ ಸಹೋದರತೆಯನ್ನ, ಆ ಶಾಂತಿಯನ್ನ, ಆ ಸಹನೆಯನ್ನ ನಾವು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಅಳವಡಿಸಿಕೊಂಡು
ನಮ್ಮ ಈ ಫಜೀರಿನಲ್ಲಿ ಶಾಂತಿ ಸಹೋದರತೆಯ ಬೀಡನ್ನ ನಾವು ಕಟ್ಟಲಿಕ್ಕೆ ಪ್ರಯತ್ನವನ್ನ ಮಾಡಬೇಕು. ಎಲ್ಲರೂ ಕೂಡ ಸಹೋದರರಾಗಿ ನಾವು ಬಾಳ್ಬೇಕು ಅಂತ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛಿಸ್ತಾ ಇದ್ದೇನೆ. ಮತ್ತೊಂದು ವಿಶೇಷ ಏನಂದ್ರೆ, ಈ ಜಮಾತಲ್ಲಿ ಒಂದು ವಿಶೇಷತೆ ಇದೆ. ಏಕಂತ ಹೇಳಿದ್ರೆ ಇಲ್ಲಿ ಹಿರಿಯರ ಮಾರ್ಗದರ್ಶನ, ಹಿರಿಯರು ಎಲ್ಲರೂ ಕೂಡ ಕಿರಿಯರು ಸೇರಿಕೊಂಡು ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ನಡೆಸಿಕೊಂಡು ಬರ್ತಕ್ಕಂಥ ಒಂದು ಜಮಾತ್. ಈ ಜಮಾತಿನ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಸೇರಿದಂತೆ ನಿಮಗೆಲ್ಲರಿಗೂ ಕೂಡ ನಾನು ವಿಶೇಷವಾದ ಅಭಿನಂದನೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ನನ್ನ ಎರಡು ಮಾತನ್ನ ಮುಕ್ತಾಯಗೊಳಿಸ್ತಾ ಇದ್ದೇನೆ. ವಾಹಿರ್ ದವಾನ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಅಊಜು ಬಿಲ್ಲಾಹಿ ಮಿನಶ್ ಶೈತಾನಿರ್ ರಜೀಮ್. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್. قل بفضل الله وبرحمته فليفرحوا إلى آخر الآية. قال الله عز وجل: يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلموا أمة محمد صلى الله عليه وسلم. ഇവിടെ ഞങ്ങളെ 3 ഉസ്താദരാണ് മലയാളത്തിൽ റഫീഖിച്ച കന്നഡത്തിൽ ചൊല്ലിട്ട് ಇನ್ನೊಂದು ನಕ್ಕಲಿಕ್ಕೆ ಬಾಕಿ ಅವ್ರದ್ದು ಬೇಡ. ಇನ್ಶಾ ಅಲ್ಲಾಹ್ 400 ನಕ್ಕಲಿಕ್ಕೆ ಹೇಳ್ರೆ ഞങ്ങളെ മാതൃക ഭാഷയല്ല. നാളെ ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അതേപോലെ തന്നെ പ്രസിഡന്റ്, ഓൾ മെമ്പേഴ്സിന്, സ്റ്റേജിൽ ഉപസ്ഥിതർ എല്ലാവർക്കും നമ്മുടെ ഒന്നും കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹത്തോട് പെരുസത്തിൽ ഞങ്ങൾ ഈ പിഞ്ഞോമന മക്ക HIM വിദ്യാർത്ഥിക സുബൈഹ് 7 ಗಂಟೆ ಬಂದಿട്ട് ആ ചെറിയ കാലിൽ നടന്നിട്ട് അലിബിലോട്ടുള്ള പെരുസത്തെ കാരണത്താല് സ്കൗട്ടും ദഫും സ്വലാത്തും ഇങ്ങനെ ചൊല്ലിട്ട് ആ മക്ക ഒരു പോണെന്നര ഗಂಟೆതോളം ഞങ്ങൾക്ക് നല്ല എല്ലാ വിഷയത്തിലും ചന്താക്കിയിട്ട് കാട്ടിയാറ്. ഇനിയിപ്പോ ഞങ്ങളെല്ലാരും പ്രതീക്ഷിച്ചുള്ള, ഞങ്ങളെല്ലാരും കാത്തുകൊണ്ടുള്ള ഉമ്മമാരും പെങ്ങന്മാരും അബ്ബമാരും ഇലമൂത്ത എല്ലാവരും ഞങ്ങളെല്ലാരും കൂടിയിട്ട് ഇപ്പൊ കാക്കറെ 4 ഉസ്താദ്മാർ വേളല്ല ആ പിഞ്ചോന മക്കളെ ആ പാട്ട് പ്രസംഗ അതിലേക്ക് ആ ടൈമിൽ നാണോ ബില്ലി ചൊന്നിട്ടു നിങ്ങൾ ടൈമർ പാസ്സാക്കില്ല. 1 ജനത ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഇഷ്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയായിട്ട് ആ നബിയെ ബർക്കത്ത് കിട്ടുകയായിട്ട് 1 ജനത വിഷയം മാത്ര നിങ്ങളുടെ മുന്നിൽ ആ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ಬಂಡೆ ಕಾಲ ಭಯಂಕರ ഒരു കാലയിട്ടുണ്ട്. ഇംഗ്ലീഷിലെ അക്ഷരമായ W, ഈ 3 W കൂടിയ ഒരു കാലയിട്ടുണ്ട്. എന്തിനാ 3 W? ഒന്ന് പെണ്ണ്, വുമൻസ്, പിന്നൊന്ന് ഓർ, പിന്നൊന്ന് വൈൻ, കള്ള്, പെണ്ണ്, യുദ്ധ. ഈ 3 കാലം ഇത്ര ടൈമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതറേ തമ്മാ തമ്മിൽ കുടുംബത്തൊട്ടിക്ക് കലഹ, ഓരോരോ ഗോത്രത്തൊട്ടിക അടിപണക്ക്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പണ്ട് കാലത്ത് ചെറിയ ചെറിയ പെണ്ണുമക്കളെ എന്തായിട്ടൊരു ജീവിതത്തിലെ കൂത്തുകൊണ്ടിരുന്ന ഒരു കാലത്തേക്ക്. അതേപോലെ വൈൻ, അതായത്
കള്ള്, മുന്തിരിക്കള്ള്, ഇതില്ലാണ്ട് അണ്ടത്തെ കാടാലി അറബിമാർക്ക് സാധ്യല്ല. പെണ്ണും കള്ളും ഓർ ഇത് മൂന്നായിട്ട് കയറി. അതാണ് ഇംഗ്ലീഷിലെ 3 W തന്നെ. അങ്ങനത്തെ കാലത്തിലായിട്ടിരിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അവിടെ പൂജാതറാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു ഹദീസിനോട് പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു, ഹുബ്ബിബ അലയ്യ അന്നിസാഉ വത്വയ്യിബ്. ഇങ്ങനത്തെ കാലഘട്ടത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്നോ അത്തർ സെന്റ്, പിന്നൊന്നോ പെണ്ണ്. പെണ്ണ് ചൊല്ലെങ്കിൽ ഇഷ്ട. ആ കാലത്തിൽ പരിശുദ്ധ ഖുർആൻ കണ്ടു, വൈദാ ബുശ്റാതുകും ബിൽ ഉൻസാ ലല്ല വജ്ഹു മുസ്വദ്ദൻ വഖലീം. ഒരാൾക്ക് പെണ്ണ് പെറ്റേണ്ട ഒരു വിഷയങ്ങൾ കേട്ടിട്ട് കണ്ടെങ്കിൽ ഒരു പെണ്ണായി പെണ്ണ് വെത്രാലുണ്ട് മാപ്പിളക്ക് വിഷയം കിട്ടേണ്ടി കണ്ടെങ്കിൽ ആ സമയത്ത് ഭയങ്കര വെറുത്തിട്ട് ഭയങ്കര ചോപ്പായിട്ട് അർശത്തിൽ തുള്ളിയോണ്ടിരുന്നാറ്. എന്റെ കാരണ അതങ്ങൾക്ക് പ്രസ്റ്റേജ് അല്ല, അങ്ങനെ പ്രസ്റ്റേജ് പുറത്തായിരിക്കേ. പെണ്ണ് വെച്ച വിഷയം കേട്ടെങ്ങനെയാവും ആ പെണ്ണിടെ ജീവത്തോടു കൂടി അതിലെ ജീവ പോകുകയാണ്. ടൈം കൊടുക്കാണ്ട് ജീവത്തോടു കൂടി പോയിട്ട് ഒരു കാലത്തിലായിട്ടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നക്ക് പെണ്ണിങ്ങാൻ ചൊല്ലെങ്കിൽ ഇഷ്ട. ഈ പെണ്ണിക്ക് പെണ്ണ് ഇത്ര സ്വതന്ത്രമായിട്ട് നടക്കൂ ആ പെർമിഷൻ കൊടുത്തത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ടേക്ക്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെർമിഷൻ കൊടുത്തെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ പെണ്ണ് ഭർത്തക്ക് പറഞ്ഞോ, എങ്ങനെ പെണ്ണ് റോട്ടിൽ നടക്കണോ, എങ്ങനെ മാപ്പിളിട്ട് വേണോ, എങ്ങനെ അപ്പമ്മലിട്ട് വേണോ, എങ്ങനെ കുടുംബത്തോട്ട് വേണോ, എങ്ങനെ മക്കളെ വളർത്തണോ, എല്ലാ വിഷയം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾക്ക് വഴിപാട്ടി തന്നത്. വിഷയത്തിലൊക്കെ ടൈമില്ല ആയെങ്കിലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്ങനത്തെ ഒരു കാലത്തിലായിട്ടേക്കരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങരെ ബന്ധരെ ഇതിനാലെ ഫാദുൽ ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഭാവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഭാവ കണ്ടിട്ടേക്കരെ എല്ലാവരും ബന്ധരെ സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന ഒരു മഹാൻ പിന്നെ വലിയൊരു മഹാനത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എഴുത്തുകാരായിട്ട് ആ സയ്യിദ് ഇബ്നു സാബിത്തിനെ ഒരാൾ പിടിച്ചിട്ട് സന്തൽ കൊണ്ടിട്ട് വിറ്റ് ಸಂತ ಅಪ್ಪ ಪಂಡು ಸಂತಲ್ಲಿ ಮನುಷ್ಯ ಮಾರಿ ಇಪ್ಪತ್ತೆ ಆಡು ಅದಿದಲ್ಲಿ ಬಿಕ್ಕಿರ പോലെ ಸಂತಲ್ಲಿ കൊണ്ടിട്ട് പിന്നെ ബുധവാര സംഘത്തെ ഗുരുവാರ ಸಂಘತೆ ಅಂತಲ್ಲ ಅಂತಲ್ಲ ಮೊದಲು ನಾಳೆ ಬುಧವಾರ ಸದ ಸುರತ್ಕಲ್ ನಂಗೆ ಭಿಕ್ಷಾ ಬರ್ತಿಕೊಂಡು ಬುಧವಾರ ಸಂಘತೆ ಆ ಸಂತಲ್ಲಿ ಬಂದುಂಟಾರು അങ്ങനെ പണ്ട് കാലത്തിൽ സംതല് മനുഷ്യന്മാരെ വിറ്റുകൊണ്ടിരുന്നത് അടിമ ആള് വിറ്റ് തീർത്തും ആളെന്തരാക്കരെ സ്വർത്തനായിട്ട് വെക്കരെ അങ്ങനെ സയ്യിദ് ഇബ്നു സാബിത്ത് എന്താക്കിയാറ് മഹദിയായ ഖദീജ ബീവിക്ക് കൊണ്ടിട്ട് കൊടുത്താർ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ സയ്യിദ് ഇബ്നു സാബിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നോർക്ക് കണ്ണിക്ക് അധികത്തിക്കല്ല സ്വർത്ത് കയറ്റിക്കിട്ട് അവിടെ ഖദീജ ബീവി മറ്റേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്തു അങ്ങനെ ഈ കിടാവ് ഒഴുകുടമേ വലിയായിട്ട് വന്നു ഈ കിടാവിടെ ആറ് പിടിച്ചിട്ട് വന്നിട്ട് കൊടുത്തുകൊണ്ട് വന്നില്ല ഏതായാലും ഈ കിടാവിടെ കാണാൻ മാറി അബ്ബ ഉമ്മ കുടുംബത്തെല്ല ഹൈറാനായിട്ട് ഇങ്ങനെ എല്ലാ മോത്തും നടന്നുകൊണ്ടിരുന്നാർ ഈ കിടാവിടെ തേടാകും എന്നിട്ട് ആ കിടാവിടെ അബ്ബ
പാട്ടുപാടിട്ട് നടന്നു എനിക്ക് കിടാവിടെ ഇഷ്ടം കിടാവിടെ കാണാത്ത ബേജാറില് ബഖൈതു അലാ സൈദി വലം അദ്രി മാ ഫുഇൽ അഹയ്യോ ഉർജാ അം അതാദൂനൽ അജൽ നന്റെ കിടാവ് എവിടെ പോയാ നന്റെ കിടാവ് എവിടെയെങ്കിൽ ഇതിലെ കുടുങ്ങിടാനാ അല്ലെ ഇവിടെ മരിച്ചിടാനാ ആ കിടാവിടെ കാണാതെ നക്ക് സതിക്കാല ബഖൈതു നനക്ക് ബുൾബുട്ടുകൊണ്ടുള്ള ഇങ്ങനെ പാടിയിട്ട് ഇങ്ങനെ ഇയാൾക്ക് മാനസിക പോലായിട്ട് ഈ കിടാവിടെ വിഷയത്തിൽ ഇങ്ങനെ പാടി പാടി നടക്കുമ്പോ ഒരു യാത്രക്കാര് കച്ചവടക്കാര് ഇങ്ങനെ നടന്നോണ്ട് മുമ്പ് ഈ പാട്ട് കേക്ക് അപ്പൊ ഈ പാട്ട് കേട്ടാകുമ്പോ ഈ കിടാവറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഉള്ളതായിട്ട് ഈ ആർക്കെ ഈ കച്ചവടക്കാർ കൊടുത്തുണ്ട് അങ്ങനെ എന്താ ചൊന്നാറ് ഈ ആൾ മനസ്സിൽ ഇങ്ങനെ പാടുമ്പോ അങ്ങ് ചൊന്നാറ് ഇന്നേ മൊത്തോറ് മുഹമ്മദൻ ചൊല്ലെ അയാൾ ഔട്ടുള്ളൂ നിങ്ങളെ കിടാവുണ്ട് നമ്മ ഞാൻ നോക്കിറാ പോയപ്പാട് അങ്ങനെ ചുരുക്കി ചെന്നെങ്കിൽ ആ കിടാവിടെ വിളിക്കുകയറ്റി കുഞ്ഞാബ അബ്ബ ഞങ്ങളുടെ കുടുംബക്കാർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ചരിത്രം അത് ഞാൻ ചുരുക്കിയുണ്ട് ടൈമില്ലല്ലേ അങ്ങനെ വന്നിട്ട് ആ കിടാവിടെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ചിട്ട് ആ കിടാവിടെ ഇങ്ങനെ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് ചൊല്ലാറ് നന്റെ കിടാവിടെ നിങ്ങ വിട്ടു തരണോ ആ സമയത്ത് കിടാവിട്ട് കേക്കര് മോണ നിന്റെ അബ്ബവും കുഞ്ഞബ കുടുംബത്തങ്ങളെ വന്നിറാറ് ഞങ്ങളിട്ട് പോണ്ടേ ആ സമയത്ത് ആ കിടാവ് എന്തൊരു ചെന്നറേ ನಾನು ಈ ಮಹಾನಾಯ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ തങ്ങളെ വിട്ടിട്ട് നാ എവിടെയും പോണ്ടില്ല ನಾನು ನನ್ನ ಅಪ್ಪರೂಟം പോണ്ടില്ല ನನ್ನ കുടുംബത്തോട്ടും ನನ್ನ ഉമ്മറോട്ടും നാ പോണ്ടില്ല നക്ക ഇതേ നബിയാവും കാരണം എന്തേ ആ നബിയുടെ സ്വഭാവ ആ മക്കൾക്കുള്ളൊരു സ്വഭാവ നബിരെ അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയങ്ങളെ ബഹുമാനിക്കണോ ചെറിയങ്ങളെ കരുണ കാട്ടണോ ഞങ്ങൾക്ക് വെളിയങ്ങ പറയുമ്പോ ഒരു ബഹുമാനം ഉണ്ടാ ഒരു വയസ്സിലങ്ങ പറയുമ്പോ എനിക്ക് നിൽക്കലുണ്ടോ ഞങ്ങ കാലമേൽ കാലിട്ട് അത് രണ്ട് കാലം ഒട്ടിയിട്ട് അങ്ങനത്തെ കാലം ഇന്നത്തെ കാലം അതിന് ഉസ്താദ്മാർ വന്നാറ് ക്ലാസ് വിട്ടിട്ട് ക്ലാസ് നിൽക്കുമ്പോൾ അടിയിൽ പേടിക്കാൻ ഇങ്ങോട്ടില്ലാത്തതുണ്ട് ക്ലാസ് വിട്ടിട്ട് മാത്രം ഞങ്ങൾ അഞ്ഞെത്തി തരില്ലെങ്കിൽ എനിക്ക് നിൽക്കുന്ന പ്രശ്നമില്ല ഇത് വെച്ചോണ്ടിരിക്കുക അങ്ങ് ഇന്ന് പോയി എന്നോ അങ്ങനത്തെ കാലഘട്ടത്തിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിരിയങ്ങളെ കണ്ടെങ്കിൽ ബഹുമാനിക്കണോ അതേപോലെ ചെറിയങ്ങളെ കണ്ടെങ്കിൽ ബഹുമാനി ഇതാക്കണോ കർണ കാട്ടണോ കിർഫ കാട്ടണോ ആ കിർഫയ്ക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിയത് അപ്പൊ ഞങ്ങൾ എന്താക്കണോ ചെറിയ മക്കളുടെ കിർഫ കാട്ടണം ഇപ്പടോ എത്ര മക്കൾ ഇഞ്ഞുള്ള ഓടും ഞങ്ങ ഈ ഉസ്താദ്മാർ എത്ര സബർ വേണം നിങ്ങൾക്ക് നോക്കണം രണ്ട് മക്കൾ നിങ്ങൾക്ക് ഔത്തു ഇതാക്കാൻ സാധ്യത ഉണ്ടാകും ഞങ്ങൾ ഓത് പാട്ടുമ്പോ അന്ന് അഞ്ഞെത്തിട്ട് ഉസ്താദ് അവൻ ചിക്ക ഒന്ന് ഇതാക്ക എന്തെല്ലാം ആക്കാറോ അപ്പൊ ഞങ്ങൾക്ക് എത്ര സബർ വേണം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരുണ കാട്ടണം എതിരെ മക്കളിട്ട് ആണ് കരുണയോടുകൂടി ഇത് ഏതെങ്കിലും ഒരു മക്ക ഈ ഫജീറിൽ വന്ന് ദർശനം മക്ക പോലല്ലേ ഞങ്ങൾ ദർശനം വിട്ടിട്ട് പോകേണ്ടതില്ല ഇനി വർഷം അപ്പുറത്തെ ദർശനം പോകണമെങ്കിൽ ഞങ്ങൾ കൂടിയേ വേണ്ടാകും അങ്ങനത്തെ മക്ക ഞാൻ 4 ഉസ്താദ്മാർ അങ്ങനെ മക്കൾ ആ സന്ദർഭത്തിൽ മാത്രം ഞങ്ങൾ അപ്പൊ ആ മക്കളെ നിങ്ങൾ ചന്തത്തിൽ മദ്രസ കടത്തണോ പരിശുദ്ധ ഖുർആനിലെ നിങ്ങൾ ജാമത്തിൽ ഓതുപാട്ടണോ നാളെ ഈ 1.5 ഗಂಟೆയിൽ എന്താക്കോ സാധ്യമില്ല അത് വിഷയം പിന്നെ ഉസ്താദ് ചൊല്ലു അപ്പൊ നിങ്ങൾ എന്താക്കണോ ഇനി മദ്രസ രജന്റെ ടൈമുള്ളൂ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ശനിയാഴ്ച പറഞ്ഞ മക്കൾ ഓതു സമാവില്ല എന്റെ കാരണം വെള്ളിയാഴ്ച നിങ്ങൾ ഉമ്മ അബ്ബമാര് അതിന് ഇതാക്കില്ല ഞങ്ങളെ സ്കൂളിൽ കുറെ എഴുതുണ്ടല്ലോ ഉസ്താദ് ഇതവിടെ കേട്ടില്ല ചില മക്കൾ എഴുതിട്ട് വേണ്ടപ്പ സുബേസ്കരിച്ച് എഴുതി വേണ്ട ആ തൂക്കത്തില് എല്ലാം കൂടെ അടിച്ചു പോകുന്നുണ്ട് പേടിക്ക് മാത്രം അതെല്ലാം നിങ്ങൾ കറക്റ്റ് ആക്കണോ നമുക്ക് ചൊല്ലുക ടൈമില്ല ഭയങ്കര ടൈമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് ഈ മജ്ലിസിൽ കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടട്ടെ വയസ്സന്മാരെയും ബാലക്കാരെയും പെണ്ണുങ്ങളെയും മക്കളെയും എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എല്ലാ നിയമത്തിനെയും മറച്ചു വെക്കുന്ന ഒരു ലിക്കായുണ്ട് അള്ളാഹുടെ ലിക്കാവ് അത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും എത്തുപാടി തരട്ടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മലയാളം ಹಾಡಿಗಾಗಿ ಚೆಸ್ ನಂಬರ್ 101 and 102 ಸೈರಾಸ್ and ಹಿಶಾಮ್ ನಬಿಯೇ ನಬಿಯೇ ಸಲ್ಲಲ್ಲಾಹು ಸಲ್ಲಿ ಅಲೈಹಿ ಯಾ
മുത്തറസൂലിൻ ജന്മദിനം സത്യാബീബി വംശജനം പാടുക പറയുക കുട്ടികളെ മുത്തറസൂലിൻ മധുകളെ ഒന്നിച്ചോതുക കൂട്ടരെ ഞാൻ സത്യാബീബി മൗലിദുകൾ നബിയേ നബിയേ സല്ലല്ലാഹ് സല്ലി അലൈഹി യാ അല്ലാഹ്. ഓരോ ദിവസം എല്ലാവർക്കും ഫർഹാനല്ലോ നിസ്കാരം സമയം തെറ്റാൻ പാടില്ല ഒരുവാൻ കാലം പാടില്ല നബിയേ നബിയേ സല്ലല്ലാഹ് സല്ലി അലൈഹി യാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്റെ റസൂലിനെ കാണാൻ എന്തോ രസം, എന്റെ ഹബീബിനെ കാണാൻ എന്തോ ചന്തം. ആമിനന്റെ പൂമോനെ ബാബ അബ്ദുള്ളന്റെ തേൻമോനെ എന്റെ റസൂലിനെ കാണാൻ എന്തോ രസം, എന്റെ ഹബീബിനെ കാണാൻ എന്തോ ചന്തം. ആമിനന്റെ പൂമോനെ ബാബ അബ്ദുള്ളന്റെ തേൻമോനെ ദയയിലെല്ലാവർക്കും അൽആമീൻ. മന്നീറഹമത്തിലാലമീനെ മക്കയിലെല്ലാവർക്കും അൽആമീനെ. മന്നീറഹമത്തിലാലമീനെ മുത്തു മുഹമ്മദ് റസൂലെ കൽബിൻ സത്തായ ത്വാഹ റസൂലെ എന്റെ റസൂലിനെ കാണാൻ എന്തോ രസം, പിന്നെ കാണാൻ എന്തോ രസം. ആമിനന്റെ പൂമോനെ ബാബ അബ്ദുള്ളന്റെ തേൻമോനെ മദീന റൗളയിൽ മയങ്ങിടുന്ന മതിപ്പോലൊളിലെങ്ങും പോകുകമേ. മദീന റൗളയിൽ മയങ്ങിടുന്ന മതിപ്പോലൊളിലെങ്ങും പോകുകമേ. എന്നറിവാണേ നബി ആ ചുണ്ടും കൊണ്ട് മുത്തം തരാനേ. എന്റെ റസൂലിനെ കാണാൻ എന്തോ രസം, എന്റെ ഹബീബിനെ കാണാൻ എന്തോ ചന്തം. ആമിനന്റെ പൂമോനെ ബാബ അബ്ദുള്ളന്റെ തേൻമോനെ. അസ്സലാമു അലൈക്കും. വെള്ളി നിലപ്പോൾ സുന്ദരന് പൂവെന്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമണി നീറിൻ ചെണ്ടതുപോലെ ചെമ്മലര്യാസീനമ്പിളിയേ ചെമ്മലര്യാസീനമ്പിളിയേ. വെള്ളി നിലപ്പോൾ സുന്ദരന് പൂവെന്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമണി നീറിൻ ചെണ്ടതുപോലെ ചെമ്മലര്യാസീനമ്പിളിയേ ചെമ്മലര്യാസീനമ്പിളിയേ. പാൽനില പോലെ ലിംഗിടുന്നോരേ ആലം വയ്ത്തുന്നു നിറദീപം ചാർത്തുന്നു. പാൽനില പോലെ ലിംഗിടുന്നോരേ ആലം വയ്ത്തുന്നു
സുന്ദരന് പൂവെമ്പ നിറഞ്ഞൊരു ചെമ്പകമോ ചമണി നീറിൻ ചെണ്ടതുപോലെ ചെമ്മലരാസീനമ്പിളിയേ ചെമ്മലരാസീനമ്പിളിയേ മാമരങ്ങളൊരു സ്ഥലം എന്റെ തോതിലെ മല പോട്ടിടുന്നു എന്നിൽ താരകങ്ങളെ ഹാഷ്യം കുറേശിവിലെ ചെമ്മലർന്നുറേ ആരിൽ പിരിശമേകും തങ്ക സിറജ് മാമരങ്ങളൊരു സ്ഥലം എന്റെ തോതിലെ മല പോട്ടിടുന്നു എന്നിൽ താരകങ്ങളെ ഹാഷ്യം കുറേശിവിലെ ചെമ്മലർന്നുറേ ആരിലും പിരിശമേകും തങ്ക സിറജ് പാതില പോലെ ലംഘിടും നോവേ ആഴമായി തൊന്നു നിറദീപം ചാർത്തുന്നു വെള്ളി നിലപ്പോൾ സുന്ദരന് പൂവെമ്പ നിറഞ്ഞൊരു ചെമ്പകമോ ചമണി നേറിൻ ചെണ്ടതുപോലെ ചെമ്മലരാസീനമ്പിളിയേ ചെമ്മലരാസീനമ്പിളിയേ 40 തെളിഞ്ഞു വല്ല നൂറിൻ പൊലിവ് നായകൻ തെളിച്ചെറിഞ്ഞ പുണ്യതതില് നന്മത്തിന്മ വേർതിരിവ് കാട്ടിക്കോണിലെ നന്മയുടെ പാദമെന്ന് കാട്ടി റസൂല് 40 തെളിഞ്ഞു വല്ല നൂറിൻ പൊലിവ് നായകൻ തെളിച്ചെറിഞ്ഞ പുണ്യതതില് നന്മത്തിന്മ വേർതിരിവ് കാട്ടിക്കോണിലെ നന്മയുടെ പാദമെന്ന് കാട്ടി റസൂല് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഷഫീഅല്ലാഹ് യാ നജിയല്ലാഹ് വെള്ളി നിലപ്പോൾ സുന്ദരന് പൂവെമ്പ നിറഞ്ഞൊരു ചെമ്പകമോ ചമണി നീറിൻ ചെണ്ടതുപോലെ ചെമ്മലരാസീനമ്പിളിയേ ചെമ്മലരാസീനമ്പിളിയേ അസ്സലാമു അലൈക്കും. അറിയാമോ നിങ്ങൾക്കറിയാമോ മുത്തുനബിയുടെ പേരെന്ത്? അറിയാലോ ഞങ്ങൾക്കറിയാലോ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ്. അറിയാമോ നിങ്ങൾക്കറിയാമോ നബിയുടെ ഉപ്പ ആരാണ്? അറിയാലോ ഞങ്ങൾക്കറിയാലോ നബിയുടെ ഉപ്പ അബ്ദുള്ള. അറിയാമോ നിങ്ങൾക്കറിയാമോ നബിയുടെ ഉമ്മ ആരാണ്? അറിയാലോ ഞങ്ങൾക്കറിയാലോ നബിയുടെ ഉമ്മ ആമി നബി. അറിയാമോ നിങ്ങൾക്കറിയാമോ എവിടെ ജനിച്ചു മുത്തു നബി? അറിയാലോ ഞങ്ങൾക്കറിയാലോ മുത്തിൻ ജനനം മക്കത്ത്. അറിയാമോ നിങ്ങൾക്കറിയാമോ എവിടെ വഫാത്തായി മുത്തു നബി? അറിയാലോ ഞങ്ങൾക്കറിയാലോ നബി തൻ വഫാത്ത് മദീനത്ത്. അസ്സലാമു അലൈക്കും. കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യത്തേത് ഞാൻ അള്ളാഹുവിനോട് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ധാരാളം പഠിപ്പിച്ചു. എന്റെ ഈ കൊച്ചു പുസ്തകത്തിൽ അതെല്ലാം സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധിഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അത് വെറുതെ പറയുക മാത്രമല്ല, അത് ജീവിതത്തിൽ കാണിച്ചു തരുകയും ചെയ്തു.
തങ്ങളുടെ ശത്രുക്കൾ പോലെ അൽ അമീൻ എന്ന് വിളിച്ചത്. ഒരിക്കൽ ഒരാൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാ തെറ്റിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ല നബിയെ. എനിക്ക് ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ എനിക്ക് മാറി നിൽക്കാൻ കഴിയൂ നബിയെ. അപ്പോൾ നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത്. ആ ഒരു തെറ്റിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കരുത്. അത് കേട്ട ആ ഒരാൾക്ക് സന്തോഷമായി. കള്ളം പറയാതിരുന്നാൽ മതിയല്ലോ, ബാക്കി തെറ്റുകൾ ചെയ്യല്ലോ. അയാൾ അങ്ങനെ മോഷ്ടിക്കാൻ എന്ന ഉദ്ദേശത്തോടെ പോകുകയായിരുന്നു. അപ്പോൾ നബിയുമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഓർമ്മ വന്നു. നാളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോഷ്ടിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അയാൾ മോഷണ ശ്രമത്തിൽ പിന്മാറി. തെറ്റുകൾ ചെയ്യുമ്പോൾ നബിയുമായിട്ടുള്ള ഒരു കരാറ് അദ്ദേഹത്തിൽ ഓർമ്മ വരികയും സ്വാലിയായ മനുഷ്യനായി ജീവിക്കുകയും തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും സ്വാലിയായ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു. ഇത്ര പറഞ്ഞ് എന്നെ കുറച്ച് അവസാനിപ്പിക്കുന്നു. Respected chairman, teachers and all my dear friends, Assalamu alaikum wa rahmatullahi wa barakatuh. Today is birthday of our Prophet Muhammad Mustafa sallallahu alaihi wasallam. In this celebration, I would like to share something about Prophet Muhammad Mustafa sallallahu alaihi wasallam. May Allah bless us, Ameen. Muhammad Mustafa sallallahu alaihi wasallam is a prophet sent from Allah to all humankind. He is the last prophet. He was born in Makkah year 570. He was teached by his uncle Abdul Muttalib, who was from a tribe called Quraysh. Muhammad Mustafa sallallahu alaihi wasallam was illiterate, and most of people that time illiterate too, but he was famous for being truthful, trustworthy, confident and generous. He used to help the poor by giving them charity. He used to play with children and make them happy. He was so honest and sincere, except that people called him trustworthy. May Allah bless us with this. I conclude my speech. Assalamu alaikum. ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಿರುವಂತಹ ಧರ್ಮಗುರುಗಳಿಗೂ ಹಾಗೆಯೇ ರೆಹಮಾನಿಯಾ ಜುಮ್ಮಾ ಮಸೀದಿಯ ಅಧ್ಯಕ್ಷರಿಗೂ JFA ಇದರ ಮಿತ್ರರಾದಂಥ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳಿಗೂ ಮಸೀದಿಯ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳಿಗೂ ಸದಸ್ಯರಿಗೂ ಕೂಡ ಈದ್ ಮಿಲಾದ್ನ ಶುಭಾಶಯಗಳನ್ನು ಹೇಳ್ತಾ ಶ್ರೀಕೃಷ್ಣ ಭಜನಾ ಮಂದಿರ ರಿಜಿಸ್ಟರ್ಡ್ ಸುದರ್ಶನ್ ನಗರ ಪಜೀರು ಇದರ ಅಧ್ಯಕ್ಷೀಯ ನೆಲೆಯಲ್ಲಿ ನನಗೆ ಇಲ್ಲಿ ಮಾತಾಡಲಿಕ್ಕೆ ಅವಕಾಶವನ್ನು ನೀಡಿದ್ದಕ್ಕಾಗಿ ತಮಗೆ ತುಂಬು ಹೃದಯದ ಕೃತಜ್ಞತೆಗಳನ್ನು ಅರ್ಪಿಸ್ತಾ ಪವಿತ್ರವಾದಂಥ ಚಾಂದ್ ಎನ್ನುವಂಥ ಈ ಶುಭಗಳಿಗೆ ಮಕ್ಕದಲ್ಲಿ ಜನಿಸಿದಂಥ ಮುಹಮ್ಮದ್ ಪೈಗಂಬರ್ರವರ
ಒಂದು ಜನ್ಮದಿನೋತ್ಸವವೂ ಕೂಡ ಹೌದು. ಹಾಗೆಯೇ ಮದೀನದಲ್ಲಿ ಅವರು ಸ್ವರ್ಗವನ್ನು ಸೇರಿದಂತಹ ದಿನವೂ ಕೂಡ ಹೌದು. ಈ ಸಂದರ್ಭದಲ್ಲಿ ಈದ್ ಮಿಲಾದ್ ಹಬ್ಬವನ್ನು ಒಂದು ಮಕ್ಕಳಿಗಾಗಿ ಈ ವೇದಿಕೆಯಲ್ಲಿ ಅವರ ಪ್ರತಿಭೆಗಳನ್ನು ಹೊರತರಲಿಕ್ಕೆ ಉತ್ತಮವಾದಂತಹ ಒಂದು ಅವಕಾಶವನ್ನು ಕಲ್ಪಿಸ್ತಾ ಇದ್ದೀರಾ. ನಿಮಗೆಲ್ಲರಿಗೂ ಕೂಡ ವೈಯಕ್ತಿಕ ನೆಲೆಯಲ್ಲಿ ಕೃತಜ್ಞತೆಗಳನ್ನು ಅರ್ಪಿಸ್ತಾ ಕೆಲವೊಂದು ಸಂದೇಶಗಳನ್ನು ನಾವು ಇಲ್ಲಿ ಪಕ್ಕದ ಮನೆಯವರಾದ್ರಿಂದ ನಮಗೆ ಹಿಂದೆ ಉಮ್ಮರ್ ಫಜೀರ್ ರವರಾಗಿರ್ಬೋದು ಅಥವಾ ಅಬ್ದುಲ್ ರಜಾಕ್ ರವರಾಗಿರ್ಬೋದು ಅವರ ಒಂದು ಕನ್ನಡದ ಸ್ಪಷ್ಟವಾದಂಥ ಒಂದು ಭಾಷಣಗಳಿಂದ ನಾವು ಕೇಳಿ ತಿಳಿದುಕೊಂಡಂಥ ಒಂದು ಅನುಭವದ ಆಧಾರದ ಮೇಲೆ ಹಲವಾರು ಸಂದೇಶಗಳನ್ನು, ಉತ್ತಮ ಸಂದೇಶಗಳನ್ನು ಜೀವನದಲ್ಲಿ ಅಳವಡಿಸುವಂಥದ್ದು. ಪಕ್ಕದ ಮನೆಯವರು ಹಸಿದಿರುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ತನ್ನ ಮನೆಯಲ್ಲಿ ಹೊಟ್ಟೆ ತುಂಬ ಊಟವನ್ನು ಮಾಡಬಾರದು ಅನ್ನುವಂಥ ಒಂದು ಸಂದೇಶ. ಎಲ್ಲ ಪರಿಸರದ ಒಂದು ಮನುಷ್ಯರಲ್ಲಿಯೂ ಕೂಡ ಯಾವುದೇ ರೀತಿಯ ಜಾತಿ ಮತ ಭೇದ ನೋಡದೆ ಎಲ್ಲರನ್ನೂ ಸಮಾನವಾಗಿ ಕಾಣುವಂತಹ ಒಂದು ಪರಿಕಲ್ಪನೆ. ಇನ್ನು ಮುಂದಕ್ಕೂ ಕೂಡ ಎಲ್ಲರೂ ಕೂಡ ಸಾಮರಸ್ಯದಿಂದ ಬಾಳುವಂತಾಗಲಿ. ಉತ್ತಮ ಸಂದೇಶಗಳು ಈ 60 ವರ್ಷಗಳಿಂದ ಮೇಲ್ಪಟ್ಟಂಥ ಮಸೀದಿಯಿಂದ ಇನ್ನಷ್ಟು ಪ್ರತಿಭೆಗಳನ್ನು ಹೊರತರುವಂಥ ಒಂದು ಒಳ್ಳೆಯ ಕೆಲಸ ಆಗಲಿ. ಇದಕ್ಕೆ ನಾವು ನಂಬಿಕೊಂಡು ಬಂದಂಥ ಶ್ರೀಕೃಷ್ಣ ಪರಮಾತ್ಮನ ಆಶೀರ್ವಾದದ ಜೊತೆಯಲ್ಲಿ ಅಲ್ಲಾಹನ ಆಶೀರ್ವಾದ ಕೂಡ ಇರಲಿ ಅನ್ನೋ ಶುಭ ಹಾರೈಕೆಯನ್ನು ಮಾಡ್ತಾ ನನ್ನ ಈ 2 ಮಾತನ್ನು ಮುಕ್ತಾಯಗೊಳಿಸ್ತಿದ್ದೇನೆ. ಜೈ ಹಿಂದ್. ಅಧ್ಯಕ್ಷರು ಆದಂತಹ ವಿಜೇತ್ ಪಜೀರ್ ಇವರಿಗೆ ಕೃತಜ್ಞತೆಗಳು. ಅನಾಥ ಮಕ್ಕಳ ಮುಂದೆ ಸ್ವಂತ ಮಕ್ಕಳನ್ನು ಮುದ್ದಾಡದಿರಿ ಎಂದು ಬೋಧಿಸಿದವರು ನಮ್ಮ ಪ್ರಾಣ ಪ್ರವಾದಿ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ. ಇದೀಗ ಚೆಸ್ ನಂಬರ್ 112 113. மன்ன வந்து பெண்ணிலாவு மட்டு காண காரபா லெங்கிடுன்னோரே லெங்கிடுன்னோரே மக்களுரை சீகலன்ம மன்னவானே தீகரைக்கும் ஹக்கின்றாது ahadaya
ഇഷ്കിന്റെ തീരത്ത് ഈത്താമരങ്ങളിൽ ഈത്തപ്പഴയോലായിരുന്നെങ്കിൽ ഞാൻ ഇഷ്ടം പറയോല എൻ്റെ ഹബീബിലെ ഇത് നെഞ്ചിൽ തീർത്തരും ആനാമയങ്ങുന്നു ആദായ നാദാനി എന്നും തുടക്കാനെ ആടൽ റസൂലിന്റെ റൗളയെ കാണാനെ ആരംഭപ്പൂവിന്റെ നാടൊന്ന് കണ്ടിടാൻ അർഹമർ റഹീമേ തൗഫീഖ് നൽകാനേ ആദായ നാദാനി രണ്ടും തുടക്കാനേ ആടൽ റസൂലിന്റെ റൗളയെ കാണാനേ ആരംഭപ്പൂവിന്റെ നാടൊന്ന് കണ്ടിടാൻ അർഹമർ റഹീമേ തൗഫീഖ് നൽകാനേ. ಅಸ್ಸಲಾಮಲೈಕುಂ. ನನ್ನ ಪ್ರೀತಿಯ ಅಧ್ಯಕ್ಷರೇ, ಗುರುಗಳು, ಹಿರಿಯರೇ, ಕಿರಿಯರೇ, ಅಸ್ಸಲಾಮಲೈಕುಂ. ಪ್ರೀತಿಯರೇ, ಹಿರಿಯರೇ, 570 ರಬಿಯುಲ್ ಅವ್ವಲ್ 12ರಂದು ಈ ಜಗತ್ತಿಗೆ ಆಮಿನಾ ಬೀವಿಯ ಸುಪುತ್ರನಾಗಿ ಜನ್ಮ ತಾಳಿದ ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ಸ್ಮರಣೆಯನ್ನು ಕೊಂಡಾಡಲು ನಾವು ಆಗಮಿಸಿದ್ದೇವೆ. ಪ್ರಿಯರೇ, ಈ ಸ್ವಭಾವ ನಮ್ಮಲ್ಲಿ ನೆಲೆಯುವಬೇಕು. ಅದಕ್ಕೆ ಪ್ರಿಯರೇ, ಒಂದು ವಿಭಾಗಕ್ಕೆ ಅಥವಾ ಒಂದು ಸಮೂಹಕ್ಕೆ, ಒಂದು ಊರಿಗೆ ನೇತಾರಾಗಿ ಮಾತ್ರ ನೇಮಕರಾದರು ನಮ್ಮ ನಬಿ ಅಲ್ಲ. ಇಡೀ ಸಕಲ ಜಗತ್ತಿಗೆ ನೇತಾರಾಗಿ ಅಲ್ಲಾಹನ ಆ ನಬಿಯನ್ನು ಕಳಿಸಿದ್ದಾರೆ. ಸ್ವಭಾವಿಯಾದ ಆ ನಬಿಯನ್ನು ಅಂತ ಅಮೀನ ನೀನು ವಿಶ್ವಸ್ತನು ಎಂಬ ಬಿರುದನ್ನು ನಬಿಯ ಮುಂಚೆ ಜನಕಾರಿದ್ದರು. ಒಂದು ದಾರಿಯಲ್ಲಿ ನಡೆಯುತ್ತಿರುವಾಗ ದಾರಿಯಲ್ಲಿರುವ ತೊಂದರೆಯನ್ನು ನಿವಾರಿಸುವುದು ನಬಿಯ ಉತ್ತಮ ಗುಣವಾಗಿತ್ತು. ಪ್ರಿಯರೇ, ಈ ಸ್ವಭಾವ ನಮ್ಮಲ್ಲಿ ನೆಲೆಯುವಬೇಕು. ಅದಕ್ಕೆ ಅಲ್ಲಾಹು ತೌಫೀಕ್ ನೀಡಲಿ. ನಮ್ಮ ಅಕೀದ ಚೆನ್ನಾಗಿಸಲಿ. ಆಮೀನ್. ಅಸ್ಸಲಾಮಲೈಕುಂ. ಗೌರವಾನ್ವಿತ ಅಧ್ಯಕ್ಷರೇ, ಉಸ್ತಾದುಮಾರೆ, ನನ್ನ ಬಿರುದ ಚಂಗಾಯಿಮಾರೆ, ಮುತ್ತನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ തങ്ങളെ മീലാദുൻ നബി കൊണ്ടാടിയായിട്ടിക്കൽ ഈ ഖൈറായ നാളത്ത് മുത്തനബി പ്രസത് കൊടുത്തിട്ട് ഒന്ന് രണ്ട് പലക്ക് ചന്തനി പാടുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആമീൻ. പരിശുദ്ധ ചങ്ങായിമാരെ, അല്ലാഹു അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മീലാദുൻ നബി കൊണ്ടാടിയായിട്ടിക്കൽ ഈ ഖൈറായ നാളത്തിലും മുത്തനബി പ്രസത് കുറിച്ചിട്ട് ഒന്ന് രണ്ട് പലക്ക് ചന്തനി പരിശുദ്ധ ചങ്ങായിമാരെ, അല്ലാഹു അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ റഹ്മത്തായിട്ട് കടത്തിയ ഇത് അല്ലാഹു ഖുർആനിൽ വ്യക്തമായിട്ട് ചൊല്ലും. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഓ നബിയെ, ഈ ദുനിയ റഹ്മത്തായിട്ടല്ലാണ്ട് ഞങ്ങൾ തങ്ങളെ കടത്തിയിട്ടില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന്മാർക്ക് മാത്രമായിട്ട് റഹ്മത്തായിട്ട് വന്ന ആളല്ല. കൂടെയുള്ള മൃഗവും പക്ഷികളും ബാക്കിയുള്ള സർവ്വസൃഷ്ടി അല്ലാണ്ട് ഹബീബ് റഹ്മത്തായിട്ട് വന്ന ആളിട്ടിക്കരു. ഒരു നാൾ ഒരു ജിങ്ക മുത്തനബി മുട്ട ബേജാറിൽ ചൊല്ലു. ഓ നബിയെ, ഒരു ಬೇಡನಂಡು ಕೊಲ್ಲವು ನೋಕಿಕೊಂಡುಲ್ಲ. ಮುತ್ತನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತನ್ನ ಆ ಬೇಡನ ಬಿಳಿಸಿದ್ದು ಆ ಜಿಂಕೆರು ಕೊಲ್ಲೋ ಚಂತು, ಆ ಜಿಂಕೆರು ಕೊಲ್ಲೋ ತೀರಾನ್ ಚಂತು. ಇದುപോലെ ಮುತ್ತನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತನ್ನ ರಹಮತ್ ಕಾಡಿ ಸೇರಿದ್ರೆ ನಾವು ಸುಮಾರು ಬಂದುಂಡು. ಆ ನಬಿಯ ಬಿಡಿಸಬೇಕು. ಆ ನಬಿಯ ಮೇಲೆ ಸಲಾತ್ ಚಲಾವು ನಾವೆಲ್ಲರೂ ಬೆರ್ತದೆ. ಯಥಾರ್ಥ ಅಹ್ಲು ಸುನ್ನತ್ ವಲ್ ಜಮಾತ್ ನಾವೆಲ್ಲರೂ ಬೆರ್ತದೆ. ಇತರ ಜನತೆ ನನ್ನ ಜಂಡು ಬಲಕತೆ ನಿಪಾಟ್ರ. अस्सलामु अलैकुम. या रब्बी बिल मुस्तफा व फातिमा ज़हरा अज्जिल लना बि नज़रा नज़रा या अबा ज़हरा. या रब्बी बिल मुस्तफा
يا فاطمة الزهراء رئيسة المؤمنات يا فاطمة الزهراء يا ربي بالمصطفى وفاطمة الزهراء أجل لنا بنظرة نظرة يا أبا زهراء زوجة علي المرتضى يا فاطمة الزهراء محبة الفقراء يا فاطمة الزهراء يا ربي بالمصطفى وفاطمة الزهراء أجل لنا بنظرة نظرة يا أبا زهراء يا أم أهل البيت يا فاطمة الزهراء محبة الفقراء يا فاطمة الزهراء يا ربي بالمصطفى وفاطمة الزهراء أجل لنا بنظرة نظرة يا أبا زهراء قرة عين المصطفى يا فاطمة الزهراء رهيبة الفقراء يا فاطمة الزهراء يا ربي بالمصطفى وفاطمة الزهراء أجل لنا بنظرة نظرة يا أبا زهراء يا من أهابت بابها بالشوك وشتات يا بالهدي المصطفى وفاطمة الزهراء يا ربي بالمصطفى وفاطمة الزهراء أجل لنا بنظرة نظرة يا أبا زهراء أنتم وسيلتنا الغدا عند المجتبى شفيعة المؤمنين يا فاطمة الزهراء يا ربي بالمصطفى وفاطمة الزهراء أجل لنا بنظرة نظرة يا أبا زهراء يا ربي بالمصطفى وفاطمة الزهراء أجل لنا بنظرة نظرة يا أبا زهراء يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم السلام عليكم السلام عليكم നെഞ്ചിനുള്ളിൽ കൊണ്ട് ഇഷ്കിൽ കോർത്തുരമ്പ് പ്രേമ കാവ്യമാണേ മുത്ത് താനോര് അന്നാ മരുഭൂമിയിൽ പെയ്ത മരയായിടാം കണ്ണിൽ ഹിമ പാടിയ നെയ്യാം കുളിരോർമകൾ നെഞ്ചിനുള്ളിൽ കൊണ്ടേ ഇഷ്കിൽ കോർത്തുരമ്പ് പ്രേമ കാവ്യമാണേ മുത്ത് താനോര് മക്കത്തെ കുന്നിന്റെ ചോട്ടില് ഒറ്റക്ക് നിന്നിലെ ആറ്റല് അതോണ്ട് വിളിയാലും കാറ്റില് തഴുന്നു നബിയോരെ ചേലില് മക്കത്തെ കുന്നിന്റെ ചോട്ടില് ഒറ്റക്ക് നിന്നിലെ ആറ്റല് അതോണ്ട് വിളിയാലും കാറ്റില് തഴുന്നു നബിയോരെ ചേലില് വദനമിൽ തിരുമനവേ മുഹബത്തിൻ കനിമരവേ അതരമിലൊരുകി വരും നിരയുടെ മധുമൊഴിയേ കിസ്മത്തി കരയോളം കാരുണ്യ തിരയായി നബി ഇന്നോളം എന്നുള്ളം പെയ്ത കവർന്നു ഹബീ നെഞ്ചിനുള്ളിൽ കൊണ്ട്
കൊണ്ടേ ഇഷ്കിൽ കോർത്തുരമ്പ് പ്രേമ കാവ്യമാണേ മുത്ത് താനൂര് നാളെ കിതാബിന്റെ കയ്യില് നൽകുമ്പോൾ തേങ്ങുന്നു ഉള്ളില് ചിരിയോടെ ചാരെ ദൂതര് കരയുന്നു കഫരത്തിൻ കൂട്ടര് നാളെ കിതാബിന്റെ കയ്യില് നൽകുമ്പോൾ തേങ്ങുന്നു ഉള്ളില് ചിരിയോടെ ചാരെ ദൂതര് കരയുന്നു കഫരത്തിൻ കൂട്ടര് സിദരത്തിൻ കടലകമേ മരതകം വിരിച്ചവരെ കൊതിക്കുന്നു ഔദരികെ പ്രണയത്തിൻ കടലകമേ ഉമ്മത്തി എന്നോദി തേങ്ങിലയാട്ടൽ നബി ഇന്നോളം മിന്നുള്ളം പെയ്താക്കവർന്നു ഹബീ നെഞ്ചിനുള്ളിൽ കൊണ്ടേ ഇഷ്കിൽ കോർത്തുരമ്പ് പ്രേമ കാവ്യമാണേ മുത്ത് താനൂറ് പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ സഹപാഠികളെ, ഇന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനത്തെക്കുറിച്ച് ഒരു കൊച്ചു കഥ പറയാൻ വന്നിരിക്കുന്നു. കഥയുടെ പേര് ദയാലുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുകയായിരുന്നു. ഒരു വീടിന്റെ മുറ്റത്തെ ഒരു പുള്ളിമാന് കെട്ടിയിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. പുള്ളിമാന്റെ അകടിൽ പാൽ നിറഞ്ഞിരിക്കുന്നതും കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ആ പുള്ളിമാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ 2 മക്കളും കാട്ടിൽ ചെന്നിരിക്കുകയാണ്. അതിനാൽ ഈ വീട്ടുകാരോട് ഒന്ന് എന്നെ അയച്ചിടാൻ പറയണം. ഞാൻ കാട്ടിൽ പോയി കുട്ടികൾക്ക് പാല് കൊടുത്തു വരാം. ഇത് കേട്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാരോട് ചോദിച്ചു. വീട്ടുകാർ സമ്മതിച്ചു. അതിനയച്ചു വിട്ടു. ആ പുള്ളിമനോട് ചമ്മക്കൾക്ക് പാല് കൊടുത്തു. എന്നിട്ട് അത് തെറിച്ചു വന്നു. അതിനെ കെട്ടിടേണ്ട സ്ഥലത്ത് അത് വന്നു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് അത് കണ്ട് ഭയങ്കര സങ്കടം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് അത് കണ്ട് ഭയങ്കര സങ്കടം വന്നു. ആ പുള്ളിമാന് വില കൊടുത്ത് മേടിച്ചു. അതിനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ല, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദയാലുവാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ಎಂದನ್ ಸರಿ ನಿನ್ನ ಕಾನಂಟ ಜನತಿಂಗಳೈತಿಪ್ಪ ಒಕ್ಕುನಿ ಸಾರೆ ನಾನಿಪ್ಪ ಬಾರ್ದು ಉಡುಪಿಲ್ಲಲ್ಲ. ഉടുപ്പില്ല ദർശകായി പോണ്ടേ. എത്ര ക്ലാസ്സിൽ പഠിക്കേ? ഇല്ലനെ സാറേ, ഞാൻ ദർശ ಬಿಟ್ಟಿರಲ್ಲ. ಜನ್ನಾಂ ಕ್ಲಾಸಲ್ಲಿ പഠിച്ചില്ല. ಜನ್ನಾಂ ಕ್ಲಾಸಲ್ಲಿ ಜಂಡಿ ಸುಕುರಾನ ಓದಿಲ್ಲ. ಪರೀಕ್ಷಾ ಮುಸಂತುಲ 3 ಪಾಸ ಮಂಜು ಕಡ್ಕೊಂಡು ನಕಪಮೆ ಪೇಡ ತರ್ಮಿತ್ತು. ಜನ್ನಾಂ ಕ್ಲಾಸಲ್ಲಿ ಜಂಡಿ ಸುಕುರಾನ, 3ാം ക്ലാസ്സിൽ 5 സുക്കുറാൻ, 4ാം ക്ലാസ്സിൽ 15 സുക്കുറാൻ, 5ാം ക്ലാസ്സിൽ 30 സുക്കുറാൻ, ടോട്ടൽ 80 സുക്കുറാൻ ഓതുക. പഠിക്കാൻ സ്ഥലം ദർശയെ വിട്ടണം. അൻസാറ് നിന്റെ വിഷയം കേൾക്കുമ്പോൾ തല വെച്ചാടും. അൻസാറ് ഖുറാൻ ടോട്ടലായി 30 ജൂസ്, അത് 114 സൂറത്ത്. ഖുറാൻ അള്ളാഹുടെ കലാം, അതോദ്യം കൂലി കിട്ടു, ശുപാർശ നൽകും. ആ ഒക്ക നക്കത് ಗೊಂತಿஇல்லನೆ സാറേ. ಗೊಂತಿಕ್ಕರೆ ಜನ್ನಾಂ ಕ್ಲಾಸ್ ದರ್ಸ್ ಬಿಟ್ಟಂಗೆ ಇದೆಲ್ಲ ಹೆಂಗನ ಗೊಂತಿಕ್ಕರೆ? ഇല്ലനെ സാർ, സ്കൂൾ പോണില്ല, ഞാൻ വിട്ടേ. സ്കൂൾ വിട്ട കാരണം ചെല്ലാമ സാറേ വിഷയം കൊണ്ടുണ്ട. സ്കൂളിൽ പറഞ്ഞാൽ 3ാം ക്ലാസ്സിലെ ടീച്ചർ ലെക്ക പഠിപ്പാറ്റിത്ത് 3+3 = 6 ചൊന്തു. ഞങ്ങളെല്ലാവരും അതേ പഠിച്ച ഒരു വാരം വിട്ടിത്തു. ಲೆಕ್ಕ ಟೀಚರ್ ಬಂತ ಬೋರ್ಡಿಲ್ತು 4+ ಎತ್ತರನ್ನು ಕೇಟತ್ತು. ನಾ ಚೊನ್ನ 8 ನನ್ನ ಕಾದರೆ ಕುಟ್ಟಿ ಪುಡಿ ಜೋರು ಹಾಕಿತ್ತು. ಎತ್ತರನ್ನು ಕೇಟು ನಿಜಾರೆ ನನಗೆ ಕೌಡಮೆ ಅರ್ಸ ಬಂತು. ನಾ ಸೀದಾ ಔತು ಬಂದು ಉಮ್ಮಡಿ ಚೊನ್ನೆ, ಉಮ್ಮ ನಾಳೆ ಸ್ಕೂಲ್ ಬಂದ್ಲೆ. ಉಮ್ಮ ಎಂದ ಕೇಟಿತ್ತು,
ആയത്. ഉമ്മറിനെ ചെന്ന് 3+3 6 ചെന്ന് അതേ ടീച്ചർ 4+2 ഗ്യാരണ്ടി ആ ടീച്ചർ പഠിപ്പാടുത്തരില്ല. അങ്ങനെ സ്കൂൾ പോണില്ല. അൻസാറെ നിന്റെ വിസ കേൾക്കുമ്പോ തല വെച്ചാടും. ഫസ്റ്റ് 50 ജ്യൂസ് ചെന്ന് ദർസ് വിട്ട്, പിന്നെ 4+2 6 ചെന്ന് സ്കൂളും വിട്ട്. ഇതെല്ലാം തലയിൽ മെതലില്ലാണ്ടല്ല അവിടെ. ഉസ്താദ് ചെല്ലതും സരി, ടീച്ചർ ചെല്ലതും സരി. നിക്ക് മാത്രം ദർസ് സ്കൂൾ പഠിക്കുക മനസ്സില്ല. ഇന്ന ഇങ്ങ് ദർസ് സ്കൂൾ പഠിക്കുമ്പോ ദർസ് പഠിച്ചെങ്കിൽ നാളെ ആഖിറത്തിൽ ഉപകാരം കിട്ടും. ഞാൻ നാളെ പിന്നെ കറക്റ്റ് ദർസ് പഠിക്കാൻ വേണ്ട ഇൻഷാ അല്ലാ. എന്റെ പോലെ തെളിവലിക്കുള്ളവനോട് ഓക്കെ. ഞങ്ങിപ്പോ പജീർ ദർസ് പോയിട്ട് മക്കളെ മീലാദ് ഫെസ്റ്റ് നടന്നുകൊണ്ടുണ്ട്. നോക്കോ പോയി ആ നബിയുടെ ബർക്കത്ത് ഞങ്ങൾക്കും കിട്ടട്ട്. అవును సార్ బేగ తీరగైతే. అస్సలాము అలైకుం. عليكم ورحمة الله وبركاته. أيها الإخوان الطلاب والأساتذة الكرام، إني حتم خطة صغيرة إن شاء الله. هذه له ميلاد صلى الله عليه وسلم هذا الناس نبينا أشرف الخلق وهو أشرف الأنبياء. وقال الإمام أبو صلى الله عنه فخر النبيين في خلق وفي خلق ولم يدعنا فيه ولا قرمي. هذا الناس ما حكم أفرها في ميلاد النبي صلى الله عليه وسلم وهو شفيع الناس في يوم القيامة صلى الله عليه وسلم. هذا الناس ذات يوم كان رسول الله صلى الله عليه وسلم نعم في الشجرة جاء أعرابي مشرق وقف عند رأسه وأشار سيفه فصار برسول الكريم صلى الله عليه وسلم يا محمد مني يحميك مني. فقال له النبي صلى الله عليه وسلم دون أن يفرح أو يخاف منه الله صلى الله عليه وسلم. فسقط السيف من يد الأعرابي فالتقطه النبي صلى الله عليه وسلم. وسأل الأعرابي أن أنت من يحميك مني اللهم اجعلنا من شفاعة رسول الله صلى الله عليه وسلم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ಜನ್ಮದಿನವನ್ನು ಬಹಳ ಅದ್ದೂರಿಯಿಂದ ಕೊಂಡಾಡುವಾಗ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ಪ್ರಕೃತಿಗಳನ್ನು ಒಂದಿಷ್ಟು ಹೇಳಬೇಕೆಂದು ಬಯಸಿರು. ಜಗಫಲಕನಾದ ಅಲ್ಲಾಹನು ಕರುಣಿಸಲಿ, ಆಮೀನ್. ಅದೊಂದು ಕಾಲವಿತ್ತು, ಅಂಧಕಾರದಿಂದ ಮುಳುಗಿ ಬಿಳಿ ಯಾವುದು ಕಪ್ಪು ಯಾವುದೆಂಬುದು, ರಾತ್ರಿ ಯಾವುದು ಹಗಲು ಯಾವುದೆಂಬುದು ವ್ಯತ್ಯಾಸ ಅರಿವುಳ್ಳದೆ ಬಡವರನ್ನು ಮರ್ದಿಸಿ ಎತ್ತೆಯನ್ನು ಶಿಶುವಾದರೆ ಜೀವಂತ ಊತಾಕುವ ಸಂಪ್ರದಾಯವಾಗಿತ್ತು ಆ ಕಾಲ. ನೈಜ ಆದರ್ಶಗಳು ಅಥವಾ ಇಸ್ಲಾಮಿನ ನಿಯಮ ಸಂಹಿತೆಗಳನ್ನು ತನಗಿಷ್ಟು ಬಂದಂತೆ ವ್ಯತ್ಯಾಸ ಮಾಡುವುದರಲ್ಲಾಗಿತ್ತು ಅಂದಿನ ಯುಗ. ಸತ್ಯಕ್ಕೆ ಬೆಲೆ ಕೊಡದೆ ತನ್ನ ಅಜ್ಞಾನದಿಂದ ತಾನು ನಡೆಯುವ ದಾರಿ ಯಾವುದೆಂಬುದು ತುಸುಗೋಚರಿಸಿ ಸಿಕ್ಕ ಕಡೆ ಪ್ರಯಾಣ ನಡೆಸುವಂತೆ ಅವರ ಜೀವನ ಇಲ್ಲ. ಇದಕ್ಕೊಂದು ಪರಿಹಾರ ಅಲ್ಲಾಹನು ನಿಯೋಗಿಸಿದ್ದಾನೆ. ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರಾಗಿದ್ದಾರೆ. ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ಜನನವು ಸರ್ವಲೋಕವು ಸಂತಸಗೊಳಿಸುವ ರೂಪದಲ್ಲಾಗಿತ್ತು. ಮಡಗಿಡಗಳು, ಪ್ರಾಣಿ ಪಕ್ಷಿಗಳು, ಆಕಾಶ ಭೂಮಿ ಚಂದಿರ ಎಲ್ಲವೂ ಅಲ್ಲಾಹನು ಪ್ರಕಟಿಸಿದ್ದಾನೆಂಬುದು ಚರಿತ್ರೆ ಸತ್ಯ. ಜನನದ ಬಳಿಕ ಶಿರ್ಕಿನ ಕೋಟೆಗಳು ಉದಿರಿದವು. ಲತಾ ಇಜ್ಜಾರಂತಹ ಬಿಂಬಾರಾಧ್ಯರಿಗೆ ಬಹಳ ಖೇದ ಉಂಟಾಯಿತು. ನೊಂದ ಮನಸ್ಸಿಗೆ ಆಶಾ ಕಿರಣವಾಗಿ, ಬಡನನಸಿಗೆ ಕನಸಾಗಿ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಮುಂದೆ ಸಾಗಿದರು. ಅಲ್ಲಾಹನು ಹೇಳುತ್ತಾನೆ, ವಮಾ ಅರ್ಸಲ್ನಾಕ ಇಲ್ಲಾ ರಹ್ಮತಲ್ ಲಿಲ್ ಆಲಮೀನ್. ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರನ್ನು ನಾವು ಕಾರುಣ್ಯ ಸುಪ್ಪಸಲುಬೇಕಾಗಿ ನಿಯೋಗಿಸಿದ್ದು. ಆ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರನ್ನು ಮನಸ್ಫೂರ್ತಿ ಬೀಸಿದಲು ಅಲ್ಲಾಹನು ಕರುಣಿಸಲಿ, ಆಮೀನ್. ಇಷ್ಟೇ ಅಲ್ಲಿ ನನ್ನ ಸಣ್ಣ ಭಾಷಣಕ್ಕೆ ವಿರಾಮಗೊಳಿಸುತ್ತಿದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. റബ്ബേ എല്ലാ ഗമന മനസ്സിൽ തുടങ്ങരുന്നത് ചലന ഞങ്ങളോനേ തോനേ ലോകത്ത് തിരുനബി റഹ്മത്ത് നിറഞ്ഞോ ഈ നാള് മുഹമ്മദ് നബി റൂപത്തനാല് മൗനമുറിയോനു ഇഷ്ടച്ചറിയോനു മതങ്ങൾ പാടോനു റബ്ബിയുള്ള ഗമന മനസ്സിൽ തുടങ്ങിയൊരു നബി ചലന ഞങ്ങളോ നബി തോഹ നബി ലോകത്ത് തിരുനബി മക്കത്ത് പറഞ്ഞ പ്രവാദി പൂണിതിയല്ല ഖാതിമുൽ അംബിയ താജ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു മനസ്സിലുണ്ട് കൊതിയായൊരു അനബിറുദ്യാനോകൂ
തൊട്ടില് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു റബിയുൽ-അവ്വൽ മനസ്സിൽ തുടങ്ങിയൊരു നബി ചൊല്ലണ ഞങ്ങളോ നബി ത്വാഹ നബി ലോകത്ത് തിരുനബി ആമീന ഉമ്മർ കണിയേ ബാബ അബ്ദുല്ല റോഡിജിയേ ദുനിയാവ് ബൽഗിരിയായോ നബി ആമിനായോ രേ റബ്ബ് യാരാ പെരുസ വെച്ചു കാരുണ്യ നേതാവേ റഹ്മത്തും ബർക്കത്തും കാരുണ്യ പൂങ്കാവേ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു റബിയുൽ-അവ്വൽ ആഗമന മനസ്സിൽ തുടങ്ങിയൊരു നബി ചലന ഞങ്ങളോ നബി ത്വാഹ നബി ലോകത്തെ തിരുനബി. അസ്സലാമു അലൈക്കും. തരമാട്ടൊരു ചേലാണ് സുന്ദരവദന പൂവാണ് അഞ്ചിൽ പ്രതവലി തെളിവാണ് സ്വർഗത്തിൻ രാജാവ് സുന്ദരനാണ് സ്വർഗീയാരാണികൾ കാത്തിരിപ്പാണ് നബിയേ നബിയേ നൂറേ ഓ താജി പിരിശേറുന്നൊരു നബിയാണ് പത്തരമാട്ടൊരു ചേലാണ് സുന്ദരവദന പൂവാണ് അഞ്ചിൽ പ്രതവലി തിരിവാൻ സ്വർണ്ണ സുബ്ഹാന്റെ സുബനത്തിൽ താജർ ഹബീബുള്ള സുബ്ഹാന്റെ സുബനത്തിൽ താജർ ഹബീബുള്ള വർണ്ണങ്ങൾ നിറയുന്നു വദനം തീരങ്ങുന്നു സുവനം ചാമായുന്നു മധുഹം ഉയരുന്നു വർണ്ണങ്ങൾ നിറയുന്നു വദനം തീരങ്ങുന്നു സുവനം ചാമായുന്നു മധുഹം ഉയരുന്നു നബിയേ നബിയേ നൂറേ ഓ താജി പിരിശേറുന്നൊരു നബിയാണ് പത്തരമാട്ടൊരു ചേലാണ് സുന്ദരവദന പൂവാണ് അഞ്ചിൽ പ്രതവലി തെളിവാണ് സ്വർണ്ണത്തിൻ കിളികൾ വാഴ്ത്തും നബിയല്ലേ ആരും പുകഴ്ത്തുന്ന പൊന്നാരപ്പൂവല്ലേ സ്വർണ്ണത്തിൻ കിളികൾ വാഴ്ത്തും നബിയല്ലേ ആരും പുകഴ്ത്തുന്ന പൊന്നാരപ്പൂവല്ലേ സ്വർഗത്തിൻ കല്യാണം ചേലത്തൊരു കല്യാണം ആനന്ദം ആമോദം വിതറുന്നൊരു പഞ്ഞാരം സ്വർഗത്തിൻ കല്യാണം ചേലത്തൊരു കല്യാണം ആനന്ദം ആമോദം വിതറുന്നൊരു പഞ്ഞാരം നബിയേ നബിയേ നൂറേ ഓ താജി പിരിശേറുന്നൊരു നബിയാണ് പത്തരമാട്ടൊരു ചേലാണ് സുന്ദരവദന പൂവാണ് അഞ്ചിൽ പ്രതവലി തെളിവാണ് സുബ്ഹാന നബിയുടെ പൊന്നാരാണികൾ മറിയം യാസിയാമി ഒരിരങ്കും ഊരികൾ സുബ്ഹാന നബിയുടെ പൊന്നാരാണികൾ മറിയം യാസിയാമി ഒരിരങ്കും ഊരികൾ സുവനപ്പൂരിന്നു ഓ ഗന്ധം ഉയരുന്നു ആഘാതം വിതറുന്നു പൂമത്തിൻ കല്യാണം സുവനപ്പൂരിന്നു ഓ ഗന്ധം ഉയരുന്നു ആഘാതം വിതറുന്നു പൂമത്തിൻ കല്യാണം നബിയേ നബിയേ
നൂരീം ഓ താജീം പിരിശേറും ഒരു നബിയാണ് പത്തരമാട്ടൊരു ചേലാണ് സുന്ദരവദനപ്പൂവാണ് ചിലിപ്പതവലി തെളിവാണ്. അസ്സലാമലൈക്കും. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചമ്പിര പൊൻ റൗള കാണാൻ ദാഹമാണ്. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചമ്പിര പൊൻ റൗള കാണാൻ ദാഹമാണ്. മണിമുത്ത് രാജ താജുൽ അംബിയ തങ്കമലർന്നിധി ഉദിമതിയായി അന്തിയുറങ്ങും ചന്തം മുന്തിയ ഗേഹമിലെത്തി സലാം ചൊല്ലാൻ. വിധി തരൂ എന്നിൽ തുണ തരൂ, വിധി തരൂ എന്നിൽ തുണ തരൂ. അധിപതി രാജ സുബ്ഹാനേ പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗള കാണാൻ ദാഹമാണ്. ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് റഹ്മത്ത് ചിന്തും പാത വരച്ച്. ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് റഹ്മത്ത് ചിന്തും പാത വരച്ച്. ഹൈറിലേറെ മികച്ചൊരു പതിയായി കനക സുവന മദീന ഇതാ. ഹൈറിലേറെ മികച്ചൊരു പതിയായി കനക സുവന മദീന ഇതാ. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗള കാണാൻ ദാഹമാണ്. സ്വർഗത്തിൻ തോപ്പായി തിരുനബിയരുളിയ റൗളത്തും മിമ്പരിനിടയിൽ നാദ. സ്വർഗത്തിൻ തോപ്പായി തിരുനബിയരുളിയ റൗളത്തും മിമ്പരിനിടയിൽ നാദ. നിന്നിലായി സുജൂദിടുവാനും ഭാഗ്യമേക് പെരിയോനേ. നിന്നിലായി സുജൂദിടുവാനും ഭാഗ്യമേക് പെരിയോനേ. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗള കാണാൻ ദാഹമാണ്. മണിമുത്ത് രാജ താജുൽ അംബിയ തങ്കമലർന്നിധി ഉദിമതിയായി അന്തിയുറങ്ങും ചന്തം മുന്തിയ ഗേഹമിലെത്തി സലാം ചൊല്ലാൻ. മണിമുത്ത് രാജ താജുൽ അംബിയ തങ്കമലർന്നിധി ഉദിമതിയായി അന്തിയുറങ്ങും ചന്തം മുന്തിയ ഗേഹമിലെത്തി സലാം ചൊല്ലാൻ. വിധി തരൂ എന്നിൽ തുണ തരൂ, വിധി തരൂ എന്നിൽ തുണ തരൂ. അധിപതി രാജ സുബ്ഹാനേ പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗള കാണാൻ ദാഹമാണ്. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചന്ദിര പൊൻ റൗള കാണാൻ ദാഹമാണ്. ീരാ
മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ
നിറഞ്ഞ ഉസ്താദുമാർ, രക്ഷിതാക്കളെ, സ്നേഹ വിദ്യാർത്ഥികളെ, മിത്രങ്ങളെ, അസ്സലാമു അലൈക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതികളിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇസ്ലാം ദീനിന്റെ സുന്ദരമായ തത്വശൈൽ പ്രബോധനം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നു. ഒരിക്കൽ തായ്ഫിലേക്ക് പോയിരുന്നു. ആ സമയത്ത് അവിടെയും ധാരാളം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. അവിടുത്തെ ജനലോക ഗുരുവിന് നേരെ കല്ലുകൾ എറിഞ്ഞ് പരിഹസിച്ച് ഉപദ്രവം ചെയ്തു. ആ സമയത്ത് പർവ്വതങ്ങളെ കാക്കുന്ന മലക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഈ ജനതയെ 2 പർവ്വതങ്ങളിലാക്കി ഇടിച്ചു നശിപ്പിക്കട്ടോ? പക്ഷെ കാരുണ്യത്തിന്റെ കടലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന് സമ്മതിച്ചില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും. ആദരക്കനിമരം ത്വാഹ റസൂലേ, ആസ്വരം തരും മരം ഐറം സബീലേ, ആലമിൻ അനുഗ്രഹം നൂറേ കമാല്, അലമുല്ലുദാനിദേ ലെങ്കും ജമാല്. ആദരക്കനിമരം ത്വാഹ റസൂലേ, ആസ്വരം തരും വരം ഖൈറം സബീലേ, ആലമിൻ അനുഗ്രഹം നൂറേ കമാല്, അലമുല്ലുദാനിദേ ലെങ്കും ജമാല്. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ, നബി നബി ഉദവി കലം കലം പ്രഭാവേ, പ്രവാചക പ്രഭുവേ പ്രശോഭനം നിദാനം, പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം, പ്രവാചക പ്രഭുവേ പ്രശോഭനം നിദാനം, പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം, പ്രവാചക പ്രഭുവേ പ്രശോഭനം നിദാനം. ആദരക്കനിമരം ത്വാഹ റസൂലേ, ആസ്വരം തരുവരം ഖൈറം സബീലേ, ആലമിൻ അനുഗ്രഹം നൂറേ കമാല്, അലമുല്ലുദാനിദേ ലെങ്കും ജമാല്. ആരിതിൽ പിരിശിൽ ലംഘി മദീന പാവനം, ഇതറും മുത്തേ ഹബീബേ പാവനം, തീരം എന്റെ നസീബേ പാവനം, തീരം എന്റെ നസീബേ. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ, നബി നബി ഉലകിൽ സലാം സലാം നിലാവേ, പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം, പ്രവാചക പ്രഭുവേ പ്രശോഭനം നിദാനം, പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം, പ്രവാചക പ്രഭുവേ പ്രശോഭനം നിദാനം. ആദരക്കനിമരം ത്വാഹ റസൂലേ, ആസ്വരം തരും മരം ഖൈറം സബീലേ, ആലമിൻ അനുഗ്രഹം നൂറേ കമാല്, അലമുല്ലുദാനിദേ ലെങ്കും ജമാല്. അസ്സലാമു അലൈക്കും. മലയാളം ഹാഡു ചെസ്റ്റ് നമ്പർ 127128 ആഷിഖ് ഇഹ്സാൻ. അസ്സലാമലൈക്കും. മരിക്കുകയാണെങ്കിൽ മദീനയിലാവേണം, മരിക്കുന്ന മുമ്പെന്നൂരിൻ മുഖമൊന്നു കാണേണം, തുടിക്കുന്നു ഇന്നെഞ്ചം യാ റസൂലല്ലാഹ്, തുടിക്കുന്നു ഇന്നെൻ ഹൃദയം യാ റസൂലല്ലാഹ്. മരിക്കുകയാണെങ്കിൽ മദീനയിലാവേണം, മരിക്കുന്ന മുമ്പെന്നൂരിൻ മുഖമൊന്നു കാണേണം, തുടിക്കുന്നു ഇന്നെൻ നെഞ്ചം യാ റസൂലല്ലാഹ്, തുടിക്കുന്നു ഇന്നെൻ ഹൃദയം യാ ഹബീബല്ലാഹ്. മണൽ കാട്ടിനോരത്ത് മനം നൂറിൻ ചാരത്ത്, കരയുന്നു കൊതിമൂർത്ത് നനയുന്നു വിടിവാർത്ത, അതിന്റെ മുത്ത് റസൂല് അഴകായ നൂറൊളിവേ, അതിന്റെ മുത്ത് റസൂല് അഴകായ നൂറൊളിവേ, ആല
താരത്തിലാകെ വായ്ത്തും താരത്തിലൊരു നേതാവേ യാ റസൂലല്ലാഹ് യാ ഷഫീഅല്ലാഹ് മരിക്കുകയാണെങ്കിൽ മദീനയിലാവേണം മരിക്കുന്ന മുമ്പെന്നൂരിൻ മുഖമൊന്നു കാണേണം തുടിക്കുന്നു ഇന്നെഞ്ചം യാ റസൂലല്ലാഹ് യാ നബിയല്ലാഹ്. അസ്സലാമു അലൈക്കും. സ്നേഹാധാരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് ലോകമാകമാനം സമ്മാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുത്തുനബിയെ കുറിച്ച് ഒരൽപ്പം വാഴ്ത്തി ഞാൻ അവസാനിപ്പിക്കാം. പരകോടി വിശ്വാസികളുടെ ഹൃദയാന്തരം പൊരിക്കുന്ന പൗർണമിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനങ്ങളെ വാമൊഴിയാലും വഴമൊഴിയാലും പാടി തീർക്കാൻ അന്ത്യനാൾ വരെ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞുവല്ലോ, വറഫഅനാ ലക ദിക്റക, തങ്ങളെ അങ്ങയുടെ കീർത്തനങ്ങളെ ഞാൻ ഉയർത്തിയിരിക്കുന്നു എന്ന്. അത്തരത്തോളം പാരം പോലെ പറന്ന് കിടക്കുകയാണ് മുത്തിന്റെ കീർത്തനങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്താത്തതായി ഈ ലോകത്ത് ഒരു നിമിഷം പോലുമില്ല. സ്വലാത്തിന്റെ സ്വരരാഗങ്ങൾ സദാ ഹബീബിന് സമ്മാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുത്തിന് സമ്മാനമാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കള്ളിലും കാമകൂത്തിലും കണ്ടതിനെ എല്ലാം വിശ്വസിച്ചു കൊണ്ടും അരുതൈമകളിൽ മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അജ്ഞാതരായ അധമ വിഭാഗത്തിലേക്കാണ് അയച്ചത്. കുറഞ്ഞ കാലം കൊണ്ട് സമർപ്പണം കൊണ്ടും സ്നേഹത്തിന്റെ മനോഭാവം കൊണ്ടും ആ അജ്ഞാതരായ അധമ വിഭാഗത്തിനെ സംസ്കാര സമ്പന്നരാക്കി എന്നുള്ളത് മുത്തുനബിയുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ നിർദ്ധയം ജീവനോടെ കുഴിച്ചു മൂടുന്ന ആ കാട്ടാൾമാർക്ക് നടുവിൽ രണ്ട് പെൺമക്കളെ വളർത്തി പോറ്റി വിദ്യ നൽകിയ അവനിക്ക് ആഖിറത്തിൽ പ്രതിഫല കുമ്പാരമുണ്ടെന്ന് മുത്തുനബി പഠിപ്പിച്ചു. സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും സ്ത്രീക്ക് സ്വത്തവകാശമുണ്ടെന്നും പഠിപ്പിച്ചു. കറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും വെലുവെലുത്ത സൽമാനുൽ ഫാരിസി തങ്ങളെയും ഒരൊറ്റ സഹോദര്യത്തിന്റെ പൂമാലയിൽ കോർത്തു വർണ്ണവിവേചനത്തിനെ പടികടത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു വഴിയിൽ എന്നും മലിനമാക്കിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ സ്ത്രീയെ കാണാതായിരുന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിച്ചു. ആ സ്ത്രീ രോഗപീഡിതയാണെന്നറിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് ശമനത്തിന് വേണ്ടി ദുആ ചെയ്തു. മുത്തുനബിയുടെ ഈ സ്വഭാവം കണ്ട് ആ ജൂത സ്ത്രീ ഉടനെ ഇസ്ലാം
ഒഴുകി. സുബ്ഹാനല്ലാഹ്, എത്ര മകോടുദാഹരണങ്ങളാണ്. പ്രബോധനത്തിന്റെ വഴിയിൽ കല്ലുകളും മുള്ളുകളും കനൽ ചേലുകളും ഒന്നൊന്നായി വന്നപ്പോൾ ഇതിനെയെല്ലാം സഹിച്ചുകൊണ്ട് നടന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇതാണ് അന്നും ഇന്നും എന്നും ഇസ്ലാമിന്റെ വിചാരഹസ്യം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിനെ ഇത്തരം നേതാക്കൾക്ക് പോലും വാഴ്ത്തേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് സത്യസരണി സമ്മാനിച്ച മുത്തിനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, നിങ്ങളുടെ ഉമ്മ ഉപ്പ കൂട്ടുകാർ എല്ലാത്തിനേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ല എന്ന്. അതുകൊണ്ട് ഞാൻ മുത്തിനെ സ്നേഹിക്കണം. ഈ മൈമുത്ത് അൻവർത്ഥമാക്കിക്കൊണ്ടാണ് സ്വഹാബാക്കളും ത്വാബീങ്ങളും ജീവിതത്തിന്റെ തോണി കയറിയത്. കൊലക്കയറിന് മുമ്പിൽ പോലും സ്നേഹത്തെ ബലിയർപ്പിക്കാത്ത ഖുബൈബ് തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ നബിയെ കാണാത്ത എന്റെ കണ്ണുകൾ എനിക്ക് എന്തിനാണെന്ന് അതിനെ പൊട്ടിച്ച അബ്ദുല്ലാഹി ബിൻ സെയ്ദ് തങ്ങളും മുത്തിന്റെ സ്നേഹത്താളുകളിൽ ഒഴിമാരാത്ത താരങ്ങളാണ്. അതുകൊണ്ട് മുത്ത് പഠിപ്പിച്ച വഴിയിലും മുത്ത് പറഞ്ഞ വഴിയിലും മുത്ത് പഠിപ്പിച്ചതിനെയും അനുസരിച്ചു കൊണ്ട് നടന്നാൽ നമുക്ക് നാളെ സ്വർഗത്തിൽ മുത്തിനോടൊപ്പം ഒരുമിച്ച് കൂടാം. ഇത്രയും മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ಸ್ನೇಹದರಾಜಾರೆ ಪ್ರೀತಿಯನೇ ತಾರರೆ ತ್ರಿಲೋಕದಲ್ಲಿಯೂ ನಾಯಕರೇ ಭಾವಚಿತ್ರವಿಲ್ಲದ ಇಷ್ಕಿನನೇ ತಾರರೆ ಅಲ್ಲಾಮೀನೆಂಬ ಪ್ರವಾದಿಯರೇ ಸ್ನೇಹದರಾಜಾರೆ ಪ್ರೀತಿಯನೇ ತಾರರೆ ತ್ರಿಲೋಕದಲ್ಲಿಯೂ ನಾಯಕರೇ ಭಾವಚಿತ್ರವಿಲ್ಲದ ಇಷ್ಕಿನನೇ ತಾರರೆ ಅಲ್ ಆಮೀನೆಂಬ ಪ್ರವಾದಿಯರೇ ಮಕ್ಕದ ಮಣ್ಣಿನಲ್ಲಿ ಮದೀನದ ಮಡಿಲಿನಲ್ಲಿ ಮಲಗಲು ತೌಫೀಕ್ ನೀಡು ನೀಯಾ ಅಲ್ಲಾ. ಅಚ್ಚ ಹಸಿರಿನ ಕುಬ್ಬದ ರೌಲವನು ಕಾಣಲು ಭಾಗ್ಯವ ನೀಡು ನೀಯಾ ಜಲ್ಲ. ಇಷ್ಕಿನ ರಾಜಾರೆ ಲೋಕದ ಅಂತ್ಯದೂದರೆ ಶಫಾತನ್ನು ನೀಡಿ ಮುಜಮ್ಮಿಲರೇ ಆರಡಿಯ ಕಬರೊಳಗೆ ಯಾರೂ ಇಲ್ಲದ ಸಮಯ ರಕ್ಷಣೆಯ ನೀಡಿ ಮುದಸ್ಸಿರರೇ ನಬಿಯೇ ತಮ್ಮಯವನು ದನ ಕಾಣೋ ದಾವು ಮನದಲ್ಲಿ ನಬಿಯೇ ಇಷ್ಕಿನ ರಾಜಾರೆ ಲೋಕದ ಅಂತ್ಯದೂದರೆ ಶಫಾತನ್ನು ನೀಡಿ ಮುಜಮ್ಮಿಲರೇ ಆರಡಿಯ ಕಬರೊಳಗೆ ಯಾರೂ ಇಲ್ಲದ ಸಮಯ ರಕ್ಷಣೆಯ ನೀಡಿ ಮುದಸ್ಸಿರರೇ ಹಸನುಲ್ ಬಸರಿ ಇಮಾಮುಲ್ ಬುಸೂರಿ ಯಾರು ಬರೆದಾರು ಮುಗಿಯಾದ ಪ್ರೇಮದು ತಮ್ಮಯ ಇತಿಹಾಸ ಆಲಿಸಿ ಹೋದರು ತಮ್ಮಯ ಪ್ರೀತಿಯು ಎಂದಿಗೂ ಮರೆಯುವುದಿಲ್ಲ. ನನ್ನಯ ಪ್ರೇಮದ ಮಾತು ಕೇಳಿಸಿಯ ಮುಸ್ತಫರೇ ನನ್ನನ್ನು ತಮ್ಮಯ ಬಳಿಗೆ ಬರ ಹೇಳಿ. ಮಹಶರದ ಸಭೆಯಲ್ಲಿ ಅರಸಿನ ನೆರಳನ್ನು ನೀಡಿ ಸ್ವರ್ಗದ ವಾಸಿಯಾಗಿ ಮಾರ್ಪಡಿಸಿ ನನ್ನ ಈ ಪ್ರೇಮದ ಮಾತನ್ನು ಕೇಳಿಸಿರಿ ನೀವು ನಬಿಯೇ. ಸ್ನೇಹದ ರಾಜಾರೆ ಲೋಕದ ಅಂತ್ಯದೂದರೆ ಶಫಾತನ್ನು ನೀಡಿ ಮುಜಮ್ಮಿಲರೇ ಆರಡಿಯ ಕಬರೊಳಗೆ ಯಾರೂ ಇಲ್ಲದ ಸಮಯ ರಕ್ಷಣೆಯ ನೀಡಿ ಮುದಸ್ಸಿರರೇ ಸ್ನೇಹದ ರಾಜಾರೆ ಪ್ರೀತಿಯನೇ ತಾರರೆ ತ್ರಿಲೋಕದಲ್ಲಿಯೂ ನಾಯಕರೇ
അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. ಬೊಮ್ಮನೆ ಉಸ್ತಾದವರೇ ಹಾಗೂ ನನ್ನ ನೆಚ್ಚಿನ ಸಹೋದರಿ, ಇಂದಿ ರಬ್ಬಿಲ್ ಅವಲ್ ತಿಂಗಳಲ್ಲಿ ನಾವು ನಿಮ್ಮ ಮುಂದೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಂಗಳ ಕುರಿತು ಒಂದೆರಡು ಮಾತುಗಳನ್ನು ಹೇಳಲು ಬಯಸುತ್ತೇನೆ. ಅಲ್ಲಾಹ್ ಅದಕ್ಕೆ ತೌಫೀಕ್ ನೀಡಲಿ, ಆಮೀನ್. ಒಂದು ದಿವಸ ಲೋಕದ ಗುರುನಾಯಕ ಮುತ್ತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಂಗಳವರು ಒಂದು ದಾರಿಯನ್ನು ನಡೆದುಕೊಂಡು ಹೋಗುತ್ತಿದ್ದರು. ಆಗ ಅಲ್ಲಿ ಉಮರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಕಂಡು ಮುಟ್ಟಿದ್ದರು. ಆಗ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಉಮರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹುಗೆ ಕೇಳುತ್ತಾರೆ, ಓ ಉಮರೇ, ನೀನು ಯಾರನ್ನಾಗಿ ತುಂಬಾ ಪ್ರೀತಿಸುವುದು? ಆಗ ಉಮರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಹೇಳ್ತಾರೆ, ನಾನು ನನ್ನ ತಂದೆ ತಾಯಿಯನ್ನಾಗಿ ತುಂಬಾ ಪ್ರೀತಿಸುವುದು. ಆಗ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಹೇಳುತ್ತಾರೆ, ಇಲ್ಲ ಉಮರೇ, ಇಲ್ಲ, ನಿನ್ನ ಈಮಾನ್ ಪರಿಪೂರ್ಣವಾಗಲೇ ಇಲ್ಲ. ಆಗ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಉಮರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಕೇಳುತ್ತಾರೆ, ಓ ಉಮರೇ, ನೀನು ಯಾರನ್ನಾಗಿದೆ ತುಂಬಾ ಪ್ರೀತಿಸುವುದು? ಆಗ ಉಮರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಹೇಳ್ತಾರೆ, ನಾನು ನನ್ನ ಹೆಂಡತಿ ಮಕ್ಕಳನ್ನು ಆಗಿದೆ ತುಂಬಾ ಪ್ರೀತಿಸುವುದು. ಆಗ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಹೇಳ್ತಾರೆ, ಇಲ್ಲ ಉಮರೇ, ಇಲ್ಲ, ನೀನೇ ಈಮಾನ್ ಪರಿಪೂರ್ಣವಾಗಲಿಲ್ಲ. ಆಗ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ಆಗ ಉಮರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಕೇಳಿ ಉಮರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಬಿಕ್ಕಿ ಬಿಕ್ಕಿ ಅಳುತ್ತಾರೆ. ಆಗ ಉಮರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಕೇಳುತ್ತಾರೆ, ಓ ನಬಿಯೇ, ಮತ್ತೆ ನಾನು ಯಾರನ್ನಾಗಿದೆ ತುಂಬಾ ಪ್ರೀತಿಸಬೇಕು? ಆಗ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಹೇಳ್ತಾರೆ, ನೀವು ನಿಮ್ಮ ತಂದೆ ತಾಯಿಗಿಂತ, ನಿಮ್ಮ ಲೋಕದಲ್ಲಿರುವ ಎಲ್ಲಾ ಮನುಷ್ಯರಿಗಿಂತ ನನ್ನನ್ನು ಪ್ರೀತಿಸುವವರಿಗೆ ಯಾರು ಸಹ ಪರಿಪೂರ್ಣ ಅಲ್ಲ. ಎಲ್ಲ ಒಂದು ಲೋಕದ ನಾಯಕ ಮುತ್ತು ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಹೇಳ್ತಾರೆ. ಇಷ್ಟೇ ನನ್ನ ಸಣ್ಣ ಪುಟ್ಟ ಭಾಷಣ ನಿಲ್ಲಿಸುವುದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. Prophet Muhammad sallallahu alaihi wasallam, great figure in the world. He was religious teacher, great father, wonderful husband and faithful friend, and excellent guide and strong believer. And I love him more than myself because of his special status in our religion. Allah has honored him. He was last prophet. He born in Mecca in the year 570. He was orphan, so he was raised by his uncle Abdul Muttalib, who was from Taif called Quraysh. He famous for being truthful, confident and general. He used to help poor. He used to play with children and make them happy. After the death of Prophet Muhammad sallallahu alaihi wasallam, among the reasons for fast and peaceful spread of Islam, truth and clarity with this religion, and simplicity with this, I conclude my speech. Assalamu alaikum. Makka manalugal kandille, Makka kavirarille kanna, Makka taniya kivi kanna, O manakonni kirannille, Makka manalugal kandille, Makka kamina bibi kenna, Makka kamina bibi kenna, O manakonni kirannille, Mukya warase aynalle, Muttayayala doralle, Mutta Muhammad Mustafa pinna, Pere Raisha pirannille, Makka manalugal kandille, Makka kadalu garannille, Makka tamina bibi kanna, O manakonni kirannille, Makka ilwanni pirannille, Makka Muhammadille, Manshaguna Makka manalugal kandille, Makka kadalu garannille, Makka tamina bibi kanna, O manakonni kirannille. Assalamu alaikum. ഒരിക്കൽ പേടിച്ച് അറുപയിടുന്നത് നീ പേടിക്കണ്ട. ഇനി നെക്സ്റ്റ് കോൾ ആരതാം നോക്കാം.
ഹലോ, ഞാൻ ബടപ്പിറ്റിലെ ബടക്കുഞ്ഞിക്ക് സ്വാഗതം. എന്നിന്റെ പ്രശ്നം? എന്റെ മോന് ഡ്രൈവർ സുബൈക്ക് പോയി മോന്തിക്ക് ഔത്തേക്ക് വരുന്നതോളം മനസ്സ് സമാധാനമില്ല. ഒരു ആഫത്തും ഇല്ലാതെ ഔത്തേക്ക് വരാൻ എന്ത് പരിഹാരം? പരിഹാരം കുറെ ഉണ്ട്. ഒന്നാമത്തത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് സുബൈക്ക് പോകുമ്പോൾ ചൊല്ലണം. സുബ്ഹാനല്ലസീ സഖറ ലനാ മുഖ്രിനീൻ തോല ചൊല്ലണം. ഒരു 3 ഇന്ന അൻസൽന ഓതണം. എല്ലാം ബേജാറ വേണ്ട. ഹലോ, പ്രശ്ന പരിഹാര പരിപാടിയല്ലേ? അതെ. ആര് വിളിക്കുന്നത്? വേർന്ന് വിളിക്കുന്നത്? ഞാൻ മുട്ട ബദൽ തൊപ്പി പോവാ. എന്താ തൊപ്പി പോവാ? നിങ്ങളുടെ പ്രശ്നം നിന്റെ? ഞാൻ ഒരു പീഡ കച്ചവടക്കാരാ. ഇതേ 3 താരീഖിന് എന്റെ കല്യാണം. ഞാൻ കേൾക്കുന്ന പ്രശ്നം, കല്യാണത്തിന് മുന്നേ തേങ്ങാപ്പാലിൽ കുളിക്കണമെന്ന് ചങ്ങായിമാർ ചൊന്നാരി. തേങ്ങാപ്പാലിൽ കുളിച്ചില്ലെങ്കിൽ നിക്കാവ് ശരിയാന്നില്ല. അത് ശരിയാ? അത് ശരിയല്ല. തേങ്ങാപ്പാലിൽ കുളിക്കുന്നത് നിക്കായിൽ പെട്ടതല്ല. നിക്കായിൽ അങ്ങനത്തെ ഒരു കൊലിയില്ല. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു കൊലിയില്ല. അതല്ല കാതു കൊടുക്കണ്ട. അത് മൂഢനമ്പിക്കയാണ്. ഹലോ, കേൾക്കുന്നു അല്ലെ? എന്റെ പേര് ഷേക്കുഞ്ഞ്, മൈക്കാലത്തിന് വിളിക്കുന്നതാണ്. ഷേക്കുഞ്ഞ്, എന്നിന്റെ പ്രശ്നം? ഞാൻ ഒരു പണിക്ക് പോകുന്നവരാ. നല്ല ശമ്പളം കിട്ടുന്നു. പിറ്റേന്ന് പണിക്ക് പോകുമ്പോൾ ആരെന്ന കട വാങ്ങി പോന്നു. എത്രയായും ബർക്കത്തില്ല, ടെൻഷനാണ്. വർക്ക് പറഞ്ഞില്ല. ഇതൊക്കെ പരിഹാരം നിങ്ങൾ പ്രതീക്ഷിക്കുമോ? നിങ്ങൾ സുറൂക്ക് ചെയ്യേണ്ടതില്ല. മഗ്രിബ് നിസ്കരിച്ചിട്ട് സൂറത്ത് ഓതിട്ട് ഇശാ നിസ്കരിച്ച് ചൊല്ലി സുന്നത്ത് വിത്ര നിസ്കരിച്ചിട്ട് ചോറ് വെച്ചിട്ട് വേഗം പറഞ്ഞാൽ എല്ലാം ശരിയാവും. നാളും ഇതേപോലെ ചെയ്യണം. ഹലോ, പ്രശ്ന പരിഹാര പരിപാടിയല്ലേ? അതെ. ആര് വിളിക്കുന്നത്? ഞാൻ മണൽ മാമു. ചൊല്ലി മാമു, എന്നിന്റെ പ്രശ്നം? മംഗളത്തിന്റെ പിറ്റേന്ന് പുതിയാമ്പിളയോട് പുതുപ്പെണ്ണിന്റെ കുടുംബക്കാർ പെണ്ണിങ് ഐസ്ക്രീം കേൾക്കുന്നു. ഇല്ലെങ്കിൽ അതിന്റെ പൈസ കേൾക്കുന്നല്ലേ. കൊടുത്തില്ലെങ്കിൽ പാന്റ് ഷൂ എല്ലാം എടുത്തു വെക്കുന്നവർ. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്ത്? നല്ല പ്രശ്നം മാമു. ഈ സമ്പ്രദായം ഒരിക്കലും ശരിയല്ല. പുതിയാപ്പിള അന്യ സ്ത്രീകളെ നോക്കാനോ തൊടാനോ ഹറാമാണ്. പിന്നെ ആണുങ്ങളെ സ്ത്രീകൾ നോക്കാനോ ഹറാമാണ്. പിന്നെ ഈ നിജപ്രവൃത്തി എങ്ങനെ ചെയ്യേണ്ടത്? ഇത് ഇസ്ലാമിൽ ഇല്ല. ഈ കാര്യത്തിനും ഒരിക്കലും മുസ്ലിമുകൾ ചെയ്യാൻ പാടില്ല. ഞങ്ങളെ ടൈം ആയി. സഹകരിച്ച എല്ലാവർക്കും പ്രശ്നം ചോദിച്ചവർക്കും ധന്യവാദം. അസ്സലാമു അലൈക്കും. Walaikum salam. What are you looking for? Actually, I need a glass of water. Can you please get me a glass of water? Yeah, take it. Jazakallahu khairan. Amin wa iyaka. Bismillah. Why should we say Bismillah? Because we say Bismillah, Allah with us, and put barakah in what we do. Jazakallah. It was a great information, and we must share this information with others too. Of course. Can we say it together? Bismillah, Bismillah, in the name of Allah. Bismillah, Bismillah, in the name of Allah. Do you say Bismillah only drinking and eating only? No, we have to start any good things with Bismillahirrahmanirrahim. Without Bismillah, you start any good things. There is no prosperity in that. Oh, it is now about substitute if we forgot to say Bismillah. Our beloved Prophet Muhammad Mustafa sallallahu alaihi wasallam taught us that when you remember, you say Bismillah awwal wa akhiru. How do you know all this? I am studying at HIM Madrasa. My Ustad taught this. Okay, tomorrow onwards I will come to Madrasa inshallah. Okay, fine. We will see. Assalamu alaikum. Wa alaikum salam. ಈ ಕಾರ್ಯಕ್ರಮ ಅಧ್ಯಕ್ಷರೇ, ಉದ್ಘಾಟನೆ ಸಭಿಕರೇ, ಮೀಲಾದುನ್ ನಬಿ ಕಾರ್ಯಕ್ರಮದ ವದ್ನ ಜೀವ ವೇದಿಕೆಯಲ್ಲಿ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರ ವ್ಯಕ್ತಿತ್ವಗಳ ಬಗ್ಗೆ ನಡೆಯುತ್ತಿರುವ ಚರ್ಚೆ, ಹೊಸ ಹೊಸ ಭರವಸೆಗಳನ್ನು ನೀಡುತ್ತಿರುವ ಈ ಬಗ್ಗೆ ಇನ್ನಷ್ಟು ಹೇಳಬೇಕೆಂದು ನನ್ನ ಮನ ಮಿಡಿಯುತ್ತಿದೆ. ಈ ವಿಶಾಲ ಜಗತ್ತಿನಲ್ಲಿ ನೇಮಕೊಂಡ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರ ವ್ಯಕ್ತಿತ್ವಗಳ ಬಗ್ಗೆ ಅಲ್ಲಾಹ್ವಿನ ಧರ್ಮಕ್ಕಾಗಿ ವಿರೋಧಿಸಿದರು. ಮಾನವ ಗುರಿ ಎಂಬುದು ನೇಪಿಯವರ ಜೀವನದಂತೆ ನಡೆಯುವುದು. ಇದನ್ನು ವರ್ತಿಸದೆ ಅವರು ಇಸ್ಲಾಂ ಆಗಿ ಜನಿಸಿರಬೇಕೆಂದು ವರ್ತಿಸಿದರು. ಆಗ ನೇಪಿಯವರು ಕೇಳಿದರು, ನೀವೇನು ಚರ್ಚೆ ಮಾಡುತ್ತಿದ್ದೀರಿ? ಆಗ ನೇಪಿಯವರು ಹೇಳಿದರು, ಅದು ಮಂತ್ರಮಂಡಲದವರು ಮತ್ತು ಉದಾತ್ತವರು ಆಗಿದ್ದಾರೆ. ಅದು ಅವರೆಲ್ಲವನ್ನು ಅಲ್ಲಾಹನಿಗೆ ಅರ್ಪಿಸಿದವರಾಗಿದ್ದಾರೆ. ಆಗ ಉಕಾಸ್ ರಲಿಯಲ್ಲಾಹು ಹೇಳಿದರು, ನನ್ನನ್ನು ಆ 70,000 ಮಂದಿಯಲ್ಲಿ ಒಬ್ಬನನ್ನು ಸೇರಿಸಿ. ಆಗ ನೇಪಿಯವರು ಹೇಳಿದರು, ನೀ ಒಬ್ಬ ಪೈಕಿಯಾಗಿದ್ದಿ. ಆಗ ಇನ್ನೊಬ್ಬರು ಎದ್ದು ನಿಂತು ಹೇಳಿದರು, ನನ್ನನ್ನು ಒಬ್ಬ ಪೈಕಿಯನ್ನು ಸೇರಿಸಿ. ಆಗ ನೇಪಿಯವರು ಹೇಳಿದರು, ನನ್ನ ಮುಂದೆ ಆ 70,000 ಮಂದಿಯ ಪ್ರಕ್ರಿಯೆ ನಾನು ಒಬ್ಬ ಪ್ರವಾದಿಯನ್ನು ಕಂಡೆನು. ಆಗ ಅವರ ಅನ್ವಯಗಳು 1-2 ಅನ್ವಯಗಳಿದ್ದ
ಇದ್ದರು. ಅವರು ಕೆಲವರೊಂದಿಗೆ ಯಾರೂ ಇಲ್ಲ. ಒಂದು ನಾನು ದೊಡ್ಡ ಗುಂಪನ್ನು ನೋಡಿದೆ. ಅದು ನನ್ನ ಅನ್ವಯ ಎಂದು ಭಾವಿಸಿದೆ. ಆಗ ಅಲಿ ರಲಿಯಲ್ಲಾಹು ಮತ್ತು ಅಲಿ ಅನುಯಾಯಿಗಳು ನನಗೆ ತಿಳಿದು ಬಂದಿತು. ಅದು ನನ್ನ ಗುಂಪೊಂದು. ಆಗ ಆತ ಮೇಲೆ ನೋಡುವಂತೆ ಹೇಳಿದಾಗ ಆತ ನೋಡಿದೆ. ಆಗ ಅಲ್ಲಿ ಶಿಕ್ಷೆ ಇಲ್ಲದೆ ಸ್ವರ್ಗ ಪ್ರವೇಶಿಸುತ್ತಿದ್ದಾರೆ. ಆಗ ನೇಪಿಯವರು ಒಳಗೆ ಹೋದರು. ಆಗ ಸ್ವಹಾಬಿಗಳು ತನ್ನದಲ್ಲಿ ಚರ್ಚೆ ಮಾಡುತ್ತಿದ್ದರು. ಆಗ ನೇಪಿಯವರು ಹೇಳಿದರು, ನೀವು ಕೆಲವರು ಮಾತ್ರ ಅರ್ಪಿಸಬೇಕು. ಬುಖಾರಿ ಮತ್ತು ಇಸ್ಲಾಂ ಹದೀಸ್ನಲ್ಲಿ ಕಾಣಬಹುದು. ಇಷ್ಟು ಹೇಳಿ ನನ್ನ ಭಾಷಣವನ್ನು ವಿರಾಮ ಮಾಡುತ್ತಿದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. Tonight I heard in front of you to address my hero, Prophet Muhammad sallallahu alaihi wasallam. I like to keep my speech short and sweet. Tonight I am proud of being one of his followers. He is a great figure in the world and the most influential person and it has ever witnessed. Born in Makkah in the year 570. He is a prophet sent from Allah to all humankind. He is the last prophet. He was an orphan, he was a religious teacher, a great father, a wonderful husband, a faithful friend, social and political. Allah subhanahu wa ta'ala has honored him. All Muslims are grateful to him for his gifts. I love him more than myself because he is a special status. All over in the world. Assalamu alaikum warahmatullah. Assalamu alaikum. Nende super hero ആരെന്നറിയാമോ? അറിയില്ലല്ലോ കൂട്ടുകാര പറയാമോ? nende super hero ആരെന്നറിയാമോ? അറിയില്ലല്ലോ കൂട്ടുകാര പറയാമോ? അങ്ങകരെ മദീനയിലോ തിരുറൗലയിൽ ആരാൻ കരളായ മുഹമ്മദ് നൂറാന് അങ്ങകരെ മദീനയിലോ തിരുറൗലയിൽ ആരാൻ കരളായ മുഹമ്മദ് നൂറാന് അങ്ങകരെ മദീനയില. ഇത്രയും ഇഷ്ടമായ എന്ത് നബിയോടെന്നത് പറയാമോ? ഒത്തിരിനുണ്ടതിനുത്തരമെന്നാൽ ഇത്തിരി പറയാം ഞാൻ. ഇത്രയും ഇഷ്ടമായ എന്ത് നബിയോടെന്നത് പറയാമോ? ഒത്തിരിനുണ്ടതിനുത്തരമെന്നാൽ ഇത്തിരി പറയാം ഞാൻ. പകരം ചൊല്ലാം സ്വലാത്ത് പ്രിയമോട് ഹബീബിനെ ഓർത്ത്. അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ് വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നന്റെ സൂപ്പർ ഹീറോ ആരെന്നറിയാമോ? അറിയില്ലല്ലോ കൂട്ടുകാര പറയാമോ? ഉമ്മയളവില്ലാതെ സ്നേഹിക്കാനും അരുണ നബി. ഉമ്മയളവില്ലാതെ സ്നേഹിക്കാം അരുണ നബി. അങ്ങകരെ മദീനയിലോ തിരുറൗലയില. നാളെ മത്സരയിൽ തുണങ്ങാൻ വന്നിത്തുഴയാം റസൂലേ. പകരം ചൊല്ലാം സ്വലാത്ത് പ്രിയമോട് ഹബീബിനെ ഓർത്ത്. അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ് വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ് വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നന്റെ സൂപ്പർ ഹീറോ ആരെന്നറിയാമോ? അറിയില്ലല്ലോ കൂട്ടുകാര പറയാമോ? നന്റെ സൂപ്പർ ഹീറോ ആരെന്നറിയാമോ? അറിയില്ലല്ലോ കൂട്ടുകാര പറയാമോ?
രക്ഷിതാക്കളെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. ഈ ലോകം പഠിക്കാൻ കാരണം ദൂതരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനം ആഘോഷത്തിലായിരുന്നു. ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ അല്ലാഹുവിനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിൽ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഒരു കാട്ടറബി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴുത്തിൽ ചുറ്റിരുന്ന തട്ടം പിടിച്ച് ശക്തിയായി വലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ലവണ്ണം വേദനിച്ചു. ഇത് കണ്ട് കാട്ടറബിക്ക് സന്തോഷമായി. കാട്ടറബി തട്ടം വലിച്ചത് മാത്രമല്ല, എന്തെങ്കിലും തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. കാട്ടറബി മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. മനവനന്ദോ റന്നബേ ആസയന്ത മദീനവന്ന കാനലോ കരയിലെ നന്നവമ്മേ യാ നബി കരയിലെ നന്നവമ്മേ യാ നബി ഹൃദയ കരകെ കരയുവേ സയ്യദി മനവനന്ദോ ആടവേ റന്നബി ആസയന്ത മദീനവന്നോ കാനലോ കരയിലെ നന്നവമ്മേ യാ നബി കരയിലെ നന്നവമ്മേ യാ നബി കൊനയൗസരൽ കരതരോ ഉമ്മതേ യസരിബെമ്പ മണ്ണിന ആസാരത്തെ നേടിരെ കൗസർ പാപിಗೆ ಬರುವೆ ಅಂದ ನಿಮ್ಮ ಸನಿಹಾಯ ನಬಿ ಬರುವೆ ಅಂದ ನಿಮ್ಮ ಸನಿಹಾಯ ನಬಿ ಹೃದಯ ಕರಗೆ ಕರೆಯುವೆಯ ಸಯ್ಯದಿ ಮನವನಂದು ಆಡುವೆ ನಬಿ ಆಸೆಯೊಂದು ಮದೀನವನ್ನು ಕಾಣಲು ಕರೆಯಿರೆ ನನ್ನವಮ್ಮೆ ಯಾ ನಬಿ ಕರೆಯಿರೆ നന്നവമ്മേ യാ നബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മകൾ ഗാനങ്ങളായി പ്രസംഗങ്ങളായി വേദിയിൽ ഇറങ്ങുകയാണ്. പ്രവാചക അനുരാഗത്തിന്റെ അതുല്യ ലേഹങ്ങളെ ലയിച്ചു ചേരാൻ HIM കമ്മിറ്റി ഓർക്കുന്ന മീലാദ് ഫെസ്റ്റിലേക്ക് നിങ്ങൾക്കെല്ലാവരും സ്വാഗതം സ്വാഗതം സ്വാഗതം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രബോധനകാലം ശത്രുവിന്റെ അതിക്രമങ്ങളെ വർദ്ധിച്ചു വന്നു. അള്ളാഹു നബിക്കും അൻവയികൾക്കും പാലാകുന്നതിന് അന്വാജം നൽകി. നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് പോകാൻ ഞാൻ പിറകെ വരാം. സ്വഹാബാക്കൾ ചെറു സംഘങ്ങളായി മദീനയിലെത്തി. വിവാദം അറിഞ്ഞ് മക്ക മുശ്രിക്കീങ്ങൾ അങ്കലാക്കി. മുഹമ്മദ് അവരോടൊപ്പം മദീനയിലെത്തിയാൽ അപകടമാണ്, അനുവദിച്ചുകൂടാ. അതിനെ എന്ത് ചെയ്യണം? അവർ ഗൗരവമായി ആലോചിച്ചു. അവർ ധാരണതുമായി യോഗം ചേർന്നു. മുശ്രിക്കീങ്ങളെ പ്രമുഖരെല്ലാം ലോകത്തിലുണ്ട്. അബൂജഹൽ, ഉത്ബത്ത്, ഉമയ്യദ്, ശൈബത്ത് തുടങ്ങിയവരെല്ലാം തലപൂഞ്ഞ് ആലോചിച്ചു. എന്താണ് പരിഹാരം? കൊല്ലണം. എങ്ങനെ? അതിനൊരു വഴിയുണ്ട്. അബൂജഹൽ പദ്ധതി അവതരിപ്പിച്ചു. വീട് വലയണം. അതേ രാത്രിയിൽ വീട് വലയുക. പുലർച്ചക്ക് പുറത്തു വരുമ്പോൾ വെട്ടിക്കൊല്ലപ്പെടുത്തണം. അങ്ങ വെട്ടണം. ഒരിക്കലും രക്ഷപ്പെടരുത്. അതിനു വേണ്ടി ശക്തരായ യുവാക്കൾ തിരഞ്ഞെടുത്തു. രാത്രിയായി. നബി തങ്ങൾ അകത്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. സൈന്യം വീട് വലഞ്ഞു. അവർ കാത്തിരിപ്പായി. അർദ്ധരാത്രി. ജിബ്രീൽ അലൈഹിസ്സലാം
വിളിച്ചു. റസൂലുള്ളാഹി അലി തങ്ങൾ വിളിച്ചു. തന്റെ വിരിപ്പിൽ കിടക്കാനും പുതപ്പ് പൊതിക്കാനും കൽപ്പിച്ചു. അവരുടെ കണ്ണുകളിൽ മണ്ണ് കയറി ഒരു പിടി മണ്ണ് വാരി ബിസ്മില്ലാ ശത്രുക്കളുടെ മുഖത്തിലേക്ക് വീശിയെറിഞ്ഞു. സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലെത്തി ആയുധങ്ങളെ താഴ്ത്തിയിട്ടു. അവർ കണ്ണു തിരുമ്പാൻ തുടങ്ങി. ഈ സമയം തിരുനബി ഇറങ്ങി. നബിയുടെ കിടപ്പിൽ കിടക്കുന്ന അലി റളിയല്ലാഹുവെ അവർ നബിയാണെന്ന് വിചാരിച്ചു. തയ്യാറാക്കിയ വാഹനത്തിൽ അവർ യാത്രയായി. ശത്രുക്കളുടെ കണ്ണു തെളിഞ്ഞു. അവർ വീട്ടിലേക്ക് എത്തി നോക്കി. അബദ്ധം മനസ്സിലായി. അവർ ആയുധങ്ങളായി മുന്നോട്ട് നീങ്ങി. പുതപ്പ് നീക്കിയപ്പോൾ ഇതാ കിടക്കുന്നത് അലി തങ്ങളാണ്. അബദ്ധം മനസ്സിലായി. നബിയെ തേടി അവർ നാനാഭാഗത്തേക്കും ഓടിപ്പോയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തി. മദീനക്കാർ അവരെ സ്വീകരിച്ചു. हरा गुंबद जो देखोगे ज़माना भूल जाओगे, अगर तबा को जाओगे तो आना भूल जाओगे। ना इतना हो ज़्यादा चांद तारो अपनी रंगत पर, ना इतना ज़्यादा चांद तारो अपनी रंगत पर। मेरा आका है तुम गाना बजाना भूल जाओगे, मेरा आका है तुम गाना बजाना भूल जाओगे। हरा गुंबद जो देखोगे ज़माना भूल जाओगे, अगर तबा को जाओगे तो आना भूल जाओगे। अगर तुम गौर से मेरे नबी की नात सुन लोगे, अगर तुम गौर से मेरे नबी की नात सुन लोगे, मेरा दावा है तुम गाना बजाना भूल जाओगे, मेरा दावा है तुम गाना बजाना भूल जाओगे। हरा गुंबद जो देखोगे ज़माना भूल जाओगे, अगर तबा को जाओगे तो आना भूल जाओगे। അല്ലാഹുവിന്റെ ഹബീബ് സഹിച്ചൊരു മറുതനമോർക്കുമ്പോൾ അറിയാതെയുള്ളുകിടുന്നുകയാണാദരയതിയോർക്കുമ്പോൾ, അല്ലാഹുവിന്റെ ഹബീബ് സഹിച്ചൊരു മറുതനമോർക്കുമ്പോൾ അറിയാതെയുള്ളുകിടുന്നുകയാണാദുർഗതിയോർക്കുമ്പോൾ, അനുയായികളിൽ ക്ഷമ തേടും അതിനായ വിടുന്നിറവോതും, അകതാരിൽ സ്തുതി മുസിപാടും അഹദിൻ വിധി കേൾക്കാൻ കൂടും. അല്ലാഹുവിന്റെ ഹബീബ് സഹിച്ചൊരു മറുതനമോർക്കുമ്പോൾ അറിയാതെയുള്ളുകിടുന്നുകയാണ് ദുർഗതിയോർക്കുമ്പോൾ, പുണ്യ റസൂൽ സുജൂദിൽ വീണ് സുബ്ഹാനിൽ നിറവോതുന്നു, പൂമലർമേയിൽ വട്ടകയ വിശിഷ്ടങ്ങൾ കൊണ്ടുകമോടുന്നു. പുണ്യ റസൂൽ സുജൂദിൽ വീണ് സുബ്ഹാനിൽ നിറവോതുന്നു, പൂമലർമേയിൽ വട്ടകയ വിശിഷ്ടങ്ങൾ കൊണ്ടുകമോടുന്നു. പൂമകൾ ഫാത്തിമ എന്നേരം അത് കണ്ടു വിതുമ്പി കരയുന്നു, പൂമകൾ ഫാത്തിമ എന്നേരം അത് കണ്ടു വിതുമ്പി കരയുന്നു. പൂമലമേൽ വട്ട വിശിഷ്ടങ്ങൾ കൊണ്ടുകമോടുന്നു. ഓർക്കാൻ കാശിയുന്നില്ല, കണ്ണീരിൽ തോറുന്നില്ല, ഓർക്കാൻ കാശിയുന്നില്ല, കണ്ണീരിൽ തോറുന്നില്ല.
ഹബീബ് സഹിച്ചൊരു മറുതനമോർക്കുമ്പോൾ അറിയാതെയുള്ളു കെടുന്നുകയാണ് അതൊരു ഗതിയോർക്കുമ്പോൾ തീര ബിലാലും ഉബൈബും യാസിർ അമ്മാദും വ്യതകൊള്ളുന്നു ദീനിൻ വേണ്ടി സുമയ്യ ബീവി ജീവൻ തന്നെ വെളിയുന്നു തീര ബിലാലും ഉബൈബും യാസിർ അമ്മാദും വ്യതകൊള്ളുന്നു ദീനിൻ വേണ്ടി സുമയ്യ ബീവി ജീവൻ തന്നെ വെളിയുന്നു ഉഹുദിൻ രണഭൂവിൽ അംസത്തും വീണ് പിടഞ്ഞു കിടക്കുന്നു ഉഹുദിൻ രണഭൂവിൽ അംസത്തും വീണ് പിടഞ്ഞു കിടക്കുന്നു ഉശിരംഗത്താലയം എന്തോ നെഞ്ചു പിളർത്തിയെടുക്കുന്നു ഉശിരംഗത്താലയം എന്തോ നെഞ്ചു പിളർത്തിയെടുക്കുന്നു ഓർക്കാൻ കാശിയുന്നില്ല കണ്ണേറിൽ തോറുന്നില്ല ഓർക്കാൻ കാശിയുന്നില്ല കണ്ണേറിൽ തോറുന്നില്ല അല്ലാഹുവിന്റെ ഹബീബ് സഹിച്ചൊരു മറുതനമോർക്കുമ്പോൾ അറിയാതെയുള്ളു കിടുന്നുകയാണ് ദുർഗതിയോർക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സഹിച്ചൊരു മറുതനമോർക്കുമ്പോൾ അറിയാതെയുള്ളു കിടുന്നുകയാണ് ദുർഗതിയോർക്കുമ്പോൾ. അസ്സലാമു അലൈക്കും. In this great occasion, I am here to hear a few lines about Prophet Muhammad Mustafa sallallahu alaihi wasallam. May Allah bless us. Amen. In 6th century, when Hazrat Muhammad Mustafa sallallahu alaihi wasallam was born at Mecca. Mecca is the city of Saudi Arabia. The condition in Arabian country was very bad. They were completely darkenized. His father, Hazrat Abdul Muttalib, after Hazrat Talib looked after him as her own son. He was famous for his honest and truthfulness. He married Hazrat Khadija at the age of 25. He got to birth at the age of 40, and he is the favorite person of Allah. And he is passed away at the age of 63. And he is the last prophet in the world. Now I conclude my speech. Wahdan wa alhamdulillah rabbil alamin. Assalam. ലോകത്തിലുള്ള ധാരാളം മരങ്ങളെ പേനായിട്ടും കടലിലെ വെള്ളങ്ങളെ മഷിയായിട്ടും ഉപയോഗിച്ചാലും എഴുതി തീർക്കാനോ കഴിയാത്ത കാരുണ്യത്തിന്റെ കടലായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുകളിൽ നിന്ന് എനിക്കറിയുന്ന ഏതെങ്കിലും ഒന്ന് പറയാനോ നിങ്ങൾക്കത് ഇഷ്ടപ്പെടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഒരിക്കൽ ധീരവീര ശൂരനായ സ്വഹാബി ഖാലിദ് ഇബ്നു വാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ശത്രു സൈന്യത്തിന്റെ യുദ്ധം നടന്നു. യുദ്ധത്തിന്റെ ക്യാപ്റ്റനായിരുന്ന ഖാലിദ് ഇബ്നു വാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ യുദ്ധത്തിന്റെ രണാങ്കത്തിൽ തൊപ്പി താഴെ വീണു. യുദ്ധത്തിന്റെ ക്യാപ്റ്റനായിരുന്ന ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ മധ്യ തൊപ്പിത്തെറിയാൻ തുടങ്ങിയപ്പോൾ സ്വഹാബികൾ പരിഭ്രമിച്ചു. അവർ ഖാലിദ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഏ ഖാലിദേ, എന്തിനാണ് ആ കീഴ തൊപ്പിക്ക് വേണ്ടി അത്രയും നിർബന്ധം കാണിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാലിദ് റളിയല്ലാഹു തൊപ്പി കാണിച്ചു കൊടുത്തു. നോക്കുമ്പോൾ അതിൽ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറച്ച് മുടികൾ തുന്നി വെച്ചിരുന്നു. അതിനിക്ക് വേണ്ടി തന്നെയായിരുന്നു അത്രയും നിർബന്ധം കാണിച്ചത്. ആ തൊപ്പി ധരിച്ച് പിന്നെ കുറെ യുദ്ധത്തിലേക്ക് പോയെങ്കിലും ഒരു യുദ്ധത്തിലും പരാജയം പെട്ടില്ല. അതായിരുന്നു ഖാലിദ് ഇബ്നു വാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചകത്തിന്റെ സ്നേഹം. അല്ലാഹു അവരോടൊപ്പം ഞങ്ങളെയും അവരുടെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഉണ്ട് കൊതി മദീന നോക്കൂ മനസ്സിലുണ്ട് കൊതിച്ചോണ്ടുണ്ടോ വിക്കോട്ടു പോവനുണക്ക് മദീന റായത്തുക ഉണ്ട് കൊതി മദീന നോക്കൂ മനസ്സിലുണ്ട് കൊതിച്ചോണ്ടുണ്ടോ വിക്കോട്ടു പോവനുണക്ക് മദീന റായത്തുക മറിക്കേറോ മുന്നോലുണക്ക് നബിറ റൗള മുത്തനുണക്ക് हजत नीता रब नंडोया इश्क इश्क नबी तोह नबी जन्नत रो तेरे काट नबी सलातलुम सवाब नक तन्नु नंगलो नबी उंडु कोदी मदीന നോക്കൂ മനസ്സിലുണ്ട് കൊതിച്ചോണ്ടുണ്ടോ ഇതുകൊണ്ടു പോവനുണക്ക് മദീന റായത്തുക അല്ലാഹുറോ സ്വർഗത മുത്തു ഞങ്ങളെ കൽബുറോ ഇമാന സ്വത്തു കൽബുലു ആസങ്ങ് നിറങ്ങിര നിങ്ങളെ മുഹബത്തില് ഉണ്ട് കൊതി മദീന നോക്കൂ മനസ്സിലുണ്ട് കൊതിച്ചോണ്ടുണ്ടോ ഇതുകൊണ്ടു പോവനുണക്ക്
മദീന റായത്തുക ഇഷ്ക് നബി തിരു തോഹ നബി ജന്നത്ത് റോ തിരു കാട്ട് നബി സലാത്തലും സവാബ് നങ്ക് തന്നു ഞങ്ങളോ നബി ഉണ്ടു കൊതി മദീന നോക്കോ മനസ്സിലുണ്ട് കൊതിച്ചോണ്ടുണ്ടോ വിദ്ഗോട്ടു പോവണു നക്ക് മദീന റായത്തുക. അസ്സലാമു അലൈക്കും വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിലല്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം ആദരം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, സഹോദരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ്. കൽബുള്ളവരെ കരയിപ്പിക്കുന്ന, കണ്ണീരിൽ ചായ കുഴിക്കുന്ന ഒരു കഥന കഥ. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അടർക്കളത്തിലെ പടർകുതിര. തിരുനാമം കൊണ്ട് വീരത്ത് അഹ്മദ് നബിയോരിൽ സലാമുയരട്ടെ. കഥകൾ പറയട്ടെ അനുജരിൽ അഹ്ലുൽ ബൈത്തി. അതുകൊണ്ട് തിരുനാമം കൊണ്ട് വീരത്ത് അഹ്മദ് നബിയോരിൽ സലാമുയരട്ടെ. കഥകൾ പറയട്ടെ അനുജരിൽ അഹ്ലുൽ ബൈത്തി. പതിവിനെതിരായ ചിന്താഭാരവുമായാണ് മദീനയിൽ ഉറക്കമുണർന്നത്. എന്തോ പന്തികേട് സംഭവിച്ചതുപോലെയാണല്ലോ, എന്തോ പ്രതികാര ദാഹമാണല്ലോ എല്ലാവരുടെയും സംസാരത്തിൽ പതിഞ്ഞു പോകുന്നത്. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? അങ്ങോട്ട് നോക്കൂ, മസ്ജിദ് നബിയുടെ ഒരടുത്ത് ചിന്തയിൽ ആഞ്ചിരിക്കുന്ന ജഅഫർ ബിൻ അബി ത്വാലിബ് തന്നെയല്ലേ? പുണ്യ നബിയുടെ എല്ലാമായിരുന്നു അബൂ ത്വാലിബിന്റെ പ്രിയപുത്രൻ ജഅഫർ. കണ്ടാൽ റസൂലാണെന്ന് തന്നെ തോന്നിപ്പോകും. അതേ മുഖവും അതേ കണ്ണുകളും. വരൂ, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതുകോർക്കാം. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പരത്തുവാൻ ബസറിൽ ചെന്നാരേ അവിടെ. പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ വിളിച്ചൊരു പൊന്നാരേ അവരെ സുരഭിൽ കൊന്നാരേ. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പരത്തുവാൻ ബസറിൽ ചെന്നാരേ അവിടെ. പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ വിളിച്ചൊരു പൊന്നാരേ അവരെ സുരഭിൽ കൊന്നാരേ. ആദരവായ ഹബീബിന്റെ വിശുദ്ധ പ്രസ്ഥാനമായ ദീനുൽ ഇസ്ലാമിനെ ബസറയിൽ പ്രചരിപ്പിക്കാനെത്തിയ ഹാരിസ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ സുറബിയിൽ എന്ന നീചൻ കൊന്നുകളഞ്ഞിരിക്കുന്നു. ഇല്ല, ഇനി നമ്മുടെ ഹാരിസ് ഒരിക്കലും നമ്മിലേക്ക് തിരിച്ചു വരികയില്ല. അണപൊട്ടിയ കണ്ണീർ തുള്ളികൾക്കിടയിലും ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു പുലിക്കുട്ടിയെ പോലെ ഗർജിച്ചു. മദീനയിൽ യുദ്ധകഹളം മുഴങ്ങാനിരിക്കുകയാണ്. സ്വഹാബത്തിന്റെ രക്തം തിളിച്ചും മറിയുന്നു. 3000-ഓളം വരുന്ന രണവീരന്മാർ റസൂലുള്ളാഹിന്റെ വാക്കുകൾക്ക് കാതുകോർക്കുകയാണ്. എന്താണ് റസൂലുള്ള അവരോട് പറയാനിരിക്കുന്നത്? സഹാബത്തോരേ, ഇരുലോകം ജയിക്കുവാനകിലയും കൊതിച്ചുള്ളോരേ. തിരുത്താറസുലമരായി സഹാബത്തോരേ, ഇരുലോകം ജയിക്കുവാനകിലയും കൊതിച്ചുള്ളോരേ. മുന്നിൽ നിന്ന് ജഫറും അബ്ദുള്ള പിന്നിൽ ചെന്ന് ജഡിയിലിടയനും പിന്നിൽ ചെന്നിടാൻ ഫിർദൗസിൽ കനിയണം റഹീമായോനേ. ചേലോടെ ദീനകർത്തണം കരീമായോനേ. തിരുത്താഹ റസൂലുള്ളാഹിന്റെ മറായി സഹാബത്തോരേ, ഇരുലോകം ജയിക്കുവാനകിലയും കൊതിച്ചുള്ളോരേ. അതെ, സെയ്ദ് ബിൻ ഹാരിസിനിക്ക് വല്ലതും സംഭവിച്ചാൽ ഇനി സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കണം. നിന്റെ കാവൽ നിൽക്കാൻ റസൂലുള്ള എന്നെ ഏൽപ്പിച്ചുവല്ലോ. അൽഹംദുലില്ലാ. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൽബദം ആനന്ദത്താൽ കുളിർത്തു. എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കണം, തന്റെ പ്രിയതമയോട് വിട ചോദിക്കണം. അതെ, എന്റെ അസ്മ, അവൾ പാവമാണ്. ജീവിതത്തിന്റെ വസന്താരാവുകൾ ഏറെയൊന്നും അവൾ അനുഭവിച്ചിട്ടില്ല. റബ്ബേ, എന്റെ പൊന്നുമോൻ റബ്ബേ, എല്ലാം ഒരു ദിവസത്ത് പോലും അസ്തമിച്ചൊടുങ്ങുകയാണ് തമ്പുരാനെ. അവർക്കിനി ആരാണ്
തമ്പുരാനെ, ഒഴുകുന്ന കണ്ണുകളോട് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയത് അറിഞ്ഞില്ല. ഇതെല്ലാം കണ്ടും കേട്ടും അസ്മാ ബീവി വീട്ടിന്റെ പടിവാതിക്കൽ തന്നെ നിൽപ്പുണ്ട്. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരെ മാറോട് അണിഞ്ഞു പിടിച്ചു. അസ്മാ മോളെ, അസ്മാ വരട്ടെ മോളെ വരട്ടെ, യാത്ര തൊണ്ടയിൽ കുടുങ്ങി. നാളെ റബ്ബിന്റെ സുവലോക സ്വർഗത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം. ആ 4 നേത്രങ്ങളും നയാഗരം വെള്ളം ചാട്ടം പോലെ നിറഞ്ഞു. ഒഴുകുന്ന കണ്ണുകളോട് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ പടകുതിരക്ക് മുകളിൽ കയറാൻ പോകുമ്പോൾ പിന്നിൽ നിന്നും ഒരു വിളി, ഉപ്പാ. അതാ മനസ്സിൽ പാങ്ങി കയറി തന്റെ പിഞ്ചോമനെ വാളിപ്പുളർന്ന് എല്ലാം മറന്ന് ഒരു നിമിഷം നിൽക്കുമ്പോൾ ആ ധീര വനിത തന്റെ പടവാൾ കയ്യിൽ കൊടുത്ത് പറയുകയാണ്, പൂനം പ്രിയാനിധിയടർക്കാലത്തിൽ പടച്ചോൻ വിളിക്കുന്നുണ്ടീക്ഷണത്തിൽ പെരിയോണ്ട മറന്ന് ശമിച്ചിടാം ഞാൻ പൂമോനിനർന്നിടും സുവർഗം കൂടാൻ. പൂനം പ്രിയാനിധിയടർക്കാലത്തിൽ പടച്ചോൻ വിളിക്കുന്നുണ്ടീക്ഷണത്തിൽ. മൂത്തതിന്റെ പടക്കളം 100,000-ഓളം ശത്രുക്കൾ പരാപാരം പോലെ പറന്ന് കിടക്കുകയാണ്. ശത്രുവിന്റെ അംഗബലം മുസ്ലിം സൈന്യത്തെ തളർത്തിയില്ല. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മുന്നിൽ നിന്നും പടനയിക്കുകയാണ്. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മുന്നിൽ നിന്നും പടനയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാൾ ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അപ്രതീക്ഷമായി വിട്ടേറ്റുകൊണ്ട് മഹാനവർകൾ രക്തത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ ആ വിശുദ്ധ പതാക തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന അമർധ്വനി ഉയർത്തിക്കൊണ്ട് ഇരങ്ങണ്ട സിംഹത്തെ പോലെ ശത്രുപാളയത്തിലേക്ക് ഇറങ്ങിക്കയറി തലങ്ങും വിലങ്ങും നോക്കി വെട്ടി. ശത്രുവിന്റെ തല അന്തരീക്ഷത്തിൽ കരീടം പോലെ പാരി നടന്നു. ഉയർന്നു തടർക്കുന്നേ ബല്ലാതിരുമാമോദിൻ തിരുകോടി ഇട്ട് ചവിട്ടുന്നോരാരടാ. പമ്പുട്ട ജഫറലി അല്ലാ വീരചാടി ഉയർന്ന് തടർക്കുന്നേ ബല്ലാതിരുമാമോദിൻ തിരുകോടി ഇട്ട് ചവിട്ടുന്നോരാരടാ. അമ്പാവൻ തന്നോട് ദീനിൽ ഉൾക്കൊണ്ടേ അല്ലാ പെരിയോനെ ഓതിടേ. അമ്പവൻ അമ്പുകൾ ചേരി വന്നിട്ട് ബമ്പർ നെഞ്ചിനെ പിളർത്തിടേ. അല്ലാഹ് ഒരു കാബാലികന്റെ വെട്ടേറ്റുകൊണ്ട് മഹാനവറുകളുടെ വലത് കൈ അറ്റ വീണു. സുബ്ഹാനല്ലാഹ്, അധിക നേരം താമസിക്കുന്നതിന് മുമ്പ് ഇടത് കൈ ഇടങ്ങി തൂങ്ങിയിരിക്കുന്നു. എന്റെ വലത് കൈ വെട്ടിയിട്ട് എന്റെ ഇടത് കൈ മുറിച്ചിട്ട് എന്റെ റസൂലിന്റെ പതാക നിരത്തിട്ട് ചവിട്ടാൻ ഒരു ധിക്കാരിയും ഞാൻ അനുവദിക്കുകയില്ല. തന്റെ പകുതി ഛേദിക്കപ്പെട്ട രക്തമുറ്റുന്ന കൈത്തണ്ടുകൾക്കിടയിൽ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ വിശുദ്ധ പതാക തന്റെ നെഞ്ചോട് പിടിച്ച് സജീവം നിലകൊണ്ട് ശത്രുക്കൾ അദ്ദേഹത്തെ കടിച്ചുവാടി. ശത്രുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ചാട്ടലി മഹാനവറുകളുടെ നടുക്കം പിളർത്തി. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 90 മുറിവുകൾ പാറിപ്പോയി. തന്റെ ജീവൻ സമർപ്പിച്ച ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ആർക്കാണ് മറക്കാനാവുക? ആർക്കാണ് സഹിക്കാനാവുക? മയ്യത്ത് മയ്യത്ത് മുന്നിൽ ബാബ മയ്യത്ത് യതീമായി തീരും പോണു ആ നിമിഷം മുതൽ കണ്ണീര്. മയ്യത്ത് മയ്യത്ത് മുന്നിൽ ബാബ മയ്യത്ത് യതീമായി തീരും പോണു ആ നിമിഷം മുതൽ കണ്ണീര്. പൊന്നുപ്പ ഇല്ലാണ്ട് ഉമ്മച്ചി വിരപ്പുണ്ട്, പെരിയോന്റെ സങ്കടം കാണാൻ ആരുണ്ട്, ഈ ദുനിയാവിൽ ആരുണ്ട്. മൂത്തതിന്റെ പടക്കളത്തിൽ തന്റെ ചെഞ്ചോരം തർപ്പിച്ച ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊടുക്കിലിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത്രമാത്രം പറഞ്ഞ് ഞാൻ എന്റെ കൊച്ചു കഥാപ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മുത്തൊരു മുത്താട്ടിൽ നബി വന്നു മക്കത്ത്. ആദ്യം നബി കൊണ്ടൊരു നൂറിന്റെ കിസ്സപ്പെടുത്തുണ്ട്, പാടാനറിയുണ്ട്. പൂവിൽ ലഭിച്ചു മുഹബത്ത്, ഭൂലോകം പഠിച്ചോണ്ട് സത്ത്. കാലം കൊതിച്ചുള്ള ഇസത്ത് നൽകിയ പൂമത്ത്, ലോകത്ത് റഹ്മത്ത്. സ്നേഹത്തിൻ അറിവുകൾ ലോകം കണ്ടുള്ള നന്മകൾ. 1000
ആയിരം കാലങ്ങൾ മുമ്പ് ഹബീബ് കണിഞ്ഞതല്ലേ നൂറിലെങ്കി തെളിയവേ നൂറ്റാണ്ടാലടരവേ നൂല കവലവലി താണ്ടി വിജയത് കണ്ടതല്ലേ സ്നേഹത്തിനറിവുകൾ ലോകം കണ്ടുള്ള നന്മകൾ ആയിരം കാലങ്ങൾ മുമ്പ് ഹബീബ് കണിഞ്ഞതല്ലേ നൂലെങ്ക് തെളിയവേ നൂറ്റാണ്ടാലടരവേ നൂല കവലവലി താണ്ടി വിജയം കണ്ടതല്ലേ മരുഭൂമി കണ്ട മാമ ഗുരുവേ നബിയരേ ആ മുത്ത് മുത്തൊരു മുത്ത് മുത്താട്ടിൽ നബി വന്നു മകത്ത് ആദ്യം നബി കൊണ്ടൊരു നൂറിന്റെ കിസപ്പെടുത്തുണ്ട് പാടാൻ നെറിയുണ്ട് ഭൂവിൽ ലഭിച്ചു മുഹബത്ത് ഭൂലോകം പഠിച്ചോണ്ട് സത്ത് കാലം കൊതിച്ചുള്ള ഇജത്ത് നൽകിയ പൂമുത്ത് ലോകത്തിനൊടവിലെ വിധി വരുന്നൊരു നാളിലെ മോക്ഷത്തിൻ കലം ചൊരിക്കുന്ന മുത്താട്ടിൽ കനിവ് ഈമാൻ പുരലിലെ ഈമാൻ തേടി മനുജരെ ഈ ലോകത്ത് ശാന്തി നിറച്ച ഹബീബിന്റെ നാമത്തിലെ അറിയേ നമുക്കിരി നാമം ഉലകിൽ തെളിച്ചമേ ആ മുത്ത് മുത്തൊരു മുത്ത് മുത്താട്ടിൽ നബി വന്നു മകത്ത് ആദ്യം നബി കൊണ്ടൊരു നൂറിന്റെ കിസപ്പെടുത്തുണ്ട് പാടാൻ നേരെയുണ്ട് പൂവിൽ ലഭിച്ചു മുഹബത്ത് ഭൂലോകം പഠിച്ചോണ്ട സത്ത് കാലം കൊതിച്ചുള്ള ഇസത്ത് നൽകിയ പൂമത്ത് ലോകത്ത് മത്ത്. Respected chairman, teachers and my dear friends, today is birthday of the Prophet Muhammad Mustafa sallallahu alaihi wasallam. In this celebration, I would like to share something about Prophet Muhammad Mustafa sallallahu alaihi wasallam. Dear friends, the Prophet Muhammad Mustafa sallallahu alaihi wasallam taught love composition to his people and was seen by most loving and composition to his people and was seen most loving and composition to his people. They would all have broken away from you. They all took all. Assalamu alaikum. Sneha hame mare ta asinare Sneha hame mare ta asinare sarva dushtigu karanata sarva dushtigu sahanata sarva dushtigu abhayata sarvarallayo pranayata Sneha hame mare ta asinare Sneha hame mare ta asinare Nabiyu naguadid nayana manasigu yamdu satvanaru Nabiyu nambalina ಶಾಶ್ವತ ಲೋಕಗಳಲ್ಲೂ ನಾಯಕರು ವಚನಗಳು ಸುಮಧುರ ಕವನ ವರ್ತನೆಯೂ ಸಮಂ ವಚನಗಳು ಸುಮಧುರ ಕವನ ವರ್ತನೆಯೂ ಸಮಂ ಅಹಮದ್ ನಬಿಯವರು ಹರಡಿದ ಮಧುರವು ಜನಮನಸಲಿರುವ ಮಧು ಸ್ನೇಹ ಹಾಮಿ ಮಾರೆ ತಾಸೀನಾರೆ ನಬಿಯು ನಮ್ಮ ನಾಡಿನ ನಯನ ಮನಸ್ಸಿಗೂ ಎಂದು ಸಾತ್ವನರು ನಬಿಯು ನಂಬಾಲಿನ ಶಾಶ್ವತ ಲೋಕಗಳಲ್ಲೂ ನಾಯಕರು ಡಿಗಳದು ಮಧುರ ಸುರಂಗ ಡಿಗಳದು ಶುಭಂ ಸ್ನೇಹ ಹಾಮಿ ಮಾರೆ ತಾಸೀನಾರೆ ಸ್ನೇಹ ಹಾಮಿ ಮಾರೆ ತಾಸೀನಾರೆ ಸರ್ವ ಸೃಷ್ಟಿಗೂ ಸಹನತ ಸರ್ವ ಸೃಷ್ಟಿಗೂ ಸಹನತ ಸರ್ವಲೋಕಕ್ಕೂ ಅಭಯತ ಸರ್ವರಲ್ಲಯೋ ಪ್ರಣಯತ ಸ್ನೇಹ ಹಾಮಿ ಮಾರೆ ತಾಸೀನಾರೆ ಮಹಾರಾಯ ಮುತ್ತ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് അലങ്കരിതമായ അവിടുത്തെ ജന്മദിനത്തിനെ കുറിച്ച് 1-2 വാക്ക് പറയാം. പ്രിയമുള്ളവരെ, ലോകമാകെ തിരുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആഹ്ലാദകരമായ സമയമാണിന്ന്. കണ്ണും കാതും കൊരിപ്പിച്ചും ആർക്കും കാണാനോ കേൾക്കാനോ കഴിയുന്നതാണ് ഈ ജന്മദിനം ആഘോഷിക്കുന്ന ആരവങ്ങൾ. മണ്ണും വിണ്ണും തോരണങ്ങൾ കൊണ്ട് അലങ്കൃതമായ ഗഗനനീലമായ നക്ഷത്രങ്ങൾ വർണ്ണമത് ചരിയുകയാണ്. സത്യത്തിന്റെ തിരിച്ചായിരങ്ങൾ മതത്തിന്റെ ബാലകരായി മാറി. നന്മയും തിന്മയും അവിടുന്ന് പഠിപ്പിച്ചു. സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു കൊടുത്തു. മനുഷ്യ ജീവിതത്തിൽ സകല മേഖലവും ആ ജീവിതത്തിൽ സമം മനസ്സിലാക്കി. തങ്ങൾ ആ ഭൂമി തന്റെ അനുയായികൾ ഒരിക്കലും മാറാനില്ല. നബിയിൽ നിന്ന് കണ്ട സ്വാഭാവികരെല്ലാം നബിയുടെ കാലത്തും അവർക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമായി തിങ്കളാഴ്ച അവിടെ നിന്ന് നോമ്പെടുത്തി നന്ദി കാണിച്ചു കൊടുത്തു. കൂടുതലായൊന്നും പറയാനില്ല. കാലത്തിരുന്ന് സാഹചര്യത്തെ അനുസരിച്ച് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നതല്ലാതെ നമുക്ക് ആ നബിയെ ആവോലം അനുസ്മരിക്കാം. ഇത്ര പറഞ്ഞ് ഞാൻ എൻ്റെ വാർത്തകൾ അസ്സലാമു അലൈക്കും. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ അള്ളമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അഹ്യൽ ഇസ്ലാം. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിനെ ഹയാത്താക്കിയാൽ, നല്ല കാര്യങ്ങൾ ചെയ്ത് ഹയാത്താക്കിയാൽ അവൻ ഇസ്ലാമിനെ ഹയാത്താക്കിയവനായി. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുന്നതിന്റെ പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മൗലിദ് ഓതുന്നതിന്റെ പേരിൽ ആരെങ്കിലും ഒരു ദിർഹം ചെലവാക്കിയാൽ ഫകഅന്നമാ ഷഹിദ ഗസ്വത ബദർ. ബദർ യുദ്ധത്തിൽ ഹാജരായ സഹാബാക്കളുടെ സ്ഥാനം അവനിക്കുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അള്ളമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന സബബൻ ലിഖിറാഅതിഹി ലാ യഖ്റുജു മിനദ് ദുനിയ ഇല്ലാ ബിൽ ഈമാൻ വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മൗലിദ് ഓതുകയും അതിന് അവൻ കാരണക്കാരനാവുകയും ചെയ്താൽ അവൻ ദുനിയാവിൽ നിന്ന് ഈമാൻ കൂടാതെ മരിക്കൂല. അവൻ ഹിസാബ് കൂടാതെ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 ഖുലഫാഉർ റാഷിദീങ്ങൾ പറഞ്ഞ അഭിപ്രായമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ആ ഖുലഫാഉർ റാഷിദീനെ പറഞ്ഞ ആ വാക്യങ്ങൾ മനസ്സിലെടുത്ത് നിങ്ങളടുക്കലേക്ക് യുവാക്കൾ പട്ടിക ലീസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുമ്പോൾ നല്ല മനസ്സോടുകൂടെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മീലാദുൻ നബി കൊണ്ട് ആടാൻ, ഈ മീലാദുൻ നബിനെ വേണ്ടതുപോലെ പുരോഗമനത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം. അപ്പൊ നിങ്ങൾക്ക് ചില ആളുണ്ട്, ഞാൻ മരിച്ചെങ്കിലാണ്. മരിച്ചില്ല, ഹയാത്ത് ഉണ്ടെങ്കിൽ തരാന്ന വാഗ്ദാനത്തിന്റെ അർത്ഥം. ഞാൻ മരിച്ചില്ല, ഞാൻ ഹയാത്തിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഇത്ര ഇറച്ചി ഞാൻ തരാം. ഇനി മരിച്ചതിന് ശേഷം മക്കൾ തരുന്നെങ്കിലും വാങ്ങാന്നല്ലാതെ മക്കളെ മേലത് കടമയല്ല. കാരണം ഇവിടെ ഏറ്റെടുക്കുന്നത് തന്നെ അടുത്ത വർഷം ഞാൻ മരിക്കാതെ ഹയാത്തുണ്ടെങ്കിൽ തരാനാണ്. അതുകൊണ്ട് മരിച്ചെങ്കിലാന്ന് ഒരു ചോദ്യം ചെയ്തിട്ട് അങ്ങനെയെല്ലാം ചോദിക്കും ഇബ്ലീസ് ചിലവാക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞ് ഇവിടെ ലീസ്റ്റാക്കിയാൽ എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഇതിന് നടത്തുന്ന കമ്മിറ്റിക്കാർക്കും മറ്റും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് മീലാദുൻ നബി ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങൾ കഴിവിന്റെ പരമാവധി സഹായിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, താഴെ മദ്രസയിലേക്ക് 4 ഡെസ്കും 4 ബെഞ്ചും ആവശ്യമുണ്ട്. താഴെ മദ്രസയിലേക്ക് 4 ഡെസ്കും 4 ബെഞ്ചും ആവശ്യമുണ്ട്. താഴെ മദ്രസയും പള്ളിയും ഏകദേശം 40 അതിലേറെയോ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് 5 പൈസയും ചെയ്യാതെ ഉണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ നമ്മളെ മദ്രസക്ക് 4 ബെഞ്ചും 4 ഡെസ്കും വേണമെന്ന് പറഞ്ഞിട്ടും ആരും കൂട്ടാക്കാതെ തിരിഞ്ഞു പോയാൽ നമ്മുടെ അവസ്ഥ എന്ത്? ചിന്തിക്കണം. ഞാൻ പറയുന്നത് ചിന്തിക്കണം. 40 ലക്ഷം അതിലേറെ ചെലവ് വരുന്ന പള്ളിയും മദ്രസയും ആരോ ഉണ്ടാക്കി തന്നെ നമുക്ക്. അത് നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ അതിനുള്ള മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട്, ഇല്ല അതിനുള്ള വഴിയില്ലായിരുന്നു എങ്കിലും അതിനു വേണ്ടി ഒരു 4 ഡെസ്കും 4 ബെഞ്ചും വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ കൂട്ടാക്കാതിരുന്നാൽ പറ്റേയില്ല. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് 4 ബെഞ്ചും 4 ഡെസ്കിന്റെയും 30,000 ഉറുപ്പികയാണ് ഏകദേശം ഞാൻ ചോദിച്ചപ്പോൾ ബന്ധപ്പെട്ടവർ പറഞ്ഞത്. അതുകൊണ്ട് അതും ഇവിടെ നിങ്ങൾ വാഗ്ദാനം ചെയ്യണം. ഏതെങ്കിലും ഒരാളോ 2 ആളോ 4 ആളോ ഏതെങ്കിലും ഒരു സംഘടനയോ ആര് ഏറ്റെടുത്താലും നല്ല കാര്യമാണ്. മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും ആ ഡെസ്കിലും ബെഞ്ചിലും ഇരുന്ന്
കിടാക്കൾ ഖുർആൻ ഓതുമ്പോ ഇൽമ പഠിക്കുമ്പോ ഖബറിലേക്ക് അതിന്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഏസികയാണ്, നാണക്കടാണ് അതിന്റെ ചെലവ്. ആ 4 ബെഞ്ചിന്റെയും ഡെസ്കിന്റെയും പൈസ ആരും ഉണ്ടാതെ ഇവിടുന്ന് പോകലെന്ന് പ്രത്യേകം ഞാൻ നിങ്ങളെ ഉണർത്തി തൽക്കാലം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അഭിലാഷം റോള പൂന്തോപ്പിൽ എത്താൻ വിധിക്കല്ല, എത്താൻ വിധിക്കല്ല. അഭിമാനമാകും മന്തരിൽ മുത്താൻ തുണയ്ക്കല്ല, മുത്താൻ തുണയ്ക്കല്ല. അഭിലാഷം റോള പൂന്തോപ്പിൽ എത്താൻ വിധിക്കല്ല, എത്താൻ വിധിക്കല്ല. അഭിമാനമാകും മന്തരിൽ മുത്താൻ തുണയ്ക്കല്ല, മുത്താൻ അഹദത്തിൽ അഹദായവൻ അമൈത്തുള്ള നൂരേ, അധികാര കുർസിൽ പോലും പ്രസരിച്ച പേരേ. അഹദത്തിൽ അഹദായവൻ അമൈത്തുള്ള നൂരേ, അധികാര കുർസിൽ പോലും പ്രസരിച്ച പേരേ. ആദമിൻ സന്താനം സമ്മാനദൂതരേ, ആലത്തിൻ റഹ്മത്ത് ഖാജാ റസൂലേ, ആലത്തിൻ റഹ്മത്ത് ഖാജാ റസൂലേ. അകലെ അകലെ പതിമക്കാവിൽ പൂത്ത ആരംഭപ്പൂവേ, ആരംഭപ്പൂവേ. അകലിൽ സദാ സുൽത്താനായി വാഴും പാരിൻ നേതാവേ, നബി പാരിൻ നേതാവേ. അഭിലാഷം റൗള പൂന്തോപ്പിൽ എത്താൻ വിധിക്കല്ല, എത്താൻ വിധിക്കല്ല. അഭിമാനമാകും മന്ദറയിൽ മുത്താൻ തുണയ്ക്കല്ല, മുത്താൻ തുണയ്ക്കല്ല. അജ്മൽ നിലാവന്ന് അജമിനെ മേച്ചു, അഴകേരുടും വാനം അഴകായി തുടിച്ചു. അജ്മൽ നിലാവന്ന് അജമിനെ മേച്ചു, അഴകേറിടും വാനം അഴകായി തുടിച്ചു. അൽ അമിൻ നാമത്തിൻ കീർത്തി മികച്ചു, അഹദിന്റെ വേദം പിന്നെ അവരിൽ ലഭിച്ചു, അഹദിന്റെ വേദം പിന്നെ അവരിൽ ലഭിച്ചു. നബിയാ നബിയാ ദഅവത്തേകിയ ദുഃഖം നൽകിയതു ദുഃഖം, നൽകിയതു ദുഃഖം. പരിഹാസവാക്കുകളോതി ഖുറൈശികൾ കുംഭാരടക്കം, ആ കുംഭാരടക്കം. അഭിലാഷം റൗള പൂന്തോപ്പിൽ എത്താൻ വിധിക്കല്ല, എത്താൻ വിധിക്കല്ല. അഭിമാനമാകും മന്ദരയിൽ മുത്താൻ തുണയ്ക്കല്ല, മുത്താൻ തുണയ്ക്കല്ല. അക്രമം കാട്ടി നബിയെ അവരാട്ടി, അവസാന ഹിജ്റക്കായി അമരന്ന് കിട്ടി. അക്രമം കാട്ടി നബിയെ അവരാട്ടി, അവസാന ഹിജ്റക്കായി അമരന്ന് കിട്ടി. ജമലിന്റെ നാട്ടിൽ ജമലേറി മട്ടിൽ, സിദ്ദീഖരെ കൂട്ടി നീഞ്ഞിരട്ടിൽ, സിദ്ദീഖരെ കൂട്ടി നീഞ്ഞിരട്ടിലേ. അജിവാ അജിവാ പഴത്തിൻ നാടും വീടും സ്വാഗതം പാടി അളവേറുവാൻ കൂടി. അനുഭൂതി കൂടം മൻസാരികളും കൂട്ടമായി പാടി തൊലഹൽ ബദറു പാടി. അഭിലാഷ റൗള പൂന്തോപ്പിൽ എത്താൻ വിധിക്കല്ല, എത്താൻ വിധിക്കല്ല. അഭിമാനമാകും മന്ദരയിൽ മുത്താൻ തുണയ്ക്കല്ല, മുത്താൻ തുണയ്ക്കല്ല. ഇസ്സത്ത് കാത്ത് ഇതിഹാസം തീർത്ത് ഇഹമിൽ പെറുത്ത് ഇസ്ലാമിൽ സത്ത്,
ഇസ്സത്ത് കാത്ത് ഇതിഹാസം തീർത്ത് ഇഹമിൽ പെറുത്ത് ഇസ്ലാമിൻ സത്ത് മതപാദമൊരു കൂർത്ത് വിജയം കൂർത്ത് മഹബൂബരെ കൽബിൽ മധുരം പെരുത്ത് മെഹബൂബരെ കൽബിൽ മധുരം പെരുത്ത് ദീനിന്റെ വെണ്ണിൽ കൊടികൾ നാട്ടി വേറെ പ്രദേശത്ത് ഈരൻ സ്വബത്തവരാൽ തിങ്ങും ഇങ്ങും തവത്ത് അഭിലാഷം പൂന്തോപ്പിൽ എത്താൻ വിധിക്കല്ല എത്താൻ വിധിക്കല്ല അഭിമാനമാകും മന്ദരയിൽ മുത്താൻ തുണക്കല്ല മുത്താൻ തുണക്കല്ല. السلام عليكم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صلى الله عليك يا رسول الله وسلم عليك يا حبيب الله. صلى الله عليك يا رسول الله وسلم عليك يا حبيب الله. تیرا کعبہ میں تیرے گی بتاوا یا رسول اللہ. تیرا کعبہ میں تیرے گی بتاوا یا رسول اللہ. بتا میلاد میں کونا بتاوا یا رسول اللہ. پکارو یا رسول اللہ. السلام علیکم. تو کجا من کجا تو کجا من کجا تو کجا من کجا تو کجا من کجا. الہام ہے جامع تیرا الہام ہے جامع تیرا. قرآن امام ہے تیرا قرآن امام ہے
അസ്സലാമു അലൈക്കും. നിലയുന്ന നേരം മുത്തം തരാമോ നിലാവേ റൂഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിൻ നിലയുന്ന നേരം മുത്തം തരാമോ നിലാവേ പിരിയുന്ന നിമിഷം അടരും മന്നെന്റെ കൺകൾ തളരും എന്റെ കൈകൾ ഇടരും എന്റെ മൊഴികൾ തേന്മലരെ അരികിൽ അങ്ങൊന്നു വന്നാൽ അരിവാൾ മുഞ്ചു തന്നാൽ ആ ദിനമിന്നിൽ കൂട്ടാമോ യാ റസൂലേ യാ ഹബീബേ റൂഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിൻ നിലയുന്ന നേരം അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറച്ചിടുമോ ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നുടെ കാതിൽ ചൊല്ലിടുമോ അങ്ങല്ലാതാരാണ് എന്നിൽ തനലായാരാണ് അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ് റൂഹിന് പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിൻ നിലയുന്ന നേരം ഇരുരാന്ന കബറിൽ ഞാനണയുമ്പോൾ തിരുവെട്ടം എന്നിൽ തന്നിടാമോ ഇടുങ്ങും കബറിന്റെ കൂടെ ഞാൻ ചേരും തിരുനോട്ടം എന്നിൽ നൽകിടാമോ ഇരുരാന്ന കബറിൽ ഞാൻ അണയുമ്പോ തിരുവെട്ടം എന്നിൽ തന്നിടാമോ ഇടുങ്ങും കബറിന്റെ കൂടെ ഞാൻ ചേരും തിരുനോട്ടം എന്നിൽ നൽകിടാമോ അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ് അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ്
നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തിൻ നിഴലയുന്ന നേരം മുത്തം തരാമോ നിലാവേ റൂഹിന്നിൽ പിരിയുന്ന നിമിഷം أنت منجينا غدا من شفاعتك السفا من لنا مثلك يا سيدي خير النبي തങ്ങളാലെ ശഫാഅത്തായി രക്ഷകനിയും ഞങ്ങൾക്കായി അതുപോലാരും തന്നേക്കായി സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ الشفيع الأبدعي واللبيب العربي ارتقبت على الغطاء غير أسر وعدد لا أشكو فيه يا سيدي خير النبي ينوم النوم إلا باهم يدينان الله أذبولارم إلا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبدعي واللبيب العربي إننا نرجو إليك في حوضك للآتاش يوم نشر كتابي يا سيدي غير النبي حوض الكوثر نور ഗോപം ഞങ്ങൾക്കായി തീർപ്പാൻ എന്നമതേകും നാം നൽകാം സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്ദാഇ വല്ലബീബിൽ അറബി الشفاعة أبلانا في القيامة مشفقا مولانا الله يا سيدي خير النبي പേടി പെരുത്ത കിയാമന്നാൽ നൽകും ഷഫാഅത്ത് എല്ലാം ഞാൻ എല്ലായി പഴയായി പോകും ഞാൻ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്ദാഇ വല്ലബീബിൽ അറബി الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي أنبر ലോകമിൽ നക്ഷത്രം ഇനിയും കാലമില്ലായി നീക്കാൻ നബിയെ സ്വലാത്ത് ഞാൻ ചൊല്ലാം സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്ദാഇ വല്ലബീബിൽ അറബി കതിരൊലിയാം കനകദീപം കാത്തിമുൻ നബിയേ കതിരൊലിയാം കനകദീപം കാത്തിമുൻ നബിയേ കമറുദിച്ചതുപോലെ മണ്ണിൽ വന്നൊരു നബിയേ
കുറേശ് വീട്ടിൽ വന്നതാ അപ്പോൾ ദീപം കൊണ്ടതാ ആദവന്റെ അമ്പിയര മകമലരോ അമ്പിലിയ അസർമുല്ല സർ നബി നബി ഹബീബിയ അസനത്തിന സർ നബി നബി ഹബീബിയ അസർമുല്ല മലർ നബി നബി ഹബീബിയ അസനത്തിന സർ നബി നബി ഹബീബിയ അസ്വദ് മയിൽ അബിയൽ മദമായി വിജിച്ചുള്ള മൈദ ഷേദ് കലിമാലും ഹൃദ പൊലിമ വിജിച്ചുള്ള മൈദ സുഗന്ധ ബദരെ സല്ലല്ലാഹ് സുഗന്ധ മലരെ നൂറുല്ലാഹ് സുഗന്ധ ബദരെ സല്ലല്ലാഹ് സുഗന്ധ മലരെ നൂറുല്ലാഹ് അമ്പരത്തെ അമ്പിലി പോലെ അമ്പരത്തെ അമ്പിലി പോലെ മണ്ണിലെ സുഗന്ധ ബദരെ സല്ലല്ലാഹ് സുഗന്ധ മലരെ നൂറുല്ലാഹ് സുഗന്ധ ബദരെ സല്ലല്ലാഹ് സുഗന്ധ മലരെ നൂറുല്ലാഹ് അംബിയ രാജശിരോമണിയായുടെ പൂമാലെ ഫാത്തിമ അഴകേറും റോസ റോസ അഴകേറും റോസ അഴകേറും റോസ റോസ അഴകേറും റോസ ഏഴ് ലോകം വാക്കിയ നാമം ഫാത്തിമ ഫാത്തിമ ഏഴ് വർണ്ണം ചേട്ടൊരു ചിത്രം ഫാത്തിമ ഫാത്തിമ അലിപുലി തങ്ങൾ ഇണയായി വന്ന മണവാട്ടി ഫാത്തിമ അഴകേറും റോസ റോസ അഴകേറും റോസ അഴകേറും റോസ റോസ അഴകേറും റോസ ദാനത്തക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 ത
സുമസുരവാസികൾ പാടും സുഖസുബർഗ കല്യാണം സുലഭം അത് മൊഴിയുന്നൊരു വീട്ടിൽ സുഹൃത നബിക്ക് കല്യാണം കൺകളിൽ കുഴയും നേരം കൽബകം കുതുകത്തും താളം കാത്തി മുന്നബിയൊരു ചുങ്കലമംഗുലമി സുമവാടിലങ്കിയല്ലോ സുവാനമുന്തിയല്ലോ താനത്ത ഗതിയെത്തോം തപ്പാ തങ്ങിടത്തോം താളം താളം തരിയോം തരികിടത്തോം താളം സംഗതമേ مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم آمين تذكر جيران بذي سلام ما زدت ذنبا
مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم إني دعمت نفسي أشربي في آذاني وشرب أرضاه في نزل عن الدعاء مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم जिक्र है मन है जिक्र है फता जिक्र शिफा है जिक्र है दवा नजात मिलती जिसको यकीनत करे जो कल्ब से जिक्रुल्लाह जिक्र से बढ़कर नहीं है अमल कोई है फरमान रसूलुल्लाह ला इलाहा इल्लल्लाह बोलो सुबह रब्बे जल्लल्लाह माफी कल्बे गैरुल्लाह नूर मोहम्मद सल्लल्लाह ला इलाहा इल्लल्लाह बोलो सुबह रब्बे जल्लल्लाह माफी कल्बे गैरुल्लाह नूर मोहम्मद सल्लल्लाह ला इलाहा इल्लल्लाह तेरे सदके में आका सारे जहान को दीन मिला बेदीनों ने कलमा पढ़ा ला इलाहा इल्लल्लाह बोलो सुबह रब्बे जल्लल्लाह माफी कल्बे गैरुल्लाह नूर मोहम्मद सल्लल्लाह ला इलाहा इल्लल्लाह जिंद नबी बूझा गया आका से उसने कहा गर्व नबी बदला जरा मेरे मुट्ठी में क्या जिंद नबी बूझा गया आका से उसने कहा गर्व नबी बदला जरा मेरे मुट्ठी में क्या आका का फरमान हुआ फजले रहमान हुआ मिट्टी से पत्थर बोला ला इलाहा इल्लल्लाह बोलो सुबह रब्बे जल्लल्लाह माफी कल्बे गैरुल्लाह नूर मोहम्मद सल्लल्लाह ला इलाहा इल्लल्लाह अपने बहन से बोला उमर ये तो बता क्या करती थी मेरे आने से पहले चुपके चुपके लड़ती थी अपने बहन से बोला उमर ये तो बता क्या करती थी मेरे आने से पहले क्या चुपके चुपके करती थी हस्बी रब्बी जल्लल्लाह माफी कल्बी गैरुल्लाह नूर मोहम्मद सल्लल्लाह ला इलाहा इल्लल्लाह बोलो सुबह रब्बी जल्लल्लाह माफी कल्बी गैरुल्लाह नूर मोहम्मद सल्लल्लाह ला इलाहा इल्लल्लाह हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह कभी तो सात गुंबद का उजाला हम भी देखेंगे कभी तो सात गुंबद का उजाला हम भी देखेंगे हमें बुलवाएंगे आका मदीना हम भी देखेंगे हमको बुलाना या रसूल अल्लाह हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह हमको बुलाना या रसूल अल्लाह हमको बुलाना
जगह हम भी देखेंगे देखे यूं नजर हम भी देखेंगे हमको बुलाना या रसूल अल्लाह हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह हमको बुलाना या रसूल अल्लाह हमको बुलाना या हबीब अल्लाह या अकरमल खल्क़ि माली मन आलूदु बेसिवा अस्सलातु वस्सलामु अलैका या रसूलल्लाह अस्सलातु वस्सलामु अलैका या हबीबल्लाह अस्सलातु वस्सलामु अलैका या रसूलल्लाह अस्सलातु वस्सलामु
والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله السلام عليكم. ಕಸೀದತುಲ್ ಬುರ್ದಾ ಆಲಾಪನೆಯನ್ನು ನಾವೆಲ್ಲ ವೀಕ್ಷಿಸಿದ್ದೇವೆ. ಕಾರ್ಯಕ್ರಮ ಇದರ ಕೊನೆಯ ಹಂತಕ್ಕೆ ನಾವು ಬರ್ತಾ ಇದ್ದೇವೆ. ಇನ್ನು ಕೆಲವೇ ಇನ್ನು ಬಹುಮಾನ ವಿತರಣೆ. ಅದಕ್ಕಿಂತ ಮುಂಚೆ ನಮ್ಮ ಮದ್ರಸದ ವಿದ್ಯಾರ್ಥಿಯು ನಮ್ಮ ನಾಡಿನ ನಮ್ಮ ಊರಿನ ಪ್ರತಿಭಾವಂತ ವಿದ್ಯಾರ್ಥಿಯು ಆಗಿದ್ದಂತಹ ಬಶೀರ್ ಬಳಕ ಇವರ ಪುತ್ರ ಮೊಹಮ್ಮದ್ ಸಾಲಿಕ್ ಅವರು ಅಪಘಾತದಲ್ಲಿ ಮರಣ ಹೊಂದಿದ್ರು. ಅಲ್ಲಾಹು ಅವರಿಗೆ ಮಗ್ಫಿರತ್ ನೀಡಲಿ. ಆ ವಿದ್ಯಾರ್ಥಿಯ ಆ ಪ್ರತಿಭಾವಂತ ವಿದ್ಯಾರ್ಥಿಯ ಹೆಸರಲ್ಲಿ ಮರ್ಹೂಮ್ ಮೊಹಮ್ಮದ್ ಸಾಲಿಕ್ ಸ್ಮರಣಾರ್ಥ ಪ್ರತಿಭಾ ಪುರಸ್ಕಾರವನ್ನ ಪ್ರತಿ ವರ್ಷ ಅವರ ಕುಟುಂಬಿಕರು ನೀಡುತ್ತಾ ಬಂದಿದ್ದಾರೆ. ಈ ಬಾರಿ 5 ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಪ್ರತಿಭಾ ಪುರಸ್ಕಾರವನ್ನ ಅವರ ಕುಟುಂಬಿಕರು ನೀಡಿದ್ದಾರೆ. ನಮ್ಮ ಜಮಾತ್ನಲ್ಲಿ ಈ ವರ್ಷ ಕುರ್ಆನ್ ಹಾಫಿಲ್ ಬಿರುದು ಪಡೆದಂತಹ ಏಕೈಕ ವಿದ್ಯಾರ್ಥಿ ಹಾಫಿಲ್ ಮೊಹಮ್ಮದ್ ಅರ್ಫಾದ್ ಇವರು ಪ್ರತಿಭಾ ಪುರಸ್ಕಾರವನ್ನು ಸ್ವೀಕರಿಸಲಿಕ್ಕೆ ವೇದಿಕೆಗೆ ಬರಬೇಕು ಅಂತ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದೆ. ಉಸ್ತಾದ್ ಅವರು ಹಾಫಿಲ್ ಇವರನ್ನ ಶಾಲು ಹೊದಿಸಿ ಗೌರವಿಸಲಿದ್ದಾರೆ. ಎಲ್ಲರೂ ತಕ್ಬೀರ್ ಮೊಳಗಿಸಬೇಕು ಅಂತ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಮೀಲಾದ್ ಪಬ್ಲಿಕ್ ಕ್ವಿಜ್ ಇದರ ಕೊನೆಯ ಪ್ರಶ್ನೆ ಬಾಕಿ ಉಳಿದಿದೆ. ಕೊನೆಯ ಪ್ರಶ್ನೆ ಆದಷ್ಟು ಬೇಗನೆ ಉತ್ತರ ಬರೆದು ಕಳುಹಿಸಬೇಕು ಅಂತ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಪ್ರಶ್ನೆ: ಸಹ್ವಿನ ಸುಜೂದಿನ ನಿಬಂಧನೆ ಯಾವುದು? ಸಹ್ವಿನ ಸುಜೂದಿನ ನಿಬಂಧನೆ ಯಾವುದು? ಇನ್ನು SSLCಯಲ್ಲಿ ಉನ್ನತ ಶ್ರೇಣಿಯಲ್ಲಿ ಉತ್ತೀರ್ಣರಾದಂತಹ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಮರ್ಹೂಮ್ ಮೊಹಮ್ಮದ್ ಸಾಲಿಕ್ ಸ್ಮರಣಾರ್ಥ ಪ್ರತಿಭಾ ಪುರಸ್ಕಾರ ಇದೆ. ಮೊದಲನೆಯದಾಗಿ ನಮ್ಮ ಮದ್ರಸದ ಅತ್ಯಂತ ಪ್ರತಿಭಾವಂತ ವಿದ್ಯಾರ್ಥಿಯಾಗಿರುವಂತಹ ಇಬ್ರಾಹಿಂ ಅನಸ್ ಇವರನ್ನ ಪ್ರತಿಭಾ ಪುರಸ್ಕಾರವನ್ನು ನೀಡಿ ಇವರನ್ನ ಗೌರವಿಸಬೇಕು ಅಂತ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಇವತ್ತು ಇದೇ ವಿದ್ಯಾರ್ಥಿ MC ಕೂಡ ಮಾಡಿರ್ತಾರೆ. ಅತ್ಯಂತ ಪ್ರತಿಭಾವಂತ ವಿದ್ಯಾರ್ಥಿ. ಮತ್ತು ಈ ವಿದ್ಯಾರ್ಥಿಗೆ ಇನ್ನು ವಿಶೇಷತೆ ಏನಂತ ಹೇಳಿದ್ರೆ, ಇವರಿಗೆ ಅತಿ ಹೆಚ್ಚು ಕ್ಯಾಶ್ ಪ್ರೈಸ್ ಪಡೆದವರಲ್ಲಿ ಅನಸ್ ಕೂಡ ಒಬ್ರು ಅಂತೇಳಿ ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳಿಕೆ ಬಯಸ್ತಾರೆ. ಇವರಿಗೆ ನಮ್ಮ ಮಸೀದಿ ಅಧ್ಯಕ್ಷ ಆದಂತಹ ಮೊಹಮ್ಮದ್ ಫಜೀರ್ ಇವರು ಶಾಲು ಹೊದಿಸಿ ಗೌರವಿಸ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಇನ್ನೋರ್ವ ವಿದ್ಯಾರ್ಥಿನಿ SSLCಯಲ್ಲಿ ಅತ್ಯುತ್ತಮ ಅಂಕಗಳನ್ನು ಪಡೆದು ಮರ್ಹೂಮ್ ಮೊಹಮ್ಮದ್ ಸಾಲಿಕ್ ಸ್ಮರಣಾರ್ಥ ಪ್ರತಿಭಾ ಪುರಸ್ಕಾರಕ್ಕೆ ಪಾತ್ರರಾದಂತಹ ಇನ್ನೋರ್ವ ವಿದ್ಯಾರ್ಥಿನಿ ಫಾತಿಮತ್ ಫಿದಾ ಇವರ ಹೆತ್ತವರು ಬಂದು ಈ ಪ್ರತಿಭಾ ಪುರಸ್ಕಾರವನ್ನು ಸ್ವೀಕರಿಸಬೇಕು ಅಂತ ಅವರಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದಾರೆ. ಅಬೂಬಕರ್ ಒಳಕೋಟೆ, ನಮ್ಮ ಮಸೀದಿಯ ಕಾರ್ಯದರ್ಶಿಗಳಾದಂತಹ ಅಬೂಬಕರ್ ಒಳಕೋಟೆ ಇವರಿಗೆ ನಮ್ಮ ಮಸೀದಿಯ ಉಪಾಧ್ಯಕ್ಷ ಆದಂತಹ ಇಬ್ರಾಹಿಂ ಪಾಡಿ ಇವರು ಪುರಸ್ಕಾರವನ್ನು ನೀಡಿ ಗೌರವಿಸಬೇಕು ಅಂತ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಮುಂದೆ ರುಕಿಯಾ ಆಫಿಯಾ ಹನೀಫ್
ಬಿಂತಿ ಹನೀಫ್ ಬೆಂಗ್ರೆ. ಈ ವಿದ್ಯಾರ್ಥಿನಿ ಕೂಡ SSLC ಯಲ್ಲಿ ಅತ್ಯುತ್ತಮ ಶ್ರೇಣಿಯಲ್ಲಿ ಉತ್ತೀರ್ಣರಾಗಿ ಮರ್ಹೂಮ್ ಮೊಹಮ್ಮದ್ ಸಾಲಿಕ್ ಸ್ಮರಣಾರ್ಥ ಪ್ರತಿಭಾ ಪುರಸ್ಕಾರಕ್ಕೆ ಪಾತ್ರರಾಗಿದ್ದಾರೆ. ಅವರ ತಂದೆಯವರಾದ ಹನೀಫ್ ಅವರು ಪುರಸ್ಕಾರವನ್ನು ಸ್ವೀಕರಿಸಬೇಕು. ಅವರಿಗೆ ನಮ್ಮ ಮಸೀದಿಯ ಖಜಾಂಚಿಗಳಾದಂತಹ ಅಬ್ದುಲ್ ಖಾದರ್ ಬಾವುಂಚಾ ಇವರು ಪ್ರತಿಭಾ ಪುರಸ್ಕಾರವನ್ನು ನೀಡಿ ಗೌರವಿಸಬೇಕು ಅಂತ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಮುಂದಿನ ಪ್ರತಿಭಾ ಪುರಸ್ಕಾರ ಆಸಿಯಾ ಆಶಿಫಾ. ಇವರು SSLC ಯಲ್ಲಿ ಅತ್ಯುನ್ನತ ಶ್ರೇಣಿಯಲ್ಲಿ ಉತ್ತೀರ್ಣರಾದಂತಹ ಇನ್ನೋರ್ವ ವಿದ್ಯಾರ್ಥಿನಿ. ಸೆಕೆಂಡ್ PUC ದ್ವಿತೀಯ PUC ಯಲ್ಲಿ ಅತ್ಯುತ್ತಮ ಅಂಕಗಳನ್ನು ಪಡೆದು ಉತ್ತೀರ್ಣರಾದಂತಹ ವಿದ್ಯಾರ್ಥಿನಿ ಆಸಿಯಾ ಆಶಿಫಾ. ಇವರ ಪರವಾಗಿ ಇವರ ತಂದೆ ಇಲ್ಲದಿದ್ರೆ ಇವರ ಸೋದರ ಮಾವ ಅಶ್ರಫ್ ಇವರು ಬಂದು ಪ್ರತಿಭಾ ಪುರಸ್ಕಾರವನ್ನು ಸ್ವೀಕರಿಸಬೇಕು ಅಂತ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಇವರಿಗೆ JFA ಪಜೀರ್ ಇದರ ಅಧ್ಯಕ್ಷರಾದಂತಹ ನಾಸಿರ್ ಬಳಕ ಇವರು ಪ್ರತಿಭಾ ಪುರಸ್ಕಾರವನ್ನು ನೀಡಿ ಗೌರವಿಸಬೇಕು ಅಂತ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. 7ನೇ ತರಗತಿ ಮತ್ತು 5ನೇ ತರಗತಿಯಲ್ಲಿ ಉತ್ತೀರ್ಣರಾದಂತಹ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಸರ್ಟಿಫಿಕೇಟ್ ವಿತರಣೆಯನ್ನ ನಮ್ಮ ಉಸ್ತಾದ್ರವರು ಮಾಡಲಿದ್ದಾರೆ. ಖತೀಬ್ ಉಸ್ತಾದ್ರವರು ಮಾಡಲಿದ್ದಾರೆ. ആയിഷ ഐഫ ബിന്ത് അഷ്റഫ് 7ാം ക്ലാസ്. നെക്സ്റ്റ് ഫാത്തിമ സുമയ്യ ഫറഹ ബിന്ത് ഷാഹുൽ അമീർ. നീ ഇതാ ചെല്ലേ ആ ഞാൻ ഇതാക്കാം. ആ ഹലീമ സായിമ ബിന്ത് മുഹമ്മദ് ഖാൻ. നാളെ വേറെ തരാം. ഫാത്തിമ ഷംന ബിന്ത് നദീർ. അല്ല രണ്ട് വിളിച്ച് മുഹമ്മദ് സഈം ഇബ്ന് അബ്ദുസ്സലാം. മുഹമ്മദ് റാഫി ഇബ്ന് ഉസ്മാൻ. മുഹമ്മദ് റാഫി. റുമൈസ് ഇബ്ന് ഖുബാൽ. മുഹമ്മദ് തൻവീർ ഇബ്ന് ഉസ്മാൻ. ഇനി 5ാം ക്ലാസ്സിൻ്റെ അവിടെ റെഡിയാണോ? മുഹമ്മദ് ഇസിയാൻ ഇബ്ന് ഇസ്മായിൽ. ഇസിയാൻ. സൈനബ റിഫ ബിന്ത് ഹനീഫ്. മുസമ്മിൽ മുർത്താസ് ഇബ്ന് മുഹമ്മദ്. മുഹമ്മദ് മൂസ ഹാഫിദ് ഇബ്ന് മുഹമ്മദ് ഹനീഫ്. മുഹമ്മദ് അർഫാൻ ഇബ്ന് അബ്ദുൽ ലത്തീഫ്. ബിസ്മില്ലാ. ಬಹುಮಾನ ವಿತರಣೆ 1ನೇ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ബാറ്റ് എല്ലാം 1 2 ഇങ്ങനെ 3 വിളിച്ചോണ്ടാവ. 1ാം ക്ലാസ്സില് അൽഫ ഡാറ്റ അബ്ദുറഹ്മാൻ അൻവർ മോള് അൽഫ ബേ പറഞ്ഞു. ബറാഹത്തിൽ ഫസ്റ്റ് വേറെ 1ാം ക്ലാസ് ബേബ അഞ്ഞില്ല പലമോ
ನೆಕ್ಸ್ಟ್ ಅಧ್ಯಕ್ಷರು ಈ ಮಗುವಿಗೆ ಐಜಾ ಡಾಟಾ ಬಶೀರ್ ಬಸರಾ ಕ್ರಮಲ್ ಐಜಾ ಬರಹತ್ತಲು ಸೆಕೆಂಡ್ ಸೆಕೆಂಡ್ ಅವ ಬಶೀರಾಗ ರೆಡಿ ಹಾಕೋ ಹಾಂ ಎರೆ ಅಫ್ರಾ ಡಾಟಾ ಅಬ್ದುಲ್ ಲತೀಫ್ ಸಿ ಎಚ್ ಥರ್ಡ್ ಹಾಂ ಫಾತಿಮ ಅಫ್ರಾ ಡಾಟಾ ಅನ್ಸಾರ್ ಥರ್ಡ್ 1ാം ക്ലാസ് രംഗ 21ാം ക്ലാസ് രംഗ हाँ बेबा आइजा फातिमा डाटा अली ಎಲ್ಲ ಥರ್ಡ್ ನಂಡ ಬಲ್ಕ ಮಾತ್ರ ಅಬ್ದುಲ್ ರಹಮಾನ್ ಜಹೀಮ್ ಮುಂದಿನ ಥರ್ಡ್ ಬಹುಮಾನವನ್ನು ಅಜಾಯಿಮ್ ಬುದ್ಧಿ ರಹಮಾನ್ ಜುಮಾ ഇനി 2ാം ക്ലാസ് മുഹമ്മദ് സമ്മാസ് സനാബ് സിദ്ദീഖ് മാർക്കിൽ ഫസ്റ്റ് ഊർത്തത് കീഴങ്ങത്തെ കിഴക്കിലെ മദ്രസ വിളിക്കറ ഊട്ടിറങ്ങാവാ 22ാം ക്ലാസ് സമ്മാസ് സിദ്ദീഖ് റിക്ഷ സിദ്ദീഖ് മാർക്ക് ഫസ്റ്റ് സിദ്ദീഖ് വേം പറഞ്ഞവാ 2ാം റെഡി ആണോ ആവുന്നുണ്ട് മാർക്ക് ഷഹീമ ഫാത്തിമ ടാറ്റാ വിസ്മത് മാർക്കില് ഫസ്റ്റ് ബറഹ സെക്കൻഡ് കാലിഗ്രാഫില് സെക്കൻഡ് 2 സെക്കൻഡ് ഒരു ഫസ്റ്റ് കൊടുക്കണം ബേബ തൊട്ടയിലിട്ട് കൊടുക്കണം ടോട്ടൽ 3 ഒരു ഫസ്റ്റ് 2 സെക്കൻഡ് നെക്സ്റ്റ് പറഞ്ഞു മുഹമ്മദ് ആയിദ് സനാബ് അലി മാർക്കില് സെക്കൻഡ് ഹാജിറില് സെക്കൻഡ് 2 സെക്കൻഡ് ആയിദ് റപ്പ രണ്ട് സെക്കൻഡ് മുഹമ്മദ് അഫ്രാസ് സനാബ് ഇംതിയാസ് മാർക്കിൽ സെക്കൻഡ് ಬೇಬಾ ಸೆಕೆಂಡ್ ಮಾರ್ಕ್ ಸೆಕೆಂಡ್ ಬಸ್ರಾಗ ನಂದೆ ಪಲಕ ನಾ ಚೊಲ್ಲದಿಗಳು ಇനി ಮೊಹಮ್ಮದ್ ಶಾಜಾನ್ ಸನಾಬ್ ಹುಸೇನ್ ಮಾರ್ಕ್ ಸೆಕೆಂಡ್ ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ನಮ್ಮ ರಹಮಾನ್ ಜುಮಾನ್ ಸಿರಿಯ ಕೋಶಾಧಿಕಾರಿಯಾದಂಥ ಅಬ್ದುಲ್ ಖಾದರ್ ಅವರು ನೀಡಬೇಕಾಗಿ ವಿನಂತಿ. ಮೊಹಮ್ಮದ್ ಸೈರಾಜ್ ಸನಾಬ್ ಅಬ್ದುಲ್ ಹಮೀದ್ ಅಮ್ಮಿ ಮಾರ್ಕ್ ಸೆಕೆಂಡ್. ಇಬ್ರಾಹಿಂ ಕಾಪಿಕಾಡ್ ದಯವಿಟ್ಟು ವೇದಿಕೆಗೆ ಬರಬೇಕಾಗಿ ವಿನಂತಿ. ಬೇಬಾ ಏನಿ ನೆಕ್ಸ್ಟ್ ಬರ್ನು ಮೊಹಮ್ಮದ್ ಹಿಶಾಮ್ ಅಶ್ರಫ್ ಥರ್ಡ್ ನೆಕ್ಸ್ಟ್ ಥರ್ಡ್ ಬೇಬಾ ರೆಡಿയാണ് രണ്ടാം ക്ലാസ് റെഡിയാണ് ಬೇಗ അഷ്റഫ് ಥರ್ಡ್ ಮೊಹಮ್ಮದ್ ಶಾನಿ ಸನಾಬ್ ಖಲೀಲ್ ಥರ್ಡ್ ಜನಗಳ ಜಗತ್ತು ಥರ್ಡ್ ಎಲ್ಲ ಥರ್ಡ್. ಮೊಹಮ್ಮದ್ ರಯಹಾನ್ ಸನಾಬ್ ಇಸ್ಮಾಯಿಲ್ ಥರ್ಡ್. ಬೇಬಾ ರಯಾನ್ ಬಂದನ ಜನರಂಗ ರೆಡಿ ಆಗಿ ನಿಂತ್ಕೊಂಡು ಜನಲ್ಲೇ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ಮೊಯ್ದೀನ್ ಕುಂಜಿ CH ಇವರು ನೀಡಬೇಕಾಗಿ ರಯನ್ ಬೇಬಾ हमना नजीर थर्ड. साबिया शमशेर थर्ड. आइजा फातिमा अफील थर्ड. ಸಂತರ ಐಜಾ ಇಲ್ಲ ನೋಡ್ಕೊಂಡ್ರಲ್ಲ. ಫಾತಿಮಾ ರಿಫಾ ಅಬ್ದುಲ್ ರಹಮಾನ್ ಥರ್ಡ್.
ഇനി 3ാം ക്ലാസ് ಅಬೂಬಕ್ಕರ್ ಒಳಗುಡ್ಡೆ ಪಜೀರ್ ಇವರು ದಯವಿಟ್ಟು ವೇದಿಕೆಗೆ ಬನ್ನಿ. ഇനി മുന്നവർ അലി അൻവർ 3ാം ക്ലാസ്സിന്. ഇനി 3ാം ക്ലാസ്സിന് റെഡിയാണോ? തരടോ ಮೊಹಮ್ಮದ್ ಸವಾದ್ ಸಿದ್ದಿಕ್. ಧನ್ಯವಾದಗಳು ವೈದ್ಯನ್ CH ಇವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ಅಬೂಬಕ್ಕರ್ ಮೊಹಮ್ಮದ್ ಅಫಾಮ್ ಹನೀಫ್ ಸೆಕೆಂಡ್ ಹಾಜರ್ಲ ಸೆಕೆಂಡ್. ಮೊಹಮ್ಮದ್ ಅಫಾಮ್ ಹನೀಫ್ ಥರ್ಡ್. ಮೊಹಮ್ಮದ್ ಶಹೀನ್ ಅಬ್ದುಲ್ ರಹಮಾನ್ ಅಬ್ದುಲ್ ರಜಾಕ್ ಥರ್ಡ್. ಮೊಹಮ್ಮದ್ ಆಸಿಲ್ ಸಮ್ಮಾಸ್ ಖಲೀಲ್ ಮಾರ್ಕ್ಲ ಫಸ್ಟ್ ಹಾಜರ್ಲ ಫಸ್ಟ್ ಜಂಡ್ ಫಸ್ಟ್ ಅವನು ಅಪರ್ತ ಅವನು ಮಾರ್ಕ್ಲ ಫಸ್ಟ್ ಹಾಜರ್ಲ ಫಸ್ಟ್ ಜಂಡ್ ಫಸ್ಟ್ ಹೊಡ್ಕೊಂಡು. ಮೊಹಮ್ಮದ್ ಬಾತೀಶ್ ಅಬ್ದುಲ್ ಹಮೀದ್ ಮೌಲವಿ ಥರ್ಡ್ ಹೊಡ್ಕೊಂಡು. ಬಾತಿ ಬೇಬಾ. ಮೊಹಮ್ಮದ್ ಫಾಯಿಜ್ ಸನಾಬ್ ಅಬೂಬಕ್ಕರ್ ಥರ್ಡ್. ಶಮ್ಮಾ ಸನಾಬ್ ಬಸರಿ ಥರ್ಡ್. ಧನ್ಯವಾದಗಳು ಅಬೂಬಕ್ಕರ್ ಅವರಿಗೆ. ಇನ್ನು ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆ ಇಬ್ರಾಹಿಂ ಕಾಪಿಕಾಡ್ ರವರು ನೀಡಬೇಕಾಗಿ ವಿನಂತಿ. ಅಬ್ದುಲ್ ರಜಾಕ್ ರಿದಾ 3ಾം ಕ್ಲಾಸ್ 12 ಸೆಕೆಂಡ್. ಕ್ಯಾಲಿಗ್ರಾಫಿ ಸೆಕೆಂಡ್ ಜಂಡ ಸೆಕೆಂಡ್. ಆಫಿಯಾ ಡಾಟಾ ಅಬ್ದುಲ್ ಖಾದರ್ ಪಾಡಿ ಮಾರ್ಕ್ ಸೆಕೆಂಡ್. ಹಾಜಿಲ್ ಸೆಕೆಂಡ್. ಬರಹ ಸೆಕೆಂಡ್ 3 ಸೆಕೆಂಡ್. ಓಲ್ಗ ಆಫಿಯಾಗೆ 3 ಸೆಕೆಂಡ್ ಹೊಡ್ಕೊಣ. ನಂದಿಲ್ಲ ಕರೆಕ್ಟ್. ಐಜಾ ಡಾಟಾ ಅಬ್ದುಲ್ ಹಮೀದ್ ಮಾರ್ಕ್ ಫಸ್ಟ್. ಹಾಜಿರ್ ಫಸ್ಟ್. ಬರಹ ಫಸ್ಟ್. ಕ್ಯಾಲಿಗ್ರಾಫಿ ಫಸ್ಟ್. ಎಲ್ಲ ಫಸ್ಟ್ 4 ಫಸ್ಟ್. ಅಮಿದ್ ರಿಕ್ಷಕ 4 ಫಸ್ಟ್. ಮಾರ್ಕ್ ಹಾಜಿರೆ ಬರಹ ಕ್ಯಾಲಿಗ್ರಾಫಿ. 3ಾം ಕ್ಲಾಸ್ ಐತೆ. 4ಾം ಕ್ಲಾಸ್ ಅಬ್ದುಲ್ ಖಾದರ್ ಸಲೀಫ್ ಅಬ್ದುಲ್ ರಜಾಕ್ ಮಾರ್ಕ್ಲ್ ಸೆಕೆಂಡ್. ನಾಫಿ ಸನಾ ಅಬ್ದುಲ್ ರಹಮಾನ್ ಹಾಜರ್ಲ ಸೆಕೆಂಡ್. ಮೊಹಮ್ಮದ್ ರಸ್ವೀನ್ ಸನಾಫ್ ರಫೀಕ್ ಥರ್ಡ್. ಧನ್ಯವಾದಗಳು ಇಬ್ರಾಹಿಂ ಕಾಪಿಕಾಡ್ ರವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ಬಶೀರ್ ಪಜೀರ್ ಅವರು ನೀಡಬೇಕಾಗಿ ವಿನಂತಿ. ಮೊಹಮ್ಮದ್ ತೌಫೀಕ್ ಅಬ್ದುಲ್ ಹಮೀದ್ ಥರ್ಡ್. ಶಿಜಾ ಫಾತಿಮಾ ಸಾವುಲ್ ಹಮೀದ್ ಮಾರ್ಕ್ ಸೆಕೆಂಡ್. ಹಾಜಿರ್ ಸೆಕೆಂಡ್. ಕಿಜ್ಲ್ ಸೆಕೆಂಡ್. ಕ್ಯಾಲಿಗ್ರಾಫಿ ಸೆಕೆಂಡ್ 4 ಸೆಕೆಂಡ್. ಅನ್ಫ ಜಮೀಲಾ ಬಶೀರ್ ಕ್ಯಾಲಿಗ್ರಾಫಿ ಸೆಕೆಂಡ್. ಅನ್ಫ ಜಮೀಲಾ ಬಶೀರ್ ಸೆಕೆಂಡ್. ಆಯಿಷಾ ಸಹಲಾ ಸಿದ್ದಿಕ್ ಬೇರ್ಮ ಬೇಗ ಮಾರ್ಕ್ ಸೆಕೆಂಡ್. ಕಿಜ್ಲ್ ಸೆಕೆಂಡ್. ಬರಾ ಸೆಕೆಂಡ್. ಕ್ಯಾಲಿಗ್ರಾಫಿ ಫಸ್ಟ್. ಮೀಲಾದ್ ಸಮಿತಿಯ ಕಾಸಿಂ ಬಾವಾ ಲತೀಫ್ CH ಸೆಕೆಂಡ್ ಅವ್ರು ಫಸ್ಟ್. ಮೊಹಮ್ಮದ್ ಅಲಿ ಸಿರಾಜ್ ಪಜೀರ್ ಮೊಹಮ್ಮದ್ ಖಾನ್ ಇಬ್ರಾಹಿಂ ಖಲೀಲ್ ದಯವಿಟ್ಟು ವೇದಿಕೆಗೆ ಬನ್ನಿ. ಆಯಿಷಾ ನಸ್ರೀನ್ ಅಶ್ರಫ್. ಆಯಿಷಾ ನಸ್ರೀನ್ ಅಶ್ರಫ್ ಹಾಜರ್ಲ ಸೆಕೆಂಡ್. ಬರಾತ್ಲ್ ಸೆಕೆಂಡ್.
2 ಸೆಕೆಂಡ್ ಬೇಬಾ ಹಲೀಮಾ ಅಸ್ನಾ. ಧನ್ಯವಾದಗಳು ಬಶೀರ್ ಪಜೀರ್ ಅವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ಸಮೀರ್ ಪಜೀರ್ ಅವರು ನೀಡಬೇಕಾಗಿ ವಿನಂತಿ. ಅಸ್ನಾ ಫಸ್ಟ್ ಓಲ್ ಫಸ್ಟ್ ಮಾರ್ಕ್ಲ್ ಫಸ್ಟ್ ಓಲಿ ಇಪ್ಪಲ್ ಮುಟ್ರಲ್ಲ ಅಸ್ನಾ ಐತಲ್ಲೇ. ಸಾಜ್ಮಾ ನಸ್ರೀನ್ ಇಶಾಕ್ ಬಾರಾತಲ್ ಫಸ್ಟ್ ಸಾಜ್ಮಾ ಬಾರಾತಲ್ ಫಸ್ಟ್. ಆಯಿಷಾ ಸಮನಾ ಥರ್ಡ್. ಎಲ್ಲ 4ാം ക്ലാസ് വിളിക്കരപ്പ ಥರ್ಡ್ ಆಯ್ತല്ലേ 4ാം ക്ലാസ് ಅಂತല്ലേ. ಏನು 5ാം ಕ್ಲಾಸ್ ಮೊಹಮ್ಮದ್ ಸಾಬಿತ್ ಇಬ್ರಾಹಿಂ ಥರ್ಡ್. ಬೇಗ ಬರ್ನು ಸಾಬಿತ್. ಏನು 5ാം ಕ್ಲಾಸ್ ರೆಡಿ ಆವಣ ಅವ. ಮೊಹಮ್ಮದ್ ರಾಫಿ ಇಲ್ಯಾಸ್ ಥರ್ಡ್. ಓನ್ಲಿ ಬಿನ್ನವ್ರು ತಗೊಂಡ. ಜಮೀಲಾ ಹಿಬಾ ನಜೀರ್ ಕಿಜಿಲ್ ಸೆಕೆಂಡ್ ಬರಾತುಲ್ ಸೆಕೆಂಡ್. 2 ಸೆಕೆಂಡ್ ಹೋಗ್ತಾರೆ ಇങ്ങനെ ಸೆಕೆಂಡ್ ಹುಡುಕ್ರಲ್ಲ ಸೆಕೆಂಡ್. ಫಾತಿಮಾ ಅಫ್ರೀನಾ ಅಬ್ದುಲ್ ಲತೀಫ್ ಹಾಜರ್ಲ್ ಸೆಕೆಂಡ್. ಖತೀಜಾ ಸಿಜಾ ಸನಾ ಡಾಟಾ ಹನೀಫ್ ಬಾರಾತಲ್ ಸೆಕೆಂಡ್. ಧನ್ಯವಾದಗಳು ಸಮೀರ್ ಪಜೀರ್ ಅವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ಪಜೀರು ಗ್ರಾಮ ಪಂಚಾಯತ್ನ ಸದಸ್ಯರಾದ ಮೊಹಮ್ಮದ್ ರಫೀಕ್ ಬೇಕಾಗಿ ವಿನಂತಿ. ಇಜಬಾತಿಮಾ ಇಬ್ರಾಹಿಂ ಹಾಜಿ ಮಾರ್ಕ್ಲ್ ಸೆಕೆಂಡ್ ಹಾಜಿರ್ಲ್ ಫಸ್ಟ್ ಕಿಜಿಲ್ ಸೆಕೆಂಡ್ ಬರಾತಲ್ ಸೆಕೆಂಡ್. 4 ಕೊಡ್ಕೊಡು. 3 ಸೆಕೆಂಡ್ ಅವ್ರು ಫಸ್ಟ್ ಕೊಡ್ಕೊರ್ಲ. 3 ಸೆಕೆಂಡ್ ಅವ್ರು ಫಸ್ಟ್ ಅವ ಬಸ್ರಾಕ ಕಂಪ್ಯೂಟರ್ ಬರ್ತಿತ್ತು ಯಾರು ಕೊಡ್ತೇವಲ್ಲ. ಅಜ್ಮಿಯಾ ರಿಜಾನಾ ಅಬ್ದುಲ್ ಸಲಾಂ ಮಾರ್ಕ್ಲ್ ಫಸ್ಟ್ ಕಿಜಿಲ್ ಫಸ್ಟ್ ಬರಾತಲ್ ಫಸ್ಟ್ ಕ್ಯಾಲಿಗ್ರಾಫಿ ಫಸ್ಟ್. 4 ಫಸ್ಟ್ ಎಲ್ಲ ಫಸ್ಟ್. ರಿಕ್ಷಾ ಕೊಡ್ತಾರ ತೊಟ್ಟೆ ಇಟ್ಟಿತ್ತು ಅದಂತೆ 4 ಒಟ್ಟಿಗೆ ತೊಟ್ಟೆ. ಏನೇ ಸಾಬಿರಾ ಫಾರೂಕ್ ಥರ್ಡ್. ಏನು 6ಾം ಕ್ಲಾಸ್ ರೆಡಿ ಅವಣ. 6ಾം ಕ್ಲಾಸ್ ಥರ್ಡ್ ಅವ. ಅವನು ಸಾಬಿರಾ ಫಾರೂಕ್ ರಮಗಳು. ಧನ್ಯವಾದಗಳು ರಫೀಕ್ ಪಜೀರ್ ಅವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ಜಮಿಯತುತ್ತಲಬಾ ಸಂಸ್ಥೆಯ ಅಧ್ಯಕ್ಷರಾದ ನಾಸಿರ್ ಅವರು ನೀಡಬೇಕಾಗಿ ವಿನಂತಿ. 6ರಂಗ ರೆಡಿ ಅವನು. ಮೊಹಮ್ಮದ್ ಅರ್ಫಾನ್ ಅಬ್ದುಲ್ ಲತೀಫ್ CH ಮಾರ್ಕ್ಲ್ ಸೆಕೆಂಡ್ ಹಾಜಿರ್ಲ್ ಸೆಕೆಂಡ್. 2 ಸೆಕೆಂಡ್ ಹುಡ್ಕೋರು ನಾಸಿರ 2 ಸೆಕೆಂಡ್ ಬಸ್ರಾಕ ಕರೆಕ್ಟ್ ಅಂತ ಹುಡ್ಕೋನು. ಮೊಹಮ್ಮದ್ ಇಜಿಯಾನ್ ಇಸ್ಮಾಯಿಲ್ ಹಾಜಿರ್ಲ್ ಸೆಕೆಂಡ್. ಇಜಿಯಾನ್ ಬಾ ಇಂಜಲ್ ಬಾ ಇಂಜ ರಪ್ಪ. ನೆಕ್ಸ್ಟ್ ಆಫಿದ್ ಹನೀಫ್. ಧನ್ಯವಾದಗಳು ನಾಸಿರ್ ಅವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ಮೀಲಾದ್ ಸಮಿತಿಯ ಸದಸ್ಯರಾದ ಕಾಸಿಂ ಬಾವರ್ ಅವರು ನೀಡಬೇಕಾಗಿ ವಿನಂತಿ. ಓಣದು ಮಾರ್ಕಲ್ ಫಸ್ಟ್ ಹಾಜಿರ್ಲ್ ಫಸ್ಟ್. ಓಣದು 2 ಫಸ್ಟ್ ಹೊಡ್ಕೋರು. ಹಾಜಿರ್ಲ್ ಮಾರ್ಕಲ್ 2 ಫಸ್ಟ್ ಹೊಡ್ಕೋರು. ಏನು ಮುಜಮ್ಮಿಲ್ ಮೊಹಮ್ಮದ್ ಮುಜಮ್ಮಿಲ್ ಬೇಬಾ ಅವನಿಗೇನು ಕೊಡ್ತಿದ್ದಲ್ಲ ಅವನು ಬಂಡ ಬರ್ಮನ ಚಲ್ರ. ಮಾರ್ಕ್ಲ್ ಸೆಕೆಂಡ್ ಹಾಜಿ ರಿಫಾ ಹನೀಫ್. ಮಾರ್ಕ್ಲ್ ಫಸ್ಟ್ ಹಾಜಿರ್ಲ್ ಫಸ್ಟ್ ಬರಾತಲ್ ಫಸ್ಟ್. 3 ಫಸ್ಟ್ ಹೊಡ್ಕೊಂಡು ಜೈನಬ ರಿಫಾ ಓಲ್ಗು 3. ಧನ್ಯವಾದಗಳು ಕಾಸಿಂ ಬಾವರ್ ಅವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ಮೀಲಾದ್ ಸಮಿತಿಯ ಹಸೈನಾರ್ ಪಜೀರ್ ಇವರಿಗೆ ವಿನಂತಿ. ಅಯ್ಯಲಲ್ಲ ಇಯಲಲ್ಲ ನಫೀಸ ಓಲು ಅಲ್ಲ ಮಿಸ್ ಆಗಿಬಿಟ್ಟು ನಾನು. ಆಯ್ತು ಓಕೆ ಓಕೆ
ഏഴാം ക്ലാസ് മുഹമ്മദ് തൗസീഫ് അബ്ദുള്ള താരട്, ಮೊಹಮ್ಮದ್ ರಾಜಿ ಮುಸಲ್ ಮದಿನಿ. ಧನ್ಯವಾದಗಳು ಹಸೈನಾರ್ ಬಜೀರ್ ಅವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ಮೀಲಾದ್ ಸಮಿತಿಯ ಲತೀಫ್ CH ನೀಡಬೇಕಾಗಿ ವಿನಂತಿ. ಅಲಿ ಬಜೀರ್ ದಯವಿಟ್ಟು ವೇದಿಕೆ. ಮೊಹಮ್ಮದ್ ನಿಹಾಲ್ ಹಾಜಿರ್ಲಿ ಸೆಕೆಂಡ್, ಒಂದು ಸೆಕೆಂಡ್ ಒಂದು ಸೆಕೆಂಡ್ ಕೊಡು. ಫಾತಿಮಾ ಹಿಬಾ ಹಾಜಿರ್ಲಿ ಸೆಕೆಂಡ್, ಬರಾತಿಲ್ ಫಸ್ಟ್. ஒரு ಫಸ್ಟ್ ஒரு ಸೆಕೆಂಡ್ ಹೊರಟು. ಹಿಬಾ ಬೇಬಾ ನೀವು ರೆಡಿ ಅವನು ಎಲ್ರಂಗ ಬಸರಿ ತಾರಡು. ಧನ್ಯವಾದಗಳು ಲತೀಫ್ CH ರವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ಮೀಲಾದ್ ಸಮಿತಿಯ ಮೊಹಮ್ಮದ್ ಖಾನ್ ರವರು ನೀಡಬೇಕಾಗಿ ವಿನಂತಿ. ಸೈಫಾ ಸಿದ್ದಿಕ್, ಸೈಫಾ ಸಿದ್ದಿಕ್ ಮಾರ್ಕ್ಲ್ ಸೆಕೆಂಡ್, ಕಿಜಿಲ್ ಫಸ್ಟ್, ಕ್ಯಾಲಿಗರ ಫಸ್ಟ್, ಜಂಟ್ ಫಸ್ಟ್ ஒரு ಸೆಕೆಂಡ್ ಸೈಫಾಗ. ಆಸಿಯಾ ಹನಾ ಅಬ್ದುಲ್ ಹಮೀದ್ ಬೇಬಾ ಹನಾ ಮಾರ್ಕ್ಲ್ ಸೆಕೆಂಡ್, ಬರಾತ್ಲ್ ಫಸ್ಟ್, ஒரு ಫಸ್ಟ್ ஒரு ಸೆಕೆಂಡ್ ಹೋಗೋರು. ಫಾತಿಮಾ. ಧನ್ಯವಾದಗಳು ಮೊಹಮ್ಮದ್ ಖಾನ್ ರವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ಸಿರಾಜ್ ಬಜೀರ್ ಮೀಲಾದ್ ಸಮಿತಿಯ ಸಿರಾಜ್ ರವರು ನೀಡಬೇಕಾಗಿ ವಿನಂತಿ. ಫಾತಿಮಾ ತುಹರಾ ತಾರಡ್, ನಫೀಸಾ ರಿಜಾ ಅಬ್ದುಲ್ ರಹಮಾನ್. ಮೀಲಾದ್ ಸಮಿತಿಯ ಇಬ್ರಾಹಿಂ ಖಲೀಲ್ ದಯವಿಟ್ಟು ವೇದಿಕೆಗೆ ಬನ್ನಿ. ಇಬ್ಬಾಯಿ ಬಜೀರ್ ರಿಜಾ ಓಲ್ ತಾರಡ್ ಕೊಡ್ತಾವ, ಓಲ್ ತಾರಡ್ ಕೊಡ್ತಾವ. ನಫೀಸಾ ರಿಜಾ ಮಾರ್ಕ್ಲ್ ಫಸ್ಟ್, ಬರಾ ಸೆಕೆಂಡ್. ಅದಲ್ಲ ಅದೇ ಅದಲ್ಲ ಅದು ಕೊಡ್ತಾನೆ, ಚೊಳ್ಳಾಡು ಕೊಡ್ತಾನೆ. ಆಯಿಷಾ ಶಹೀದಾ ಮಾರ್ಕ್ಲ್ ಫಸ್ಟ್, ಹಾಜಿರ್ಲು ಸೆಕೆಂಡ್, ಬರಾತ್ಲ್ ಫಸ್ಟ್, ಜಂಟ್ ಫಸ್ಟ್ ಸೆಕೆಂಡ್. ಧನ್ಯವಾದಗಳು ಸಿರಾಜ್ ಬಜೀರ್ ಅವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು JF ಇದರ ಕಾರ್ಯದರ್ಶಿಯಾದ ಅಚ್ಚು ಹಸನ್ ದಯವಿಟ್ಟು ವೇದಿಕೆಗೆ ಬನ್ನಿ. ಏನೇ ಸನಿಯಾ ಸಿದ್ದಿಕ್ ಸಕಾಫಿ ಮಾರ್ಕ್ಲ್ ಸೆಕೆಂಡ್, ಹಾಜಿರ್ಲು ಫಸ್ಟ್, ಬರಾತ್ಲ್ ಸೆಕೆಂಡ್, ಕ್ಯಾಲಿಗ್ರಾಫಿ ಸೆಕೆಂಡ್. 3 ಸೆಕೆಂಡ್ ಅವ್ರು ಫಸ್ಟ್. ಹಸನ್ ಅಚ್ಚು ದಯವಿಟ್ಟು ವೇದಿಕೆಗೆ ಬನ್ನಿ. ಸನಿಯಾ ಬೇಗ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ಮದ್ರಸದ ಗುರುಗಳಾದಂಥ ಅಬ್ದುಲ್ ಖಾದರ್ ಅವರು ಮುಸ್ಲಿಂ ನೀಡಬೇಕಾಗಿ ವಿನಂತಿ. ഇത് ഇനി 8ാം ക്ലാസ് മുഹമ്മദ് തൻവീർ ഉസ്മാൻ. JF ಇದರ ಕೋಶಾಧಿಕಾರಿಯಾದ ಉಸ್ಮಾನ್ ಜೋಗಿಬೆಟ್ಟು ದಯವಿಟ್ಟು ವೇದಿಕೆಗೆ ಬನ್ನಿ. ಬೇಗ ಮೊಹಮ್ಮದ್ ತನ್ವೀರ್ ತಾರಡ್, ರೊಮೇಜ್ ಇಕ್ಬಾಲ್ ತಾರಡ್, ಬೇಗ ಬೇಗ ಬರ್ನು. ಮೊಹಮ್ಮದ್ ರಾಫಿ ಉಸ್ಮಾನ್ ತಾರಡ್ ಇದ ಬಂದುಂಟುಲ್ಲೇ, ಬೇಗ ಬರ್ನು ತಾರಡ್. ಮೊಹಮ್ಮದ್ ಜೈಮ್ ಅಬ್ದುಲ್ ಸಲಾಂ ತಾರಡ್. ಸುಮಯ್ಯ ಫರಹ. ಧನ್ಯವಾದಗಳು ಉಸ್ತಾದ್ ರವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ಉಸ್ಮಾನ್ ಜೋಗಿಬೆಟ್ಟು. ಸುಮಯ್ಯ ಫರಹ ಮಾರ್ಕ್ಲ್ ಫಸ್ಟ್, ಹಾಜಿರ್ಲು ಸೆಕೆಂಡ್, ಬರಾತ್ಲ್ ಫಸ್ಟ್, ಕ್ಯಾಲಿಗ್ರಾಫಿ ಫಸ್ಟ್. 3 ಫಸ್ಟ್ ಒಂದು ಸೆಕೆಂಡ್. ಆಯಿಷಾ ಐಫಾ ಅಶ್ರಫ್ ಹಾಜಿರ್ಲು ಫಸ್ಟ್, ಬರಾತ್ಲ್ ಸೆಕೆಂಡ್.
ಧನ್ಯವಾದಗಳು ಉಸ್ಮಾನ್ ಜೋಗಿಬೆಟ್ರು ಅವರಿಗೆ. ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ಅಲಿಮಾ ಸಾಯಿಮಾ ಹಿದಾಯತ್ಲ್ ಇಸ್ಲಾಂ ಮದ್ರಸದ ಬರಾತುಲ್ ಸೆಕೆಂಡ್ ಅಧ್ಯಾಪಕರಾದಂತಹ ಶಫೀಕ್ ಉಸ್ತಾದರು ನೀಡಬೇಕಾಗಿ ವಿನಂತಿ. ಸೆಕೆಂಡ್ ಸಾಯಿಮಾ ಬೇಗ. ಫಾತಿಮಾ ಶಮ್ನಾ ಓಲ್ ಸೆಕೆಂಡ್ ಅವ ಮಾರ್ಕಲ್ ಸೆಕೆಂಡ್ ಓಲ್ ಸೆಕೆಂಡ್ ಒಂದು ಕೊಟ್ಟರು. ಸಮನ ಏನು ಸಮನಾಗೆ ಮಾರ್ಕಲ್ ಸೆಕೆಂಡ್, ಹಾಜಿರ್ಲಿ ಸೆಕೆಂಡ್, ಕಿಸ್ಸಿಲಿ ಸೆಕೆಂಡ್, ಬರಾತ್ಲಿ ಸೆಕೆಂಡ್, കാലിഗ്രാഫിൽ സെക്കൻഡ്. 1 2 3 4 5 മാർക്ക്, ഹാജിര്, കിസ്, ബറഹ, കാലിഗ്രാഫി 5 സെക്കൻഡ്. ತೊಂದರ್ಲೆ 18th 8 ಒಲಿಂಬೋ ಒಲಿಮಾನ್ ಕ್ಲಾಸ್ ಮೊಹಮ್ಮದ್ ಹನೀಫ್ ಅಸ್ರಫ್ ಬೇಬರ್ನು ಅಸ್ರಫ್ ಹನೀಫ್ ಥರ್ಡ್ ಮುತ್ತಲಿಬಿ ಫುತ್ಮೋನಕ ಹಾಜಿರ್ಲ್ ಫಸ್ಟ್ ಹಾಜಿರ್ಲ್ ಫಸ್ಟ್ ಹೋಗ್ತಾರ. തൻസീൽ അബ്ദുള്ള ഉണ്ടാ നീ തൗസി പറ ഹാജിർ ഫസ്റ്റ് അത് ഓൺ പണ്ട ഓൺ കൊടുക്കും. ഇഫാസ് ഇബ്രാഹിം ഹാജിർ ഫസ്റ്റ് തൻസീൽ അത് ഓൺ തൻസീലില്ല ಇಫಾಜ್ ಮುಂದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನು ಹಾಜಿರ್ ಫಸ್ಟ್ ಹಸನ್ ಬಾವಾ ಫಜೀರ್ ಇವರು ಮಾಡಬೇಕು. ಮುದಸ್ಸಿರ್ ಮೊಹಮ್ಮದ್ ಮಾರ್ಕಲ್ ಸೆಕೆಂಡ್ 1 ಸೆಕೆಂಡ್ ಮುದಸ್ಸಿರ್. അനീസ മുഹമ്മദ് അനീസുള്ളോടെ അവളില്ല. മുഹമ്മദ് അക്ബർ ഉണ്ട് അവൾ അനീസ് ഓൾ ബന്ധ മാർക്കൽ ഫസ്റ്റ് അനീസ. അനീസ വന്ന മാർക്കൽ ഫസ്റ്റ്. ಮರಿಯಂ ಶಮ್ನಾ ಬಸರಿ ಬರಾತುಲ್ ಸೆಕೆಂಡ್ ಮೇಘ ಸಮನ ಇಬ್ರಾಹಿಂ ಬರಾತುಲ್ ಫಸ್ಟ್ ಹೇಬಾ ನಾಫಿಯ ಇಬ್ರಾಹಿಂ ನಾಫಿಯ ಬರಾತುಲ್ ಫಸ್ಟ್ ನಾಫಿಯ ಅಲ್ಲ ಬೇಗ ಬರ್ನು ഒലിമംഗലത്തിന് റെഡി ആവണവാ അതിൽ പത്രങ്ങ കാതു കൊടുക്കും. നാഫിയ ഇബ്രാഹിം ഫസ്റ്റ്. ಆಯಿಷ ಅಫ್ರೀಕ್ ಬರಾತುಲ್ ಸೆಕೆಂಡ್. ದಿನ ಬಹುಮಾನ ವಿತರಣೆಯನ್ನ ನಮ್ಮ ಜಮಾತ್ ಸಮಿತಿಯ ಕ್ರಿಯಾಶೀಲ ಅಧ್ಯಕ್ಷರಾದಂತಹ ಮೊಹಮ್ಮದ್ ಫಜೀರ್ ಇವರು ಮಾಡಬೇಕು ಅಂತ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಸೆಕೆಂಡ್ ಅಫೀಲಾ ಇಕ್ಬಾಲ್ ಬರಾತುಲ್ ಫಸ್ಟ್. ಅಫೀಲಾ ಏನರ್ಥ ಬರ್ತದೆ ಏನು 10ನೇ ಕ್ಲಾಸ್ ಮಾತ್ರ. ಅಫೀಲಾ ಬರಾತುಲ್ ಫಸ್ಟ್ ಏನು 10ನೇ ಕ್ಲಾಸ್. ಮೊಹಮ್ಮದ್ ಶಫೀಲ್ ಅಜೀಜ್ ಹಾಜಿರ್ಲ್ ಫಸ್ಟ್ ಮಾರ್ಕಲ್ ಸೆಕೆಂಡ್ ಜಂಡ್ ಶಫೀಲಾ. ಹಾಫಿಲ್ ಸನಾಬ್ ನಜೀರ್ ಥರ್ಡ್. ಆಶಿಕ್ ಥರ್ಡ್ ಆಶಿಕ್ ಬರವ ಹಿಂಗೆ ಜಂಡಲ್ ತರ ಅನಸ್ ಉಮರ್ ಹಾಜಿರ್ಲ್ ಸೆಕೆಂಡ್. ಇಬ್ರಾಹಿಂ ಅನಸ್ ಅಬ್ದುಲ್ ಹಮೀದ್ ಮಾರ್ಕಲ್ ಫಸ್ಟ್ 1 ಸೆಕೆಂಡ್ ಅವ 1 ಸೆಕೆಂಡ್ ಅದು ಫಸ್ಟ್ ಮಾತ್ರ. ಸಲ್ಮಾನ್ ರಜಾಕ್ ಸಲ್ಮಾನ್ ಥರ್ಡ್ ಆಯ್ತು. എനിക്ക് ಕೆಳಗಿನ ಮದ್ರಾಸ್ ಕೆಳಗಿನ ಮದ್ರಾಸ್ ಉಂಟು. ಯಾರು ಒಂತಾರು ಉಸ್ತಾದ್ ಆಯ್ತಾ?
ಕ್ಲಾಸ್ ನಯೀಂ ಸನಾಬ್ ಉಸ್ಮಾನ್ ಥರ್ಡ್ ಥರ್ಡ್ ಬೇಗ ಬೇಗ ತಾದತ್ ನುಜ್ರತ್ ನಯೀಂ ಕೀಲ ಮದ್ರಸಾ ಬೇಬಾ അവിടെ ടോക്കൺ ഉണ്ടവరు ರಾಜಿಕ್ ಸಿದ್ದಿಕ್ ഔത്തിന് ഓതി കൊടുത്തോണ്ട് ആ ടോക്കൺ കൊടുത്തിട്ട് എടുത്തോണ്ടല്ലേ ರಾಜಿಕ್ ಸಿದ್ದಿಕಾರ್ಲ ಕೀಲ ಮದ್ರಸಾ ಥರ್ಡ್ ಒಂದಣ ಮರಿಯಂ ರಿಲ್ಲಾ ಹನೀಫ್ ಸಿದ್ದಿಕ್ ಬಾಲ ಬೇಗ ಮರಿಯಂ ರಿಲ್ಲಾ ಕೀಲ ಮದ್ರಸಾ ರಾಜಿಗ ಬಂದಂತಲ್ಲ ಬಂದಣ ರಾಜಿಕ್ ಸಿದ್ದಿಕಾರದು ರಿಲ್ಲಾ ಕೊಡ್ಕೋರು ಬರಾತ್ಲಿ ಫಸ್ಟ್ ಹೊಡ್ಕೋರು ಓಲ್ಗು ಫಸ್ಟ್ ಹೊಡ್ಕೋರು ಓಲ್ಗು ಫಸ್ಟ್ ಅದಲ್ಲ ಕೊಂಚನೆ ಬುಲ್ಲೆ ರಾಜಿಕ್ನೆ ಥರ್ಡ್ ಏನೇ ಆಯಿಷಾ ಇಸ್ರಾ ಸೆಕೆಂಡ್ ഇനി എല്ലാം ഉള്ളും സെക്കൻഡ് അവിടെ ഔത്തിന് ഓതി കൊടുത്തോണ്ടു ടോക്കൺ കൊടുത്തിട്ട് 1000 രൂപ എടുത്തോളെ അല്ലേ ടോക്കൺ കയ്യിലുള്ളവർ 1000 രൂപ പോയിട്ട് ഔത്തിന് ഓതി എടുത്തോളെ ನಾವು ಇದು ನೋಕಿಟ್ಟಲ್ಲ ಕನ್ನಡ എടുത്തോണ്ട് പോയ സെക്കൻഡ് സബിയിൽ താത്ത മദ്രസ ഉണ്ട് ഒന്ന് ഫസ്റ്റ് ഒന്ന് സെക്കൻഡ് ഒന്ന് രണ്ട് ಇದೊಂದು ಪ್ರಕಟಣೆ. ತಜ್ಕಿಯತುಲ್ ವಿಲ್ದಾನ್ ಮದ್ರಸಾ ನಡುಹಿತ್ಲು ಇವರ ಮೀಲಾದು ನಬಿ ಕಾರ್ಯಕ್ರಮವು 16/10/2022 ಭಾನುವಾರ ಸಂಜೆ 5 ಗಂಟೆಗೆ ನಡೆಯಲಿದೆ. ಎಲ್ಲ ನಮ್ಮ ಜಮಾತಿನ ಎಲ್ಲರೂ ಕೂಡ ಆ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಿ ಆ ಕಾರ್ಯಕ್ರಮವನ್ನು ಚಂದಗಾಣಿಸಿಕೊಡ್ಬೇಕು ಅಂತ ವಿನಂತಿ ಮಾಡಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಇದೇ ನಮ್ಮ ಇಸ್ರಾ ಬರ ഇഹാൻ ആഷിഖ് കുഞ്ഞുമോനു സെക്കൻഡ് സെക്കൻഡ് ബാക്ക് പറഞ്ഞു ഷബീൽ സിദ്ദീഖ് സഖാഫി ഫസ്റ്റ് രണ്ട് ഫസ്റ്റ് ഷബീലുള്ള അവന് രണ്ട് ഫസ്റ്റ് നോക്കി കീഴിലെ ഉസ്താദ് നോക്കണം കീഴിലെ മക്ക ഷബീലുള്ള സക്കാപ്പിനോട് സക്കാപ്പി ഫസ്റ്റ് രണ്ട് കൊണ്ടേ അവനെ സെക്കൻഡ് അവനെ ಬೇರೆ ವಿಚಿತ್ರ ಅಫ್ರಾಜ್ ಇಬ್ರಾಹಿಂ ಆಜೇರ್ ಸೆಕೆಂಡ್ ಏಷಾನ್ ಬಾವು ಥರ್ಡ್ ಒನ್ ಸೆಕೆಂಡ್ ಏನರ್ಥಕ್ಕೆ ಥರ್ಡ್ ಏಷಾನ್ ಜೈನಬಾ ಹಿಬಾ ಅಲಿ ಜಂಡ್ ಫಸ್ಟ್ ಅಲಿನ ಮೌಲು ಕೀಳೆ ಜೈನಬಾ ಹಿಬಾ ಕೆಳಗಿನ ಮದ್ರಸ എവിടെ താരുടെ ಯಾರ ಬೇನೆ ಫಸ್ಟ್ ಜಂಡ್ ಬೇಬ ಬೇಬ ಮಾರ್ಕ್ ಫಸ್ಟ್ ಹಾಜಿರ್ ಫಸ್ಟ್ ಬರ ಫಸ್ಟ್ ಮೂರು ಫಸ್ಟ್ ಊಡಗಿ ನಾಲ್ಕು ಮೂರು ಫಸ್ಟ್ ಮೀಲಾದ್ ಪಬ್ಲಿಕ್ ಕ್ವಿಜ್ 1444 इधरो आंसर फर्स्ट चल रहा है अदले पिन्ने 6 विन्नर चल रहा है शुरू तक क्वेश्चन है
ತೊಟ್ಟಿಲಲ್ಲಿ ಮಾತನಾಡಿ ತನ್ನ ತಾಯಿಯ ಆರೋಪವನ್ನ ಅಲ್ಲಗಳೆದ ಪ್ರವಾದಿ ಯಾರು? ಈಸಾ ನಬಿ ಅಲೈಹಿಸ್ಸಲಾಂ. ಇದಕ್ಕೆ ಆಲ್ಮೋಸ್ಟ್ ಎಲ್ಲರೂ ಸಮಾತ ಉತ್ತರ ತಂದ್ರಾರು. ಒಂದು ಮಾತ್ರ ಇಬ್ರಾಹಿಂ ನಬಿ ಅಲೈಹಿಸ್ಸಲಾಂ ಅಂತಂದ್ರು. ಜಂಡಾಮತ್ತ ಪ್ರಶ್ನೆ, ಲೂತ್ ನಬಿ ಅಲೈಹಿಸ್ಸಲಾಂರು ಸಮುದಾಯத்தை அல்லாஹ் எങ്ങനെ நாசப்படுத்தியான்னு சொல்றது. இதுக்கு ஜவாப் ஐத்திக்கிரு ಭೂಕಂಪ ಪಿನ್ನ பேர்ல ಮಶ್ಹೂರಾಯದಾಯೋ 6 ಹದೀಸ್ ಗ್ರಂಥಂಗ ಏದಿಂಟು. ಇದಕ್ಕೆ ಯಾರ್ತಿ ಯಾರು ಆಲ್ಮಾರು 5 ಸರಿಯಾಯ ಆನ್ಸರ್ ಹಾಕಿರಾರು. ಎಲ್ಲರೂ ಮಿಸ್ ಹಾಕಿ ಆನ್ಸರ್ ಮುಅತ್ತಾ சொல்றது. 6 ಆನ್ಸರ್ ಹಿಂಗನುಂಟು. ಸಹೀಹುಲ್ ಬುಖಾರಿ, ಸಹೀ ಮುಸ್ಲಿಂ, ಸಹೀ ಅಬೂ ದಾವೂದ್, ಮುಅತ್ತಾ, ನಸಾಯಿ, ತಿರ್ಮಿದಿ. 4ನೇ ಕ್ವೆಶ್ಚನ್, ಯೂಸುಫ್ ಅಲೈಹಿಸ್ಸಲಾಂರು ಉಮ್ಮರ ಪೇರಂದ್ರು ರಾಹಿಲಾ. ಅಹ್ಲೆ ಕಿತಾಬ್ ಶಂತು ಕುರ್ಆನ್ಲೆ ಅಲ್ಲಾಹ್ ಚಂದ್ರ ಏ ಸಮುದಾಯ ಇತ್ತು? ಯಹೂದಿ, ನಸಾರ ಈ ಜನ ಸಮುದಾಯ ಇತ್ತು. ಕ್ರಿಶ್ಚಿಯನ್ಸ್ ಅಂಡ್ ಜ್ಯೂಸ್. ಮೊದಲು ಭೂಮಿಯಲ್ಲಿ ಯಾರು ಯಾರನ್ನು ಕೊಲೆ ಮಾಡಿದರು? ಭೂಮುಖತ್ತ ಸುರೂತ ಕೊಲೆಪಾತಕ. ಇದು 6 ಹಾಕಿರ ಚಂತು ಒಂದು ಕ್ವಶನ್ ಇತ್ತು. ಕಾಬಿಲ್ ಹಾಬಿಲ್ ಕೊಂದರು. 7ನೇ ಕ್ವಶನ್, ಫರ್ಲು ಕೊನಿರ ಫರ್ಲಂಗ ಎತ್ತರ ಚಂತು. ಇದಕ್ಕೆ ಜಂಡು ಫರ್ಲಂಗ ಒಂದು ನಿಯತ್ತು ಪಿನೊಂದು ಇಡೀ ತಡಿಗೆ ತನ್ನಿ ಬೀತಿದ ಕಲ್ಗಲ್. 8ನೇದು ಜಂಡು ಕೊಲ್ಲತ್ತು ತನ್ನಿ ಚಂದಂಗೆ ಎತ್ತರ ಲೀಟರ್ ಚಂತು. ಇದರ ಸರಿಯಾದ ಉತ್ತರ 200 ಲೀಟರ್. ಜಂಡು ಲೀಟರ್ ತನ್ನಿರ ವಿಶೇಷತೆ ಎಂದ್ರೆ ಚಂದ್ರ ಕ್ವಶನ್ ಇತ್ತು. ಫಿಕೆ ಸಂಬಂಧಿಸಿ ಜಂಡು ಲೀಟರ್ ತನ್ನಿರ ವಿಶೇಷತೆ ಚೊಲ್ರೆ ಕ್ವಶನ್ ಒಲಿಬಾ ಮತ್ತದು. ಇದರ ಜವಾಬಿಗನುಂಟು. ನಜಸ್ ಸೇರಿದರೆ ಅದರಿಂದ ನೀರಿನ ವಾಸನೆಯು, ರುಚಿಯು, ಬಣ್ಣವು ವ್ಯತ್ಯಾಸವಾದರೆ ಮಾತ್ರ ನೀರು ನಜಸ್ಸಾಗುತ್ತದೆ. ಇದಕ್ಕೆ ಯಾರು ಸರಿಯಾದ ಜವಾಬು ತಂತಿಲ್ಲ. ಲಾಸ್ಟ್ ಕ್ವಶನ್, ಸಹವರ ಸುಜೂದ್ರೆ ನಿಬಂಧನೆ ಎಂದ್ರೆ ಚಂತು. ಇದು ಕೂಡ 6 ಸರಿಯಾದ ಜವಾಬು ತಂತಿಲ್ಲ. ಇದರ ಜವಾಬು ಐತಿಕ್ಕರು ಮಹಮೂಮು ಅಲ್ಲಾತಂಗ ನಿಯತ್ ಆಕಲ್ ಫರ್ಲ್. മഹ്മൂം അല്ലാത്തങ്ങ നിയത്താക്കൽ ഫർൽ അതല്ലെങ്കിൽ നിസ്കാര ബാത്തിലാവും. അങ്ങനെ ഈ 10 ക്വസ്റ്റ്യൻസിൽ 8 ಕ್ವಶನ್ಸ್ಗೆ ಬೇರೆ ಬೇರೆ ಆಲ್ಮಾರು ಬೇರೆ ಬೇರೆ ರೂಪದಲ್ಲಿ ಆನ್ಸರ್ ಹಾಕಿರಾರು. 2 ಕ್ವಶನ್ಸ್ಗೆ 6 ಆನ್ಸರ್ ಹಾಕಿತ್ತಿಲ್ಲ. പിള്ളേക്കെല്ലാം അപരിപരത്വം ആൻസറാക്കി എങ്ങുള്ളാറ്. ഒട്ടു ഹയസ്റ്റ് മാർക്സ് 5 മാർക്സ് കിട്ടിയത്. 5 മാർക്സ് 6 ആൾക്ക് കിട്ടിയത്. അതിൽ ചീട്ടി എടുത്തിട്ടാകുമ്പോഴത്തേക്കു ജെൻഡാല് வின்னர். ஃபர்ஸ்ட் பிரைஸ் சாஜிதா கம்பள பதவி சொல்ற ஒரு பெண்ணிங்கு போட்டு. அதுபோலவே 2வது பிரைஸ் நஃபீசா சாபிரா சொல்ற பெண்ணிங்கு போட்டு. ಸಾಜಿದಾ ಕಂಬ್ಳ ಪದವು ಈ ಮರೋ ಔತ್ರಂಗ ಅರಂಗಿಂದಂಗ್ಲಿ ಬಂದು ಪ್ರೈಸ್ ಹಿಡ್ಕೊಂಡು ಕೇಟೋಟಲ್ಲ. ಫಸ್ಟ್ ಪ್ರೈಸ್ ಮೀಲಾದ್ ಪಬ್ಲಿಕ್ ಕ್ವಿಜ್ 1444. ಇದರ ಮೊದಲ ಬಹುಮಾನವನ್ನು ಸಾಜಿದಾ ಕಂಬ್ಳ ಪದವು ಇವರು ವಿಜೇತರಾಗಿದ್ದಾರೆ. ಇವರ ಮನೆಯವರು ಯಾರಾದ್ರೂ ಇದ್ರೆ ಬಹುಮಾನವನ್ನು ಸ್ವೀಕರಿಸಬೇಕು ಅಂತ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಬಹುಮಾನ ಸಾಜಿದಾ ಕಂಬ್ಳ ಪದವು. ನಮ್ಮ ಮಕ್ಕಳನ್ನ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಚೆನ್ನಾಗಿ ಸಜ್ಜುಗೊಳಿಸಿದಂತಹ ನಮ್ಮ ಮದ್ರಸಾದ ಉಸ್ತಾದರುಗಳಿಗೆ ಜಮಾತ್ ಮತ್ತು ಜೆಎಫ್ಎ ವತಿಯಿಂದ ಬಹುಮಾನ ನೀಡಲಿದ್ದೇವೆ. ಕ್ಯಾಪ್ಟನ್ ಹನೀಫ್ ഷഫീൽ ബുർദ ക്യാപ്റ്റൻ. പിന്നെ സ്കൗട്ട് ക്യാപ്റ്റൻ ഷഹീൻ. സ്കൗട്ടർ ക്യാപ്റ്റൻ ഷഹീൻ. ಆಯ್ತಲ್ಲ ಏನಾರು ఎనిమిదోళ్ళకు ఉస్తాద్ రంక్ నాలుగు మక్కలు ಇಂಡತ ಇಲೇಸಿಗೆ ಚಂದತ್ಲು ತಯಾರಾಕಿದಾಯೋ ನಂಗಲ ಉಸ್ತಾದ್ ರಂಕ್ ನಂಗಲ ಅಮ್ಮೀರೆ ಮೋನ್ ಚೆರಿಯವನಲ್ಲ ಅಂದ ಬೇರೆ ಅಂದ್ರೆ ഷാസിം ആർല ചൈരജറല ಅಮೀನು ಆಚಾರ್ಯ ಬಾ ಅವನು ಬೇಡ ನಂಗೆ ನೋಡ್ದೆ ಹೇಗಿದ್ದೀರ. ಗುಡ್ ಆಯ್ತು. ಓಕೆ ಅಲ್ಲ ಎಲ್ಲ ರೆಡಿ ಅಲ್ಲ? ಓಕೆ. ಉಸ್ತಾದ್ ರಂಕ್ ನಾಳೆ ಜಮಾತ್ ರಂಕಲ್ಲಿ ಪಾರಿತೋಷಕ ಕೊಡ್ಕೊಂಡು ಇನಾಮ್ ಕೊಡ್ಕೊಂಡು ಅದ್ರ
ഞങ്ങളോ ജമാഅത്ത് ക്രിയാശീല അധ്യക്ഷായോ ಮೊಹಮ್ಮದ್ ಫಜೀರ್ ಇಯಲೆ ಖತೀಬ್ ಉಸ್ತಾದಿಗೆ ಸುರುತೋ ಪಾರಿತೋಷಕ ಹೋಗ್ಕೊಂಡು ಕೇಟುಂಟಲ್ಲ അതുപോലെ ಜೆಂಡಾಮದೈತಿ ನಂಗಲ ಬೆಲ್ಮ ಉಸ್ತಾದಿಗೆ ಇನಾಮ್ ಕೊಡ್ಕೊಂಡು ಪಲ್ಲಿರ ಉಪಾಧ್ಯಕ್ಷ ಇಬ್ರಾಹಿಂ ಪಾಡಿ ಹೇಳ್ತಾ ಕೇಟುಂಟಲ್ಲ അതേപോലെ മൂന്നാമതായിട്ട് ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്തുമല്ല ಮುಡಿಪು ಉಸ್ತಾದ್ ಅಬ್ದುಲ್ ಖಾದರ್ ದಾರಿಮಿ ಇಯಲ್ಗೆ ಪಲ್ಲಿರೋ ಖಜಾಂಜಿ ಬಾವುಂಚ ಇಯಲ್ ಕೊಡ್ಕೊಂಡು ಇನಾಮ್ ಕೊಡ್ಕೊಂಡು ಕೇಟುಂಟಲ್ಲ അതേപോലെ ഷഫീഖ് ഫാലിലി ഉസ്താദ് ഇയാൾക്ക് ബഷീർ ഫജീർ ഇയാള് അതേപോലെ ബെൽമ ഉസ്താദിಗೆ ഞങ്ങളോ ജമാഅത്തെ ಹಿರಿಯಾಲಾಯ ಪಾಡಿ ಸೂಪಿಚ್ಚ ഒരു ಕ್ಯಾಶ್ ಪ್ರೈಸ್ ಕೊಡ್ಕೋಗು ತೀರ್ಮಾನಿಸಿರು ಅದ್ರ ಅಯಲೆ ಬೈತು ಕೊಡ್ಕೊಂಡು ಕೇಟುಂಟಲ್ಲ ಕೊಡ್ತದ ಅದ್ರ ಅಧ್ಯಕ್ಷ ಕೊಡ್ತಿದ್ದು ಸೂಪಿಚ್ಚ ಸ್ಪಾನ್ಸರ್ ಹಾಕಿದ ಕ್ಯಾಶ್ ಪ್ರೈಸ್ ಬೆಲ್ ಮುಸ್ತಾದಿ അതേപോലെ ನಾಳೆ ಪಲ್ಲಿನ ಖಾದಿಮಾಯ ಶುಕೂರ್ ಇಯಲು ಕೂಡ ಇನಾಮ್ ಕೊಡ್ಕೊಂಡು ಇಯಲು ನಾನು ಸ್ಟೇಜಿಗೆ ಬಿಲ್ಚುಂಟಲ್ಲ ಏನಿ ಮಕ್ಕಳಿಗೆ ಕ್ಯಾಶ್ ಪ್ರೈಸ್ ಕೊಡಿ ತಂದ್ರಾರೆ ಸ್ಪಾನ್ಸರ್ ಹಾಕಿರಾರೆ ಅದ್ರ ನಾನು ಸ್ಕೌಟ್ ದಫ್ ಇದ್ರ ಮಕ್ಕಗೆಲ್ಲ ಉಂಟು ಸ್ಕೌಟ್ ಮಕ್ಕಗೆ ഒരു ಕ್ಯಾಶ್ ಪ್ರೈಸ್ 1150 ಏನೊಂದು 1150 ಇನ್ನೊಂದು 1150 ಸ್ಕೌಟ್ ಮಕ್ಕಗೆ 3 ಕ್ಯಾಶ್ ಅವಾರ್ಡ್ ಕಿಟ್ಟಿದೆ ಸ್ಕೌಟ್ ಟೀಮ್ ರ ಕ್ಯಾಪ್ಟನ್ ಬಂತು ಈ ಪ್ರೈಸ್ ಎಡ್ತೊಂಡು ಕೇಟುಂಟಲ್ಲ അതുപോലെ നെക്സ്റ്റ് ദഫ് ടീമിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ ദഫ് ടീമിಗೂ 3 ಕ್ಯಾಶ್ ಅವಾರ್ಡ್ ಬಂದಿದೆ ದಫ್ ಟೀಮಿನ ಕ್ಯಾಪ್ಟನ್ പറഞ്ഞു ಕೇട്ടിട്ടുണ്ടല്ലേ ಕ್ಯಾಪ್ಟನ್ ಕೂಡ ರೆಡಿ ಐತಿ അതേപോലെ നെക്സ്റ്റ് ജെൻഡ് ക്യാഷ് അവാർഡ് ಬಂದಿರಿ ಕವಾಲಿ ಟೀಮ್ ಕ್ಯಾಪ್ಟನ್ ಬಂತು ಕ್ಯಾಶ್ ಅವಾರ್ಡ್ ಎಡ್ತೊಂಡು ಕೇಟುಂಟಲ್ಲ ಕವಾಲಿ ಹಾಫಿದ್ ಅಂಡ್ ಅರ್ಫಾನ್ ಹಿಂಗ್ ಸಂಭಾಷಣೆಗೆ ಕ್ಯಾಶ್ ಪ್ರೈಸ್ ನಿಂಗೆ ಬಂದು ಎಡ್ತೊಂಡು ಕೇಟುಂಟಲ್ಲ ಮಲಯಾಳಂ ಪ್ರಸಂಗತಿಗೆ ಐತೆ ಕ್ಯಾಶ್ ಅವಾರ್ಡ್ ಇಬ್ರಾಹಿಂ ಅನಸ್ ತೌಫೀಕ್ ಮಲಯಾಳಂ ಪಾಟ್ ಇದಕ್ಕೆ ಜೆಂಡ್ ಕ್ಯಾಶ್ ಅವಾರ್ಡ್ ಸಫೀಲ್ ಇಯಲ್ಗೆ ಕನ್ನಡ ಪಾಟ್ಲು ಜೆಂಡ್ ಒಟ್ಟು 3 ಕ್ಯಾಶ್ ಅವಾರ್ಡ್ ಸಫೀಲ್ ಬಂದಿರ್ತಾರೆ ಕೇಟುಂಟಲ್ಲ ಹನೀಫ್ ಸನ್ ಆಫ್ ಅಶ್ರಫ್ ಇಯಾಲ್ಗೆ ಮಲಯಾಳಂ ಪಾಟ್ಲು ஒரு ಕ್ಯಾಶ್ ಅವಾರ್ಡ್ ಮುಜಮ್ಮಿಲ್ ಇಯಾಲ್ಗೆ ಮಲಯಾಳಂ ಪಾಟ್ಲು ஒரு ಕ್ಯಾಶ್ ಅವಾರ್ಡ್ ಸಬೀಲ್ ಒಂದು ಬೇರೆ ಉಂಟು ಸಬೀಲ್ ಬಂದು ಒಂದು ಎಡ್ತೊಂಡು ಕೇಟುಂಟಲ್ಲ ಸ್ಪೀಚ್ ಕ್ಯಾಶ್ ಅವಾರ್ಡ್ ಕಥಾ ಪ್ರಸಂಗ ಟೀಮ್ಗೂ ಕ್ಯಾಶ್ ಅವಾರ್ಡ್ ಇದ್ರ ಕ್ಯಾಪ್ಟನ್ ಬಂದು ಎಡ್ತೊಂಡು ಕೇಟುಂಟಲ್ಲ ಊಡೆಗೆ ಇನಾಮ್ ಕೊಡ್ಕೊಳ್ಳಲು ಎಸ್ತಿಂತೆ ಎನಿ ಮುನಲ್ಗೂ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಬಹುಮಾನ್ಯರಾದ ನಮ್ಮ ಉಸ್ತಾದರವರೇ ಹಾಗೂ ನಮ್ಮ ಮದ್ರಸದ ಅಧ್ಯಾಪಕರೇ ಮತ್ತು ನಮ್ಮ ಜಮಾತ್ ಕಮಿಟಿಯ ಹಿರಿಯ ಸದಸ್ಯರಾದ ಅಬ್ದುಲ್ ಖಾದರ್ ಅವರೇ, ಇಬ್ರಾಹಿಂ ರವರೇ ಮತ್ತು ಟೈಮಿಲ್ಲಿ ಹೆಸರು ಹೇಳುವುದಿಲ್ಲ, ಎಲ್ಲ ನಮ್ಮ ಈ ಜಮಾತ್ ಕಮಿಟಿನ ಸದಸ್ಯರೇ ಹಾಗೂ ಇಲ್ಲಿ ಸೇರಿದಂಥ ನನ್ನ ಎಲ್ಲ ಜಮಾತಿನ ಹಿರಿಯರೇ ಕಿರಿಯರೇ ಮಕ್ಕಳೇ ಮತ್ತು
ನನ್ನ ಸಹೋದರಿ ತಾಯಂದಿರೇ, ಇಷ್ಟರವರೆಗೆ ಬಹಳ ಹೊತ್ತು ನೀವು ಕಾದು ಬಹಳ ತಾಳ್ಮೆಯಿಂದ ನಿಮ್ಮ ಮಕ್ಕಳ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ನೀವು ವೀಕ್ಷಿಸಿದ್ದೀರಿ. ಅದಕ್ಕಾಗಿ ನಿಮಗೆ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವು ನಾವು ಕಾಣ್ತಾ ಇದ್ದೇವೆ, ಬಹಳ ಸುಂದರವಾದ ಕಾರ್ಯಕ್ರಮ. ಅಲ್ಲಾಹನ ನಾಮಾಂಕಿತವಾದ ರಹಮಾನ್ ಮಸೀದಿ ಮತ್ತು ಹಿದಾಯತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಇದರಿಂದ ಅಲಂಕೃತವಾದಂತಹ ಈ ಭವ್ಯ ಈ ಒಂದು ಸ್ಟೇಜಿಯಲ್ಲಿ ಸಂದರ್ಭದಲ್ಲಿ ನೀವೆಲ್ಲರೂ ಬಹಳ ಸೂಕ್ಷ್ಮವಾಗಿ ಇದನ್ನು ನೋಡ್ತಾ ಇದ್ದೀರಿ. ನಮ್ಮ ಉಸ್ತರಾದರು ನಮ್ಮ ಈ ಮಕ್ಕಳ ಕಾರ್ಯಕ್ರಮವನ್ನು ಭಾರಿ ಸಂತೋಷದಿಂದ ಭಾರಿ ಪ್ರಯತ್ನದಿಂದ 2 ತಿಂಗಳಿನಿಂದ ಆ ಮಕ್ಕಳಿಗೆ ಬಹಳವಾದ ಪ್ರಾಕ್ಟೀಸ್ ನೀಡಿ ಆ ಮಕ್ಕಳನ್ನು ಅತ್ಯಂತ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸಜ್ಜುಗೊಳಿಸಿದ್ದಾರೆ. ಅವರಿಗೆ ನಾನು ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. ಅದೇ ಹಾಗೆ ಸ್ಕೌಟು ಮತ್ತು ದಪ್ಪು ಇದಕ್ಕಾಗಿ ನಮ್ಮ ಬೆಲ್ಮ ಉಸ್ತಾದರವರು ಬಹಳವಾಗಿ ಪ್ರಯತ್ನ ಪಟ್ಟು ಸಾಹಸವನ್ನು ಮಾಡಿದ್ದಾರೆ. ಅವರಿಗೆ ನನ್ನ ಅತ್ಯಂತ ಮನತಾಳದ ಕೃತಜ್ಞತೆಗಳು ಮತ್ತು ಧನ್ಯವಾದಗಳು. ಇನ್ನು ನೀವು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಮಗೆ ಎಲ್ಲರೂ ಬಹಳ ಸಹಕಾರವನ್ನು ನೀಡಿದ್ದೀರಿ. ನಿಮ್ಮ ಸಹಕಾರಕ್ಕಾಗಿ ನಿಮಗೆ ನಾನು ಧನ್ಯವಾದಗಳನ್ನು ಅರ್ಪಿಸುತ್ತೇನೆ. ಟೈಮ್ ಆಯಿತು, ಇನ್ನು ಹೆಚ್ಚಿಗೆ ಮಾತಾಡುವುದಿಲ್ಲ ನಾನು. ಇದಕ್ಕಾಗಿ ಈ ಮಸೀದಿಯ ಲೈಟಿಂಗ್ ಅಲಂಕಾರ ಮಾಡಿದಂತಹ ಮೊಯ್ದಿನ್ ಕುಂಜಿ ಮತ್ತು ಮದ್ರಸದ ಅಲಂಕಾರ ಮಾಡಿದಂತಹ ಹಸೀನಾ ಮತ್ತು ಇಲ್ಲಿ ಊಟದ ಈ ಪದಾರ್ಥ ಇಲ್ಲ ವ್ಯವಸ್ಥೆ ಮಾಡಿದಂತಹ ನಮ್ಮ ಅಲಿ ಅವರ ತಂಡ ಮತ್ತು ಇಲ್ಲಿ ಮೈಕದ ಮಾಡಿದಂತಹ ನಮ್ಮ ಹಂಸ ಮತ್ತು ಇದಕ್ಕಾಗಿ ದುಡಿದಂತಹ ನಮ್ಮ ಎಲ್ಲ ಯುವಕರು, ಜಮಿಯತುಲ್ಲಾ ಫ್ರೆಂಡ್ಸ್ ಅಸೋಸಿಯೇಷನ್ ಮತ್ತು ನಮ್ಮ ಚೆನ್ನೋಡಿಯ ಯುವಕರು, ಜೋಗುಬೆಟ್ಟು ಮತ್ತು ಕೆಳಗಿನ ಫ್ರೆಂಡ್ಸ್ ಅಸೋಸಿಯೇಷನ್ ಇವತ್ತು ಎಲ್ಲ ಯುವಕರಿಗೆ ನಾನು ಇವತ್ತು ಅಭಿನಂದನೆಯನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. ಇವತ್ಯಂತ ಯಶಸ್ವಿಯಾಗಿ ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮ ನಡೆದಿದೆ. ಅದಕ್ಕಾಗಿ ನೀವೆಲ್ಲರೂ ಶ್ರಮ ಪಟ್ಟಿದ್ದೀರಿ. ಅದಕ್ಕಾಗಿ ನಾನು ನಿಮಗೆ ಧನ್ಯವಾದಗಳನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. ಇದಕ್ಕಾಗಿ ಎಲ್ಲರೂ ತಮ್ಮಿಂದಾದ ತನು ಮನ ದಹನ ಸಹಕಾರಗಳನ್ನು ನಮಗೆ ನೀಡಿದ್ದೀರಿ. ಇನ್ನು ಮುಂದೆಯೂ ನಿಮ್ಮ ಸಹಕಾರ ಸದಾ ನಮಗೆ ಬೇಕು. ಕುರ್ಆನ್ ಶರೀಫಿನ ಎಲ್ಲ ವಾಕ್ಯಗಳನ್ನು ನಾವು ಪಾಲಿಸಬೇಕು. ರಸೂಲ್ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರನ್ನು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಇಲ್ಲಿ ಸೃಷ್ಟಿಸದೆ ಇಲ್ಲದಿದ್ದರೆ ಈ ಜಗತ್ತನ್ನೇ ಯಾವ ಸೃಷ್ಟಿಯನ್ನು ಅಲ್ಲಾಹು ಸೃಷ್ಟಿಸಿದ ಹೇಳುತ್ತಿದ್ದ ಲೌಲಾಕ ಲಮ್ಮಾ ಖಲಕ್ತಲ್ ಅಫ್ಲಾಕ್. ಒಂದು ಸೃಷ್ಟಿಯನ್ನು ನಾನು ಉಳಿಸಲು ಉದ್ದೇಶಿಸುತ್ತಿರಲಿಲ್ಲ. ಆ ರಸೂಲ್ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ವಸಲ್ಲಂ ಅಲೈಹಿವರನ್ನು ಒಂದೇ ಒಂದು ಉದ್ದೇಶದಿಂದ ನಾನೆಲ್ಲರೂ ಸೃಷ್ಟಿಸಿದ್ದೇನೆ. ಅಂತ ರಸೂಲನ್ನು ನಾವು ಎಷ್ಟು ಪ್ರೇಮಿಸಿದರು ಸಾಲದು. ಈ ಕಾರ್ಯ ಮಾತು ಈ ಒಂದು ದಿವಸಕ್ಕೆ ಸಲ್ಲದು. ನೀವು ಪ್ರತಿದಿನವೂ ರಸೂಲ್ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ನುಡಿಯನ್ನು ಅರಿತು ನಾವು ಮುಂದುವರಿಯಬೇಕು. ಇಸ್ಲಾಂ ದೀನಿನಲ್ಲಿ ನಾವು ಭದ್ರತೆಯನ್ನು ಆ ಮೂಲಕ ನಾವು ಇಸ್ಲಾಂ ದೀನಿನಲ್ಲಿ ನಡೆಯಬೇಕು. ಯಾಕೆಂದರೆ ಇಸ್ಲಾಂ ಎಂದರೆ ಒಂದು ಕೇವಲ ಮತವಲ್ಲ, ಅದು ಅವನ ಜೀವನ ಶೈಲಿಯಾಗಿದೆ. ಅದು ಜೀವನ ಶೈಲಿ ಎಂದರೆ ನಮಗೆ ಪ್ರತಿಯೊಂದನ್ನು ಅದು ಕಲಿಸುತ್ತದೆ. ನೀನು ನಡೆಯುವುದು, ಮಲಗುವುದು, ಹೋಗುವುದು, ಬರುವುದು, ಕೆಲಸ, ವ್ಯಾಪಾರ, ತಂದೆ ತಾಯಿಯವರ ಅಲ್ಲಿ ಮಾತಾಪಿತರ ನಡತೆ, ಅವರಲ್ಲಿ ಹೇಗೆ ನಡೆದುಕೊಳ್ಳಬೇಕು, ಅವರು ಮಾತಾಪಿತರ ಮಕ್ಕಳನ್ನು ಹೇಗೆ ನೋಡಿಕೊಳ್ಳಬೇಕು, ಪತಿಪತ್ನಿಯರು ಹೇಗೆ ನಡೆದುಕೊಳ್ಳಬೇಕು, ಇದೆಲ್ಲವನ್ನು ಇಸ್ಲಾಂ ನಮಗೆ ಅಚ್ಚುಕಟ್ಟಾಗಿ ಅಕ್ಷರಂ ಪ್ರತಿ ಕಲಿಸಿಕೊಟ್ಟಿದೆ. ಅದನ್ನು ನಾವು ಪಾಲಿಸುತ್ತಾ ಇರಬೇಕು. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನೀವು ಬಂದಿದ್ದೀರಿ, ಬಹಳ ಸಂತೋಷವಾಗಿದೆ, ಇದು ಯಶಸ್ವಿಗೊಂಡಿದೆ. ಇಷ್ಟು ಮಾತ್ರ ನಾನು ಹೇಳಿಕೊಂಡು ಮತ್ತು ಇದರ ಇನ್ನೂ ಹಲವಾರು ಸಲ್ಲಿಸಲಿದ್ದೇವೆ. ಯಾಕೆಂದರೆ ಇವತ್ತು
ಕೆಳಗಿನ ಜೋಗುಬಟ್ಟಿನಲ್ಲಿ ಆ ಮದ್ರಸ ಒಂದು ಮಸೀದಿಯನ್ನು ನಾವು ಇವತ್ತು ಉದ್ಘಾಟನೆಗೊಳಿಸಿದ್ದೇವೆ. ಅದಕ್ಕಾಗಿ ಹಲವಾರು ಜನರು ನಮಗೆ ಶ್ರಮಿಸಿದ್ದಾರೆ. ಅಲ್ಲಿ ಆ ಸ್ಟಾರ್ ಪ್ರೊಫೆಸರ್ ಅವರು ಇವತ್ತು ಅದಕ್ಕೆ ನಾಶದ ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡಿದ್ದಾರೆ. ಮತ್ತೆ ಅಲ್ಲಿ ಎಲ್ಲ ಶ್ರಮದಾನಗಳನ್ನು ಮಾಡಿ ಅದನ್ನು ಯಶಸ್ವಿಗೊಳಿಸಿದ್ದಾರೆ. ಅದೇ ಹಾಗೆ ಪ್ರತಿಯೊಬ್ಬ ಯುವಕರು ನಮಗೆ ಇವತ್ತು ಸಹಕಾರ ಕೊಟ್ಟಿದ್ದಾರೆ. ಈ ಸಹಕಾರದಿಂದ ನನಗೆ ಭಾರಿ ಸಂತೋಷವಾಗಿದೆ. ಇನ್ನು ಮುಂದೆಯೂ ಸಹಕಾರ ಬೇಕು, ನಮ್ಮೆಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳು ಯಶಸ್ವಿಯಾಗಿ ನಡೆಯಬೇಕು ಅಂತ ಕೇಳಿಕೊಳ್ಳುತ್ತೇನೆ. ಯಾಕೆಂದರೆ ಮೊನ್ನೆ ನಾವೊಂದು ಕೆಳಗಿನ ಕೆಳಗಿನ ನಮ್ಮ ಈ ಕಬರಸ್ಥಾನದ ಹತ್ರ ಒಂದು ತಡೆಗೋಡೆ ನಿರ್ಮಿಸಬೇಕು ಎಂಬ ಉದ್ದೇಶದಿಂದ ಅಲ್ಲಿ ಈ ಮಸೀದಿಯ ಕೆಲಸ ಮಾಡುವಾಗ ಅಲ್ಲಿ ಈ ಸಮತಟ್ಟು ಮಾಡೋ ಸಂದರ್ಭದಲ್ಲಿ ಅಲ್ಲಿ ಅದಕ್ಕೆ ಹೋಗುವಂತ ದಾರಿಗಳು ಬಂದಾಗಿತ್ತು ಮತ್ತು ಮಣ್ಣಿನ ರಾಶಿಗಳು ಬಿದ್ದಿದ್ದು. ಇದನ್ನೆಲ್ಲ ಸರಿಪಡಿಸಿ ಒಳ್ಳೆ ತಡೆಗೋಡೆ ಕೊಟ್ಟಬೇಕೆಂಬ ಉದ್ದೇಶದಿಂದ ನಾವು ಹೇಳ್ತಿರುವಾಗ ನಮ್ಮ ಬಸೀರ್ರವರು ಹೇಳಿದರು, ನಾನು ಅದಕ್ಕಾಗಿ ನಾವು 30,000 ರೂಪಾಯಿಯನ್ನು ಕೊಡ್ತೇವೆ ಅಂತ ಮಾತನ್ನು ನಮ್ಮಲ್ಲಿ ಹೇಳಿದರು. ಅದೇ ಪ್ರಕಾರ ನಾವು ಅದನ್ನು ಮೀಟಿಂಗಿನಲ್ಲಿಟ್ಟು ಮಾತಾಡಿದಾಗ ಮತ್ತೊಂದು ಇವರು ನಮ್ಮ ಚಾರಿಟೇಬಲ್ ಟ್ರಸ್ಟ್ನವರು ಕೂಡ 20,000 ಕೊಡ್ತೇನೆ ಅಂತ ಹೇಳಿದರು. ಇದನ್ನು ನಾವು ಒಂದು ಬೆರ್ನಾಲ್ ದಿವಸ ಒಂದು ಉಸ್ತಾದರ ಹತ್ರ ಹೇಳಿದ್ದೆವು, ಇದನ್ನು ಮಸೀದಿಯಲ್ಲಿ ಪ್ರಸ್ತಾವಿಸುವಂತ. ಈ ಪ್ರಸ್ತಾವನೆಯನ್ನು ಮಾಡಿದಾಗ ನಮಗೆ ಅಲ್ಲಿ ಸಾಧಾರಣ 10,000 1 ಲಕ್ಷಕ್ಕೂ ಮೀರಿ ಖರ್ಚು ಬೇಕಾದಂತಹ ಈ ಸಂದರ್ಭದಲ್ಲಿ ಇದನ್ನು ನಾವೇ ಹೇಗೆ ಮಾಡುವುದೆಂದು ವಿಚಾರಿಸಿರುವಾಗ ನಾವೊಂದು ಯೋಜನೆ ಮಾಡಿದೆವು. ನಮ್ಮಲ್ಲಿ ಹಲವಾರು ನಮ್ಮ ಜಮಾತಿಗೊಳಪಟ್ಟ ಸಂಘ ಸಂಸ್ಥೆಗಳಿದೆ, ಯುವ ಸಂಘಟನೆಗಳಿದೆ. ಇದನ್ನೆಲ್ಲ ಕೂಡಿಸಿಕೊಂಡು ಈ ಕೆಲಸವನ್ನು ಮಾಡಬೇಕೆಂಬ ಉದ್ದೇಶದಿಂದ ಅವರಿಗೆ ನಾವು ಎಲ್ಲರಿಗೂ ಒಂದು ಪತ್ರವನ್ನು ಬರೆದು ಮೀಟಿಂಗ್ಗೆ ಸಭೆಗೆ ಬರುವಂತೆ ಆಹ್ವಾನಿಸಿದೆವು. ಇದಕ್ಕಾಗಿ ಈ ಕೆಲಸವನ್ನು ನಮ್ಮಲ್ಲಿ ಅಪಾರವಾದ ಯುವಶಕ್ತಿ ಇದೆ, ಈ ಯುವಶಕ್ತಿಯನ್ನು ಉಪಯೋಗಿಸಿಕೊಂಡು ಈ ಕೆಲಸವನ್ನು ಮುಗಿಸಬೇಕೆಂಬ ಹಂಬಲ ನಮಗಿತ್ತುವುದು. ಅದಕ್ಕಾಗಿ ನಮ್ಮ ಯುವಕರನ್ನೆಲ್ಲರೂ ಕರೆದೆವು. ಆದರೆ ಅವರ ಸ್ಪಂದನೆ ಅಷ್ಟಾಗಿ ನಮಗೆ ಕಾಣಲಿಲ್ಲ. ಆ ಒಂದು ಕಾರ್ಯಕ್ಕೆ ಅವರು ಮುಂದೆ ಬರುವಂತಹ ಯೋಜನೆ ನಮಗೆ ಕಾಣಲಿಲ್ಲ. ಅದಕ್ಕಾಗಿ ನಾವು ಏನು ಮಾಡಿದೆವು, ಇದು ಕಬರಸ್ಥಾನ, ಇದು ಎಲ್ಲರಿಗೆ ಬೇಕಾದದ್ದು. ನಮ್ಮ ಕುಟುಂಬದಿಂದ ಮೃತಪಟ್ಟವರಲ್ಲಿ ಮಲಗಿದ್ದಾರೆ, ಅವರಲ್ಲಿ ಅಲ್ಲಿ ಹೋಗಿ ಜಿಯಾರತ್ ಮಾಡುವಂತಹ ವ್ಯವಸ್ಥೆ ಆಗಬೇಕು. ಅದಕ್ಕಾಗಿ ನಾವು ಇದೆಲ್ಲರೂ ಪಾಲ್ಗೊಳಿಸಬೇಕೆಂಬ ಉದ್ದೇಶದಿಂದ ಏನು ಮಾಡಿದೆವು, ಅನಿವಾರ್ಯವಾಗಿ ನಮಗೆ ಮನಸ್ಸಿಲ್ಲ ಇದ್ದವರು ಪ್ರತಿ ಮನೆಗೂ 500 ರೂಪಾಯಿಯನ್ನು ಹೊಂದಿಗೆ ಆಗಿ ಮಾಡಿ ಆ ಕೆಲಸವನ್ನು ಮುಗಿಸಿದ್ದೇವೆ. ಅದಕ್ಕಾಗಿ ಅವರೆಲ್ಲ ನಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ, ಅವರಿಗೂ ಸಹ ಧನ್ಯವಾದ ನಡೆಸುತ್ತೇನೆ. ಹೇಳ್ತೇನೆ, ಯುವಕರನ್ನು ನಾನು ದೂರದಲ್ಲ, ಯುವಕರು ಎಲ್ಲರಿಗೂ ಬರ್ತಾರೆ. ಆದರೆ ಇಂತಹ ಕಾರ್ಯಗಳಲ್ಲಿ ಯುವಕರು ದೂರ ನಿಲ್ಲಬಾರದು. ಅವರು ಕೇವಲ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಮಾತ್ರ ಅಲ್ಲ, ಎಲ್ಲ ಕಾರ್ಯವನ್ನು ನಮ್ಮೊಂದಿಗೆ ಬಂದು ನಮಗೆ ಸಹಕಾರ ಕೊಟ್ಟು ಎಲ್ಲ ಕಾರ್ಯವನ್ನು ಪೂರ್ತಿಗೊಳಿಸಬೇಕು ಅಂತ ಕೇಳಿಕೊಂಡು ನನ್ನ ಈ 2 ಮಾತನ್ನು ಮುಗಿಸುತ್ತೇನೆ. ಇಲ್ಲಿ ಮದ್ರಸ್ತಿಗೆ ಲೈಟಿಂಗ್ ಹಾಕಿದಂದ್ರೆ, ಕೀರ್ತ ಮದ್ರಸ್ತಿಗೆ ಲೈಟಿಂಗ್ ನಂಗಲ ಹಂಸ ಹಾಕಿದಂದ್ರೆ, അതേപോലെ സ്റ്റേജ് JFA ಹಾಕಿದಂದ್ರೆ, ನಂಗಲ ಊರು ತಿಂಡ ತಯಾರಿ ಅಲ್ಲಿ ಹಾಕಿದಂದ್ರೆ, അതുപോലെ ಬಾವುಂಚ ಅರು ತ್ಯಾಂಗೆ ತಂದ್ರೆ ಬಾವುಚ ಅದ್ರ ಮರ್ಚಿపోయి ಅದ್ರಾಂಚರ ಬೇರ್ಲಿ ಅರು ತ್ಯಾಂಗೆ ತಂದ್ರೆ, ಸ್ಟಾರ್ ಫ್ರೆಂಡ್ಸ್ ಜೋಗಿ ಬಿಟ್ರಂಗ ಸುಬೈಗೆ ರ್ಯಾಲಿಲ್ പോയെങ്കിൽ ഫുഡ് അറേഞ്ച്മെന്റ് ആക്കിതಂದ್ರೆ, അതുപോലെ അറേബ്യൻ ഇട്ರಂಗ ಊರ ಸಮಾಧಾನ ನಡೆದ ಸಂದರ್ಭದಲ್ಲಿ ಬಾಲಕರಿಗೆ ಫುಡ್ ಅರೇಂಜ್ಮೆಂಟ್ ಆಕಿದಂದ್ರೆ ಎಲ್ಲರಿಗೂ ಜಜಾಕಲ್ಲಾಹು ಖೈರನ್. അതുപോലെ ചെമ്മാൽ ദുആർക്കും പൈസ തന്നിരാറ്. എല്ലാവർക്കും ഉസ്താദ് ദുആർക്കര്. സ്നേഹമുള്ളവരെ, ഇൻഷാ അല്ലാഹ് അടുത്ത 14-ാം തീയതി അസർ നിസ്കാരത്തിന് ശേഷമാണ് നമ്മുടെ മദ്രസ ആരംഭിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം വരുന്ന കുട്ടികൾക്ക് 14-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് മദ്രസ തുടങ്ങുന്നത്. രാവിലെ സുബഹിക്ക് വരുന്ന കിടാക്കൾക്ക് ശനിയാഴ്ച സുബഹിക്ക്, അതായത് 15-ാം തീയതി സുബഹിക്കാണ് മദ്രസ ആരംഭിക്കുന്നത്. അർഹമുർ റഹീമീനായ രാജസയ്യിദായ അല്ലാഹുവേ, ഞങ്ങളുടെ ഈ അമലിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ.
ഈ മീലാദുൻ നബിക്ക് വേണ്ടി ആരെല്ലാം എന്തെല്ലാം നീ സഹായിച്ചിട്ടുണ്ടോ നീ അറിയുന്നവനാണ് അല്ലാഹ്. തടി കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടോ അവരെ നീ സഹായിക്കണേ റഹ്മാനെ. അടുത്ത കൊല്ലത്തേക്ക് പട്ടി ഉണ്ടാക്കുമ്പോ ഇവിടെ നല്ല ഉത്സാഹത്തോടുകൂടെ ഇവിടെ സംഭാവന വാഗ്ദാനം ചെയ്തവർ നീ അറിയുന്നവനാണ് അല്ലാഹ്. അവരതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അവർക്കുള്ള കച്ചവടങ്ങളിൽ, അവർക്കുള്ളതായിരിക്കുന്ന ജോലികളിൽ, അവർക്കുള്ള മുഴുവൻ കാര്യങ്ങളിലും നീ ബർക്കത്തും റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. പടച്ചവനെ, ജാരിയായ സദഖകളുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഖ്വാൽ അഫ്ആലിൽ പിൻപറ്റാൻ ഈ സദഖയുടെ കാരണം കൊണ്ട് ഞങ്ങൾക്കും അവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളെയും സാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. നാഫിയായ ഇൽമ പഠിക്കാനും അതിനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഏറെ ഏറെ തരണേ റഹ്മാനെ. നാഫിയായ ഇൽമ ഞങ്ങൾക്ക് ഏറ്റി തരണേ അല്ലാഹ്. ഇവിടെ ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്കും നീ ഇഖ്ലാസിനെ നൽകണേ അല്ലാഹ്. പഠിപ്പിക്കാനുള്ള ഉന്മേഷം നൽകണേ അല്ലാഹ്. എല്ലാ നിലയിലും ഞങ്ങളെയും അവരെയും റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ റഹ്മാനെ. പടച്ചവനെ, യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ബിദ്അത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ ഓരോരുത്തർക്കും 5 വഖത്ത് നിസ്കാരവും പള്ളിയിൽ ജമാഅത്തായി അവ്വൽ വഖത്തിൽ തന്നെ ജമാഅത്തായി നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, നിന്റെ ഭയം, നിന്റെ പേടി ഞങ്ങളെ ഹൃദയത്തിൽ ഇട്ടിത്തരണേ റഹ്മാനെ. ദോഷങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവർ, നമ്മളെ കൂടെ പ്രവർത്തിച്ചിരുന്നവർ, പടച്ചവനെ, അവർക്കുള്ള ഖബറുകളെ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവർക്കുള്ള ഖബറുകളെയും ഞങ്ങളെ ഖബറുകളെയും സ്വർഗ്ഗപൂങ്കാവനമാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെയും അവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് താഴെ പള്ളിയും മദ്രസയും ഉണ്ടാക്കി തന്ന ആൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ മുഴുവൻ കാര്യങ്ങളിലും ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ആഖിറത്തിൽ ഗുണം കിട്ടുന്ന അമലുകളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ജാരിയായ സദഖകളെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. നമ്മുടെ അസഞ്ച പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇൻഷാ അല്ലാഹ് അടുത്ത് ഉംറക്ക് പോന്ന് അല്ലാഹു തആല മഖ്ബൂലത്തും മബ്റൂറത്തുമായ ഉംറ ചെയ്യുവാനും ഉദ്ദേശിച്ചതിലേറെ ഇബാദത്ത് ചെയ്യുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അവരും കുടുംബവും പോകുന്നു എന്നാണ് അറിഞ്ഞത്. അല്ലാഹു തആല എല്ലാ കാര്യവും റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. പിന്നെ നമ്മുടെ ഫവാസ് MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൻ്റെ അഭിമാനമാണ്. അല്ലാഹു തആല എല്ലാവിധ പരീക്ഷണങ്ങളിലും അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. സമൂഹത്തിനും ഉപകാരം കിട്ടുന്നവരിൽ പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനുള്ള മനസ്സും ബുദ്ധിശക്തിയും ഏറ്റി കൊടുക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر وارحم آباءنا وأمهاتنا رب ارحمهم كما ربونا صغارا آمين برحمتك يا أرحم الراحمين.